ഹായ് ഓൾ, എല്ലാവർക്കും സീക്രട്ട് പി എസ് സിയിലേക്ക് സ്വാഗതം. അപ്പോൾ നമ്മളിപ്പോൾ NCERT ക്ലാസ്സുകളാണ് എടുത്തുകൊണ്ടിരിക്കുന്നത് അല്ലേ. +1 ജോഗ്രഫിയിൽ നമ്മൾ ആദ്യത്തെ 3 ചാപ്റ്റേഴ്സ് കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ട്. +2 ജോഗ്രഫി നമ്മൾ എടുത്തിട്ടുണ്ട് ഒരു ചാപ്റ്റർ. അപ്പം അതിൽ നിന്നൊക്കെ PSC നന്നായി ചോദ്യങ്ങൾ ചോദിച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ +1 ജോഗ്രഫിയിൽ എടുത്ത ചാപ്റ്റേഴ്സിൻ്റെ ഒക്കെ റിവിഷൻ നോട്ട് ഞാൻ തന്നിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ നോക്കാനായിട്ട് പോകുന്നത് +1 ജോഗ്രഫിയിലെ രണ്ടാമത്തെ ചാപ്റ്റർ ആയിട്ടുള്ള ഭൂപ്രകൃതി എന്ന് പറയുന്ന ഒരു ചാപ്റ്റർ ഉണ്ടായിരുന്നു അല്ലേ. ഈ ഭൂപ്രകൃതി എന്ന് പറയുന്ന ഒരു ചാപ്റ്ററിൽ നിന്ന് നന്നായിട്ട് PSC ചോദ്യങ്ങൾ ചോദിച്ചിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ ഞാൻ കറക്റ്റ് നമ്മുടെ PDF കറക്റ്റ് ടെക്സ്റ്റ് ബുക്ക് ഉണ്ടല്ലോ, +1 ടെക്സ്റ്റ് ബുക്ക് കറക്റ്റായിട്ട് ഞാൻ പഠിപ്പിച്ച് തന്നിട്ടുള്ളതാണ്. അതിനുശേഷം ഞാനൊരു ചെറിയൊരു റിവിഷൻ നോട്ട് തന്നിട്ടുണ്ടായിരുന്നു അല്ലേ. അപ്പോൾ ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ നോക്കുന്നത് എന്താണെന്ന് വെച്ചാൽ ഈ 2 ക്ലാസ്സുകളും കണ്ടവർക്ക് വളരെ ഉപകാരപ്രദമാവുന്ന ക്ലാസ് തന്നെയാണ്. കാരണം നമുക്കറിയാം NCERT പഠിച്ചെടുക്കുക എന്ന് പറയുന്നത് കുറച്ച് അധികം ടഫായിട്ടുള്ള കാര്യം തന്നെയാണ്. NCERT പഠിച്ചതിന് ശേഷം നമ്മൾ NCERT പഠിക്കാനായിട്ട് പോകുന്നത്. അപ്പോൾ ആദ്യമായിട്ട് പഠിക്കുന്ന കുട്ടികൾക്കാണെന്നുണ്ടെങ്കിൽ NCERT ഇങ്ങനെ പാരഗ്രാഫായിട്ടൊക്കെ കാണുമ്പോൾ എന്താണ് കുറച്ച് ബുദ്ധിമുട്ട് തോന്നാം അല്ലേ. അപ്പം അവർക്ക് വേണ്ടിയിട്ടും കൂടിയിട്ടാണ് നമ്മൾ ഈ ഒരു ക്ലാസ്സുകൾ തരുന്നത് കേട്ടോ. അതായത് ഈ ക്ലാസ്സിൽ നമ്മൾ ഉദ്ദേശിക്കുന്നത് പ്രധാനമായിട്ടും ആ ഒരു ചാപ്റ്ററിൽ വരുന്ന പോയിൻറ്റ്സ് ഉണ്ടല്ലോ, കറക്റ്റായിട്ട് പോയിൻറ്റ് വൈസ് ആയിട്ടാണ് നമ്മൾ ഈ നോട്ട്സ് തരുന്നത്. അതായത് നമ്മൾ കഴിഞ്ഞ ചാപ്റ്റർ എടുത്തപ്പോൾ അതിൽ നമ്മൾ ഡീപ്പായിട്ടുള്ള ഒരു പാരഗ്രാഫ് വായിച്ചിട്ടുള്ള ഓരോരോ പോയിൻറ്റും പാരഗ്രാഫ് തരത്തിലായിരുന്നു നമ്മുടെ ആ ഒരു ടെക്സ്റ്റ് ബുക്ക് എന്ന് പറയുന്നത് അല്ലേ. അപ്പോൾ അത് പഠിച്ചെടുക്കാൻ ബുദ്ധിമുട്ടുള്ളവർക്കും ഇനി നമ്മൾ ഈ 2 ക്ലാസ്സുകൾ തന്നിട്ടുണ്ടായിരുന്നു, അത് പഠിച്ചു കഴിഞ്ഞവർക്കും ഒരു റിവിഷൻ ക്ലാസ്സാണിത് കേട്ടോ. ഓക്കെ, അപ്പോൾ ക്ലാസ്സുകൾ ഇഷ്ടപ്പെടാണെന്നുണ്ടെങ്കിൽ സപ്പോർട്ട് ചെയ്യാം. ഇതുപോലെ തന്നെ നമ്മൾ ഒന്നാമത്തെ ചാപ്റ്റർ ചെറിയ റിവിഷൻ നോട്ട് തന്നിട്ടുണ്ട്. എന്നാലും ഞാൻ എല്ലാ പോയിൻറ്റ്സ് ഉൾക്കൊണ്ടിട്ടുള്ള വേറൊരു റിവിഷൻ നോട്ടും കൂടി ഞാൻ തരാം. അപ്പോൾ ഈ ഒരു 2 ക്ലാസ്സും കണ്ടവർക്ക് ഇത് വളരെ ഉപകാരപ്രദമായിരിക്കും. അല്ലാത്തവരാണെന്നുണ്ടെങ്കിൽ ഇത് പഠിച്ചതിന് ശേഷം ഒന്നും കൂടിയും പോയിട്ട് ആ ടെക്സ്റ്റ് ബുക്ക് എന്തായാലും വായിക്കണം. കാരണം ടെക്സ്റ്റ് ബുക്ക് വായിക്കണം എന്ന് തന്നെ പറയാൻ കാരണം അതിൽ നിന്ന് ഓരോ പോയിൻറ്റും ഇമ്പോർട്ടൻ്റ് ആണ്. നമ്മൾ ഇതിൽ പ്രധാനപ്പെട്ട പോയിൻറ്റ്സ് മാത്രമാണ് ഇതിൽ എടുക്കുന്നുണ്ട്. ആ ഒരു ടെക്സ്റ്റ് ബുക്ക് നോക്കുകയാണെന്നുണ്ടെങ്കിൽ അറിയാം വലിയൊരു ഭാഗമാണ് അതിൽ എല്ലാ എക്സാമ്പിളും അതുപോലെ തന്നെ ഓരോ പോയിൻറ്റ്സ് നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് അതിൽ പറഞ്ഞിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ നമുക്ക് ഈ ക്ലാസ് ആദ്യമായിട്ട് കാണുന്ന കൂട്ടുകാരാണെന്നുണ്ടെങ്കിൽ, അതായത് ഈ ഭൂപ്രകൃതിയുടെ ഒരു ചാപ്റ്റർ ഈ ഒരു ക്ലാസ്സാണ് ആദ്യമായിട്ട് കാണുന്നുള്ളവരുണ്ടെങ്കിൽ ഇത് പഠിച്ചതിന് ശേഷം ഒന്ന് ആ ടെക്സ്റ്റ് ബുക്കിൻ്റെ ക്ലാസ്സും കൂടെ ഒന്ന് വായിച്ചു വിട്ടാൽ മതി. ജസ്റ്റ് ഒന്ന് കണ്ടുപോയാൽ മതി. നമുക്കിതിൽ പറയാത്ത പോയിൻറ്റ്സ് എന്തെങ്കിലും ഉണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് അതിൽ നിന്ന് പോയിന്റ് കിട്ടും. കാരണം NCERT ഇപ്പോൾ നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ അതിൽ ഓരോ പോയിൻറ്റും നമുക്ക് ഇമ്പോർട്ടൻറ്റ് തന്നെയാണ്. ഓക്കെ, അതിൽ നിന്ന് ഇടയിലായിട്ടൊക്കെയാണ് ആ ഒരു ചോദ്യങ്ങൾ വന്നിരിക്കുന്നത് അല്ലേ. ഓക്കെ, ഇപ്പോൾ ക്ലാസ്സുകൾ ഇഷ്ടപ്പെടുകയാണെന്നുണ്ടെങ്കിൽ സപ്പോർട്ട് ചെയ്യുക. അതുപോലെ തന്നെ നമ്മൾ NCERT ചാപ്റ്റേഴ്സ് 5ാം ക്ലാസ് മുതൽ 10ാം ക്ലാസ് വരെയുള്ളത് എടുക്കുന്നുണ്ട്. പ്രീവിയസ് ക്വസ്റ്റ്യൻ ആൻസേഴ്സ് ടോപ്പിക് വൈസ് ആയിട്ടും സബ്ജക്റ്റ് വൈസ് ആയിട്ടൊക്കെ തരുന്നുണ്ട് കേട്ടോ. അപ്പോൾ ക്ലാസ്സിലേക്ക് കിടക്കാം. രണ്ടാമത്തെ ചാപ്റ്റർ പാർട്ട് 2. രണ്ടാമത്തെ ചാപ്റ്ററിൻ്റെ പേരെന്തായിരുന്നു? ഘടനയും ഭൂപ്രകൃതി എന്നായിരുന്നു അല്ലേ. ഇതിൽ നമ്മൾ ഫസ്റ്റ് തന്നെ എന്താണ് ഘടന എന്ന് പറയുന്നുണ്ട്. ഇന്ത്യൻ ഉപഭൂഖണ്ഡത്തിൽ ഇന്ന് കാണപ്പെടുന്ന രീതിയിലുള്ള ഭൗമഘടനയും അതുപോലെ ഭൂരൂപീകരണ പ്രക്രിയകളും രൂപപ്പെട്ടത് പ്രധാനമായും അന്തർജന്യവും ബാഹ്യജന്യവുമായ ഭൗമപ്രക്രിയകളുടെയും ഫലകങ്ങളുടെയും പാർശ്വചലനങ്ങളുടെയും പരസ്പര പ്രവർത്തനത്തിലൂടെയാണ്. നമ്മൾ ആ ഒരു ടെക്സ്റ്റ് ബുക്കിൽ ഫസ്റ്റ് പറഞ്ഞ ഒരു പോയിന്റ് തന്നെയാണ്. എന്താണ് ഇന്ന് കാണപ്പെടുന്ന, അതായത് ഇന്ത്യൻ ഉപഭൂഖണ്ഡത്തിൽ ഇന്ന് കാണപ്പെടുന്ന ഈ ഭൗമഘടന അതുപോലെ തന്നെ ഭൂരൂപീകരണ പ്രക്രിയകളൊക്കെ രൂപപ്പെട്ടത് എങ്ങനെയാണ്? അന്തർജന്യവും ബാഹ്യജന്യവുമായ ഭൗമ പ്രക്രിയകളുടെയും ഫലകങ്ങളുടെയും പാർശ്വചലനങ്ങളുടെയും പരസ്പര പ്രവർത്തനത്തിലൂടെയാണ്. ഇങ്ങനെ ഭൗമഘടനയുടെയും ഭൂരൂപവൽക്കരണ പ്രക്രിയകളുടെയും അടിസ്ഥാനത്തിൽ നമുക്ക് ഇന്ത്യയെ 3 ഭൗമ വിഭാഗങ്ങളായിട്ട് തരംതിരിക്കാം. എങ്ങനെയൊക്കെയാണ്? ഉപദ്വീപീയ ഖണ്ഡം, ഹിമാലയവും മറ്റ് ഉപദ്വീപീയ പർവ്വതങ്ങളും, സിന്ധു ഗംഗ ബ്രഹ്മപുത്ര സമതലം. എങ്ങനെയൊക്കെയാണ്? ഉപദ്വീപീയ ഖണ്ഡം, ഹിമാലയവും മറ്റ് ഉപദ്വീപിയൻ പർവ്വതങ്ങളും, സിന്ധു ഗംഗ ബ്രഹ്മപുത്ര സമതലം. ഇതിലെ ഉപദ്വീപീയ ഖണ്ഡത്തെ കുറിച്ചിട്ടാണ് നമ്മൾ പറയുന്നത്. അതിൽ നമ്മൾ ഫസ്റ്റ് ഡീറ്റെയിൽ ആയിട്ട് എന്താണ് NCERT പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഇന്തോ ഓസ്ട്രേലിയൻ എന്ന് പറയുന്ന ഒരു ഫലകമുണ്ട്. അതിൽ എന്താണ് ഈ ഇന്ത്യൻ ഓസ്ട്രേലിയൻ ഫലകം എന്താണ് വേർപിരിയാണ്. ആദ്യം ഒരുമിച്ചാണ് കാണപ്പെട്ടിട്ടുണ്ടായിരുന്നത്. പിന്നീട് ഇന്ത്യൻ ഫലകവും അതുപോലെ തന്നെ ഓസ്ട്രേലിയൻ ഫലകവും വേർപെടാണ്. അങ്ങനെ ഇന്ത്യൻ ഫലകം വടക്കോട്ട് ചലിച്ചുകൊണ്ടേയിരിക്കുകയാണ് എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇന്തോ ഓസ്ട്രേലിയൻ ഫലകത്തിൻ്റെ ഭാഗം ചോദിക്കുകയാണെങ്കിൽ ഏതാണ്? ഉപദ്വീപീയ ഖണ്ഡമാണ്. ഉപദ്വീപീയ ഖണ്ഡത്തിൻ്റെ വടക്കൻ അതിരെ ആരവല്ലി പർവ്വതത്തിൻ്റെ വടക്കേ അറ്റമായ കച്ച് മുതൽ യമുന ഗംഗ നദികൾക്ക് ഏതാണ്ട് സമാന്തരമായി രാജ്മഹൽ കുന്നുവരെയും ഗംഗാ ഡെൽറ്റ വരെയും ക്രമരഹിതമായി കാണപ്പെടുന്നു.
എന്താണ് ഉപദ്വീപീയ ഖണ്ഡത്തിൻ്റെ വടക്കൻ അതിരെ ആരവല്ലി പർവ്വതത്തിൻ്റെ വടക്കേറ്റമായിട്ടുള്ള കച്ച് മുതൽ യമുന ഗംഗ നദികൾക്ക് ഏതാണ്ട് സമാന്തരമായി രാജ്മഹൽ കുന്നുവരെയും ഗംഗാ ഡെൽറ്റ വരെയും ക്രമരഹിതമായി കാണപ്പെടുന്നു. പടിഞ്ഞാറ് രാജസ്ഥാനും വടക്ക് കിഴക്ക് മേഘാലയ പീഠഭൂമിയും കർബി ആംഗ്ലോങ് പീഠഭൂമിയും ഉപദ്വീപീയ ഖണ്ഡത്തിൻ്റെ തുടർച്ചയാണ്. പടിഞ്ഞാറ് നോക്കുകയാണെന്നുണ്ടെങ്കിൽ രാജസ്ഥാനാണ്. ഇനി വടക്ക് കിഴക്ക് നോക്കുകയാണെങ്കിലോ മേഘാലയ പീഠഭൂമിയും കർബി ആംഗ്ലോങ് പീഠഭൂമിയുമാണ്. ഇതെല്ലാം എന്താണ് ഉപദ്വീപീയ ഖണ്ഡത്തിൻ്റെ തുടർച്ചയാണ്. അപ്പോൾ വടക്ക് നോക്കുകയാണെങ്കിൽ ആരവല്ലി പർവ്വതമാണ് അല്ലേ. വടക്ക് ആരവല്ലി പർവ്വതത്തിൻ്റെ വടക്കേറ്റമായിട്ടുള്ള കച്ച് മുതൽ യമുന ഗംഗ നദികൾക്ക് ഏതാണ്ട് സമാന്തരമായി രാജ്മഹൽ കുന്നുവരെയും ഗംഗാ ഡെൽറ്റ വരെയുമാണ് ഈ ഉപദ്വീപീയ ഖണ്ഡം കാണപ്പെടുന്നത്. പടിഞ്ഞാറ് നോക്കുകയാണെങ്കിൽ രാജസ്ഥാനാണ്. വടക്ക് കിഴക്കാണെങ്കിൽ മേഘാലയ പീഠഭൂമിയും പിന്നെ ഏതാണ് കർബി ആംഗ്ലോങ് പീഠഭൂമിയുമാണ്. ഇനി വടക്ക് കിഴക്കൻ ഭാഗത്തെ പശ്ചിമ ബംഗാളിലെ മാൽഡ ഭ്രംശതടം ഛോട്ടാ നാഗ്പൂർ പീഠഭൂമിയിൽ നിന്നും വേർതിരിക്കുന്നുണ്ട്. അപ്പോൾ വടക്ക് കിഴക്കൻ ഭാഗത്തെ പശ്ചിമ ബംഗാളിലെ മാൽഡ ഭ്രംശതടം എന്ന് പറയുന്നതാണ് ഛോട്ടാ നാഗ്പൂർ പീഠഭൂമിയെ വേർതിരിക്കുന്നതാണ്. മാൽഡ ഭ്രംശതടമാണ്. ഇനി വളരെ പഴക്കമുള്ള ഗ്രാനൈറ്റും നെയ്സും ചേർന്നാണ് പ്രധാനമായും ഇത് രൂപപ്പെട്ടിരിക്കുന്നത്. ഏതാണ് വളരെ പഴക്കമുള്ള ഗ്രാനൈറ്റും നെയ്സും ചേർന്നാണ് രൂപപ്പെട്ടിരിക്കുന്നത്. കാംബ്രിയൻ കാലഘട്ടം മുതൽ തന്നെ ഉപദ്വീപ് ഒരു ദൃഢമായ ശിലാഖണ്ഡമായി നിലനിന്നിരുന്നു. എന്താണ് പറയുന്നത്? ഈ ഉപദ്വീപ് ദൃഢമായിട്ടുള്ളൊരു ശിലാഖണ്ഡമായിട്ട് പഴയ ഏതാണ് കാംബ്രിയൻ കാലഘട്ടം മുതലേ തന്നെ നിലനിന്നിരുന്നു. ഇനി വിവിധ ലംബതര ചലനങ്ങൾക്കും ശിലാഖണ്ഡ ഭ്രംശത്തിനും ഈ ഭൂഭാഗം വിധേയമായിട്ടുണ്ടായിരുന്നു. അതിന് എക്സാമ്പിളാണ് സൽപുര ഖണ്ഡപർവ്വതത്തിൻ്റെയും നർമ്മദ മഹാനദി താപ്തി എന്നീ നദികളുടെ ഭ്രംശ താഴ്വരകളുടെയും രൂപീകരണം. അപ്പോൾ എന്താണ് പറയുന്നത്? ഈ ഉപദ്വീപീയ ഖണ്ഡത്തെക്കുറിച്ച് പറയുകയാണെന്നുണ്ടെങ്കിൽ എന്താണ് വിവിധ തരം ലംബതര ചലനങ്ങളും അതുപോലെ തന്നെ എന്താണ് ശിലാഖണ്ഡ ഭ്രംശത്തിനും ഇത് വിധേയമായിട്ടുണ്ടായിരുന്നു. അതിനെ ഒരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ സൽപുരയും അല്ലെ അതുപോലെ തന്നെ സൽപുര ഖണ്ഡപർവ്വതത്തിൻ്റെയും നർമ്മദ മഹാനദി താപ്തി എന്നീ നദികളുടെ ഭ്രംശ താഴ്വരകളിൽ രൂപീകരണമാണ്. ഇനി പ്രധാനമായിട്ടും ഇവിടെ അവശിഷ്ട പർവ്വതങ്ങളാണ് കാണപ്പെടുന്നത്. എക്സാമ്പിൾ ഏതൊക്കെയാണ്? അവശിഷ്ട പർവ്വതങ്ങൾ ഏതൊക്കെയാണ്? ആരവല്ലി കുന്നുകൾ, നല്ലമല കുന്നുകൾ, പാൽക്കൊണ്ട നിര, മഹേന്ദ്രഗിരി കുന്നുകൾ. ഏതൊക്കെയാണ്? ആരവല്ലി കുന്നുകൾ, നല്ലമല കുന്നുകൾ, പാൽക്കൊണ്ട നിര, മഹേന്ദ്രഗിരി കുന്നുകൾ. അപ്പോൾ എന്തൊക്കെയാണ് ഇവിടെ പറഞ്ഞത്? ഉപദ്വീപീയ ഖണ്ഡം അല്ലേ. ഉപദ്വീപീയ ഖണ്ഡത്തെക്കുറിച്ച് പറഞ്ഞപ്പോൾ ഇന്തോ ഓസ്ട്രേലിയൻ ഫലകത്തിൻ്റെ ഭാഗമാണെന്ന് പറഞ്ഞു. വടക്ക് ഭാഗം റേൻ ഓഫ് കച്ച് മുതൽ അതായത് കച്ച് മുതൽ യമുന ഗംഗ നദികൾക്ക് സമാന്തരമായിട്ട് രാജ്മഹൽ കുന്നുവരെയും ഗംഗാ ഡെൽറ്റ വരെയാണ് കാണപ്പെടുന്നത്. പടിഞ്ഞാറാണെങ്കിൽ രാജസ്ഥാനാണ്. വടക്ക് കിഴക്ക് ആണെങ്കിലോ മേഘാലയ പീഠഭൂമിയും കർബ് ആംഗ്ലോങ് പീഠഭൂമിയുമാണ്. പിന്നെ ഇവിടെ എന്താണ് പശ്ചിമ ബംഗാളിലെ മാൽഡ ഭ്രംശതടം ഛോട്ടാ നാഗ്പൂർ പീഠഭൂമിയിൽ നിന്ന് വേർതിരിക്കുന്നുണ്ട്. പിന്നെ കാംബ്രിയൻ കാലഘട്ടം മുതൽ തന്നെ ഉപദ്വീപ് ഒരു ദൃഢമായിട്ടുള്ള ശിലാഖണ്ഡമായിട്ട് നിലനിന്നിരുന്നു. ഇനി വിവിധ ലംബതര ചലനങ്ങൾക്കും ശിലാഖണ്ഡ ഭ്രംശത്തിനും എന്താണ് വിധേയമായിട്ടുണ്ട്. അതിന് എക്സാമ്പിളാണ് സൽപുര പർവ്വതം അല്ലെ. സൽപുര ഖണ്ഡപർവ്വതത്തിൻ്റെയും അതുപോലെ തന്നെ നർമ്മദ മഹാനദി താപ്തി എന്നീ നദികളുടെ ഭ്രംശ താഴ്വരകളുടെയും രൂപീകരണം. ഇനി ഇവിടെ പ്രധാനമായിട്ടും അവശിഷ്ട പർവ്വതങ്ങളാണ് കാണപ്പെടുന്നത്. എക്സാമ്പിൾ ഇതൊക്കെയാണ്: ആരവല്ലി കുന്നുകൾ, നല്ലമല കുന്നുകൾ, പാൽക്കൊണ്ട നിര, മഹേന്ദ്രഗിരി കുന്നുകൾ. ക്ലിയർ ആണല്ലോ ഉപദ്വീപീയ ഖണ്ഡം. നെക്സ്റ്റ് നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഉപദ്വീപീയ ഖണ്ഡം കഴിഞ്ഞതിന് ശേഷം എന്താണ്? ഹിമാലയവും മറ്റ് ഉപദ്വീപൻ പർവ്വതങ്ങളുമാണ് അല്ലേ. രണ്ടാമത്തെ ഈ ഒരു 3 വിഭാഗങ്ങളായിട്ട് തരംതിരിച്ചിട്ടുണ്ടായിരുന്നല്ലോ. അതിൽ രണ്ടാമത്തെ ഭാഗമാണ് ഹിമാലയവും മറ്റ് ഉപദ്വീപീയൻ പർവ്വതങ്ങളും. ഓക്കെ, ഹിമാലയവും മറ്റ് ഉപദ്വീപീയൻ പർവ്വതങ്ങളെയും കുറിച്ച് പഠിക്കുകയാണെന്നുണ്ടെങ്കിൽ ഭൗമഘടനയിൽ വളരെ പുതിയവയും താരതമ്യേന പ്രായം കുറഞ്ഞതും കാഠിന്യം കുറഞ്ഞവയും മാറ്റങ്ങൾക്ക് വിധേയവുമാണ്. നമ്മൾ നേരത്തെ ഉപദ്വീപീയ ഖണ്ഡത്തിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു പ്രായം കൂടുതലാണ് അല്ലേ. അതായത് പറഞ്ഞിട്ടുണ്ടായിരുന്നത് കാഠിന്യം കൂടുതലാണെന്നൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നല്ലോ. അതിൽ നിന്ന് വ്യത്യസ്തമായിട്ടാണ് ഹിമാലയം ഏറ്റവും എന്താണ് പഴക്കം കുറവാണ് അല്ലേ. അതായത് പ്രായം കുറവാണ്, കാഠിന്യം കുറഞ്ഞവയും മാറ്റങ്ങൾക്ക് വിധേയവുമാണ്. അവ ഇപ്പോഴും അന്തർജന്യ ബാഹ്യജന്യ ഫലങ്ങൾക്ക് വിധേയമാവുകയും ഭ്രംശം, വലനം, സമ്മർദ്ദതലം എന്നിവയുടെ രൂപീകരണത്തിന് കാരണമാവുകയും ചെയ്യുന്നു എന്നാണ് പറയുന്നത്. അന്തർജന്യ ബാഹ്യജന്യ ബലങ്ങൾക്ക് വിധേയമാകുന്നുണ്ട്. ഭ്രംശം, വലനം, സമ്മർദ്ദതലം എന്നിവയുടെ രൂപീകരണത്തിന് കാരണമാവുകയും ചെയ്യുന്നുണ്ട്. ഇവെന്താണ്? ടെക്ടോണിക് ജന്യമാണ്. അതുപോലെ തന്നെ യുവത്വഘട്ടത്തിലുള്ളതും ദ്രുതഗതിയിൽ ഒഴുകുന്നതുമായിട്ടുള്ള നദികൾ ഈ പർവ്വതങ്ങളെ മുറിച്ചൊഴുകുന്നു. യുവത്വഘട്ടത്തിലുള്ളതും ദ്രുതഗതിയിൽ ഒഴുകുന്നതുമായിട്ടുള്ള നദികൾ ഈ പർവ്വതങ്ങളെ മുറിച്ചു ഒഴുകുന്നുണ്ട്. പിന്നെ ഗിരികന്ധരങ്ങൾ, വീരൂപ താഴ്വരകൾ, ചെറുവെള്ളച്ചാട്ടങ്ങൾ
വെള്ളച്ചാട്ടങ്ങൾ തുടങ്ങിയ ഭൂരൂപങ്ങൾ ഈ വിഭാഗത്തിൽ കാണപ്പെടുന്നു. അപ്പോൾ ഹിമാലയവും മറ്റു ഉപദ്വീപിയൻ പർവ്വതങ്ങളെയും കുറിച്ച് പറയുകയാണെങ്കിൽ ഇവയെന്താണ് വളരെ പുതിയവയാണ് അല്ലേ, അതായത് എന്താണ് പഴക്കം കുറവാണ്, പ്രായം കുറവാണ്. അതുപോലെ തന്നെ കാഠിന്യം കുറഞ്ഞവയും മാറ്റങ്ങൾക്ക് വിധേയവുമാണ്. അന്തർജന്യ ബാഹ്യജന്യ ബലങ്ങൾക്ക് വിധേയമാകുന്നുണ്ട്. ഭ്രംശം, മലനം, സമ്മർദ്ദതലം എന്നിവയുടെ ഭൂരൂപീകരണത്തിനും കാരണമാകുന്നുണ്ട്. ഇവ എന്ന് പറയുന്നത് ടെക്ടോണിക ജന്യമാണ്. യുവത്വഘട്ടത്തിലുള്ളതും ദ്രുതഗതിയിൽ ഒഴുകുന്നതുമായിട്ടുള്ള നദികളാണ്. ഈ നദികൾ ഈ പർവ്വതങ്ങളെ മുറിച്ച് ഒഴുകുന്നുണ്ട്. പിന്നെ ഗിരികന്ധരങ്ങളും വിരൂപ താഴ്വരകളും വെള്ളച്ചാട്ടങ്ങളൊക്കെ കാണപ്പെടുന്നത് ഈ ഒരു ഭാഗത്താണ്. നെക്സ്റ്റ് മൂന്നാമത്തെയാണ് സിന്ധു ഗംഗ ബ്രഹ്മപുത്ര സമതലം. സിന്ധു ഗംഗ ബ്രഹ്മപുത്ര സമതലം എന്ന് വെച്ചാൽ എന്താണ്? സിന്ധു ഗംഗ ബ്രഹ്മപുത്ര നദികൾ രൂപപ്പെടുത്തിയിട്ടുള്ള സമതലങ്ങളാണ് അല്ലേ. അതായത് ഈ സിന്ധു ഗംഗ ബ്രഹ്മപുത്ര നദികളൊക്കെ ഒഴുകുമ്പോൾ ഈ അവസാദങ്ങൾ നിക്ഷേപിക്കപ്പെട്ടിട്ടാണ് ഈ സമതലങ്ങൾ രൂപപ്പെട്ടിട്ടുള്ളത്. യഥാർത്ഥത്തിൽ ഇതൊരു ഭൂ അഭിനേതിയാണ്. ഇനി ഏകദേശം 64 ദശലക്ഷം വർഷങ്ങൾക്ക് മുമ്പ് ഹിമാലയ പർവ്വത രൂപീകരണത്തിന് മൂന്നാമത്തെ ഘട്ടത്തിലാണ് ഇത് പൂർണ്ണ വികാസം പ്രാപിച്ചത്. ഹിമാലയ പർവ്വത രൂപീകരണത്തിന് മൂന്നാമത്തെ ഘട്ടത്തിലാണ് ഇത് പൂർണ്ണ വികാസം പ്രാപിച്ചത്. ആ കാലം മുതൽക്കേ തന്നെ ഹിമാലയ നദികളും ഉപദ്വീപീയ നദികളും വഹിച്ചു കൊണ്ടുവരുന്ന അവസാദങ്ങൾ സാവധാനം ഇതിൽ നിറയാൻ തുടങ്ങി. ആ ഒരു സമയത്ത് തന്നെ, അതായത് ഹിമാലയം രൂപീകരിക്കുന്ന സമയത്ത് തന്നെയാണ് ഈ അവസാദങ്ങളിലൊക്കെ രൂപം കൊണ്ടിട്ടാണ് ഈ സമതലങ്ങൾ രൂപപ്പെടുന്നത് അല്ലേ. ഈ സമതലങ്ങളിലെ അവസാദ നിക്ഷേപങ്ങളുടെ കനം എത്രയാണ്? 1000 മുതൽ 2000 മീറ്റർ വരെയാണ്. അപ്പോൾ സിന്ധു ഗംഗ ബ്രഹ്മപുത്ര സമതലം എന്ന് വെച്ചാൽ എന്താണ്? അവസാദങ്ങളിലെ ഇവരുടെ ഈ സിന്ധു ഗംഗ ബ്രഹ്മപുത്ര നദിയുടെ അവസാദങ്ങൾ നിക്ഷേപപ്പെട്ടിട്ട് രൂപപ്പെട്ടിട്ടുള്ളതാണ് ഈ സിന്ധു ഗംഗ ബ്രഹ്മപുത്ര സമതലം. അപ്പോൾ 3 നമ്മൾ പഠിച്ചു, 3 ഭൗമ വിഭാഗങ്ങൾ. ആദ്യം പറഞ്ഞ എന്തായിരുന്നു? ഉപദ്വീപീയ ഖണ്ഡമായിരുന്നു. അതിൻ്റെ അതിരുകൾ പറഞ്ഞു. വടക്ക് നോക്കുകയാണെന്നുണ്ടെങ്കിൽ കച്ച് മുതൽ രാജ്മൽ കുന്ന് വരെയും, അതുപോലെ തന്നെ പടിഞ്ഞാറ് രാജസ്ഥാനം, പിന്നെ കിഴക്ക് 2 പീഠഭൂമികളുടെ പേരും പറഞ്ഞു. പിന്നെ ഗ്രാനൈറ്റും നെയ്സും അവിടെ കാണപ്പെടുന്നു എന്ന് പറഞ്ഞു. മാൾഡ, ബംശധനം, ഛോട്ടാ നാഗ്പൂർ പീഠഭൂമി വേർതിരിക്കുന്നു എന്ന് പറഞ്ഞു. അതുപോലെ തന്നെ ഇവിടെ കുറേ മാറ്റങ്ങൾക്ക് വിധേയമായിട്ടുണ്ട്. അതുപോലെ തന്നെ പർവ്വതനിരകൾ, അവശിഷ്ട പർവ്വതങ്ങളാണ് ഇവിടെ കൂടുതലായിട്ട് കാണപ്പെടുന്നത്. ആരവലി പർവ്വതനിര, അതുപോലെ തന്നെ നല്ല മല കുന്നുകൾ, പാൽക്കൊണ്ട നിരയൊക്കെ ഇവിടെ കാണപ്പെടുന്നുണ്ട്. നെക്സ്റ്റ് ഹിമാലയവും മറ്റു ഉപദ്വീപൻ പർവ്വതങ്ങളും ഇതിലെന്താണ്? പ്രായം കുറഞ്ഞതും കാഠിന്യം കുറഞ്ഞതും മാറ്റങ്ങൾക്ക് വിധേയവുമാണ്. ഇവിടെ അന്തർജന്യ ബാഹ്യജന്യ ബലങ്ങൾക്ക് വിധേയമാകുന്നുണ്ട്. ഭ്രംശം, മലിനമൊക്കെ സംഭവിക്കുന്നുണ്ട്. ടെക്ടോണിക ജന്യമാണ്. അതുപോലെ തന്നെ എന്താണ്? ഇവ യുവത്വഘട്ടത്തിൽ നോക്കുകയാണെങ്കിൽ യുവത്വഘട്ടമാണ് അല്ലെ. യുവത്വഘട്ടത്തിലുള്ളതും അതുപോലെ തന്നെ ദ്രുതഗതിയിൽ ഒഴുകുന്നതുമായിട്ടുള്ള നദികളാണുള്ളത്. ഇവിടെ വെള്ളച്ചാട്ടങ്ങളും വിരൂപ താഴ്വരകളൊക്കെ രൂപപ്പെടുന്നുണ്ട്. നെക്സ്റ്റ് സിന്ധു ഗംഗ ബ്രഹ്മപുത്ര സമതലമാണ്. സിന്ധു ഗംഗ ബ്രഹ്മപുത്ര സമതലം എന്താണ്? വേഗത്തിൽ ഒഴുകുന്നവയാണ്. അതുപോലെ തന്നെ ഈ നദികളൊക്കെ ഒഴുകിയിട്ട് അവസാദങ്ങൾ രൂപപ്പെട്ടിട്ട് ആണ് ഈ സമതലങ്ങൾ രൂപപ്പെട്ടിട്ടുള്ളത് അല്ലേ. അവസാദങ്ങൾ നിക്ഷേപിച്ചിട്ടാണ് സമതലങ്ങൾ രൂപപ്പെട്ടിട്ടുള്ളത്. ക്ലിയർ ആണല്ലോ. ഓക്കെ, നെക്സ്റ്റ് വരുന്നത് ഭൂപ്രകൃതിയാണ്. ഇതൊക്കെ നമ്മൾ ഒരു പ്രാവശ്യം 2 ക്ലാസ്സുകളും തന്നിട്ടുണ്ട് കേട്ടോ. ഒന്നും കൂടി നമ്മുടെ ക്ലാസ്സുകൾ കാണുന്ന കുട്ടികൾക്ക് ഒന്നും കൂടി ഈ ഒരു ചാപ്റ്റർ ഒന്നും കൂടി ബൈ ഹാർട്ട് ആവട്ടെ എന്ന് വിചാരിച്ചിട്ടാണ് ഞാൻ ഈ ഒരു റിവിഷൻ നോട്ട് കൂടി തരുന്നത് കേട്ടോ. കാരണം നമുക്കറിയാം പുതിയ NCERT പഠിക്കുകയാണെന്നുണ്ടെങ്കിൽ 1-2 പ്രാവശ്യമൊക്കെ കണ്ടാൽ തന്നെ നമുക്ക് ആ ഒരു ചാപ്റ്റർ നമുക്ക് മനസ്സിലാവുള്ളൂ അല്ലേ. നമുക്ക് അത് നമ്മുടെ മനസ്സിൽ വരികയുള്ളൂ. അതിനാൽ തന്നെയാണ് വീണ്ടും നമ്മുടെ ക്ലാസ്സുകൾ കാണുന്നവർക്ക് ഉപകാരപ്രദമാവട്ടെ എന്ന് വിചാരിച്ചിട്ടാണ് വീണ്ടും ഒരു റിവിഷൻ നോട്ട് തരുന്നത്. അപ്പോൾ ക്ലാസ്സുകൾ മനസ്സിലാവുന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത്. ഓക്കെ, അപ്പോൾ ഭൂപ്രകൃതിയെക്കുറിച്ച് പറയുകയാണെന്നുണ്ടെങ്കിൽ എന്താണ്? ഘടന, ഭൗമ പ്രക്രിയകൾ, പരിണാമഘട്ടങ്ങൾ എന്നിവയുടെ അന്തിമ ഫലമാണ് ഒരു പ്രദേശത്തിൻ്റെ ഭൂപ്രകൃതി എന്ന് പറയുന്നത്. ഘടന, ഭൗമ പ്രക്രിയകൾ, പരിണാമഘട്ടങ്ങൾ എന്നിവയുടെ അന്തിമ ഫലമാണ് ഒരു പ്രദേശത്തിൻ്റെ ഭൂപ്രകൃതിയിലെ ഭൗതിക ഘടകങ്ങളിലുള്ള വൈവിധ്യമാണ് ഇന്ത്യൻ ഭൂപ്രദേശത്തിൻ്റെ സവിശേഷത. ഇവിടെ നമുക്ക് പഠിച്ചു വച്ചിരിക്കുന്നത് നമുക്ക് ഈ ഭൗതിക സവിശേഷതകളുടെ അടിസ്ഥാനത്തിൽ നമുക്ക് ഈ ഭൂപ്രകൃതി 6 നമുക്ക് തരംതിരിക്കാനായിട്ട് സാധിക്കും അല്ലേ. വടക്ക് കിഴക്കൻ പർവ്വതങ്ങൾ. ഈ വടക്ക് കിഴക്കൻ പർവ്വതങ്ങൾ ഏതാണെന്ന് മനസ്സിലായോ? കഴിഞ്ഞ ക്ലാസ്സുകൾ കണ്ടവർക്ക് മനസ്സിലായിട്ടുണ്ടാവും. വടക്ക് കിഴക്കൻ പർവ്വതങ്ങൾ നമ്മൾ പഠിക്കാറുണ്ട് അല്ലേ. NCERT ഉത്തരപർവ്വത മേഖല പഠിക്കാറുണ്ടല്ലോ. അതേ സെയിം തന്നെയാണ് വടക്ക് കിഴക്കൻ പർവ്വതങ്ങൾ. ഇവിടെ നമുക്ക് ഉത്തരയ്ക്ക് പകരം എന്താണ്? വടക്ക് തന്നിരിക്കുന്നത് മാത്രം. ഓക്കെ, നെക്സ്റ്റ് വടക്കൻ സമുദ്രങ്ങൾ എന്ന് വെച്ചാൽ എന്താണ്? ഉത്തരമഹാസമുദ്രങ്ങൾ. നെക്സ്റ്റ് ഏതാണ്? ഉപദ്വീപീയ പീഠഭൂമി, ഇന്ത്യൻ മരുഭൂമി, തീരസമുദ്രങ്ങൾ, ദ്വീപുകൾ. ഓക്കെ, അപ്പോൾ 6 എണ്ണമായിട്ട് നമുക്ക് ഭൂപ്രകൃതി ഡിവൈഡ് ചെയ്യാമെന്ന് പഠിച്ചു. ഇതിൽ ഒന്നാമത്തെയാണ് വടക്ക് കിഴക്കൻ പർവ്വതങ്ങൾ. ഹിമാലയ പർവ്വതവും വടക്കൻ കിഴക്കൻ കുന്നുകളുമാണ് ഈ വടക്ക് കിഴക്കൻ പർവ്വതങ്ങളിൽ വരുന്നത്. ഏതൊക്കെയാണ്? ഹിമാലയ പർവ്വതവും വടക്ക് കിഴക്കൻ കുന്നുകളുമാണ് അല്ലേ. ഹിമാലയ പർവ്വതം അതുപോലെ തന്നെ വടക്ക് കിഴക്കൻ കുന്നുകളുമാണ് എവിടെ വരുന്നത്? ഈ വടക്ക് കിഴക്കൻ പർവ്വതങ്ങളിൽ വരുന്നത്.
ഹിമാലയ പർവ്വതനിരക്ക് കിഴക്ക് നിന്നും പടിഞ്ഞാറോട്ട് ഏകദേശം 2500 കിലോമീറ്റർ ആണ് നീളം. ഹിമാലയ പർവ്വതനിരക്ക് കിഴക്ക് നിന്നും പടിഞ്ഞാറോട്ട് ഏകദേശം എത്രയാണ്? 2500 കിലോമീറ്റർ ആണ് നീളം വരുന്നത്. ഇനി വടക്ക് നിന്ന് തെക്കോട്ട് നോക്കുകയാണെങ്കിലോ 160 മുതൽ 400 കിലോമീറ്റർ വരെ വീതിയുമുണ്ട്. വടക്ക് നിന്ന് തെക്കോട്ട് നോക്കുകയാണെന്നുണ്ടെങ്കിൽ 160 മുതൽ 400 കിലോമീറ്റർ വരെ വീതിയുണ്ട്. സമാന്തരമായ പർവ്വതനിരകളുടെ നിരയാണ് ഹിമാലയത്തിനുള്ളത്. എന്താണ്? സമാന്തരമായ പർവ്വതനിരകളുടെ നിരയാണ് ഹിമാലയത്തിനുള്ളത്. അപ്പോൾ വടക്ക് കിഴക്കൻ പർവ്വതങ്ങളെ കുറിച്ച് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഏതാണ്? ഹിമാലയ പർവ്വതവും അതുപോലെ തന്നെ വടക്ക് കിഴക്കൻ കുന്നുകളുമാണ് അല്ലേ? വടക്ക് കിഴക്കൻ കുന്നുകളുമാണ് ഏതിൽ വരുന്നത്? ഇനി വടക്ക് കിഴക്കൻ പർവ്വതങ്ങളിൽ വരുന്നത്. ഇനി നീളം നോക്കുകയാണെങ്കിൽ കിഴക്ക് നിന്ന് പടിഞ്ഞാറോട്ട് നോക്കുകയാണെങ്കിൽ 2500 കിലോമീറ്റർ നീളവും വടക്ക് നിന്ന് തെക്കോട്ട് നോക്കുകയാണെങ്കിൽ 160 മുതൽ 400 കിലോമീറ്റർ വരെ വീതിയുമുണ്ട്. ഇനി സമാന്തരമായ പർവ്വതനിരകളാണ് ഇവിടെ കാണപ്പെടുന്നതെന്ന് പറഞ്ഞു. ക്ലിയർ ആണല്ലോ അല്ലേ? ഇത്രയും ക്ലിയർ ആണല്ലോ. അപ്പം ഇനി വടക്ക് കിഴക്കൻ പർവ്വതങ്ങളെ നമുക്ക് 3ആയിട്ട് ഡിവൈഡ് ചെയ്യാനായിട്ട് പറ്റും. നമ്മൾ പഠിച്ചിട്ടുള്ളതാണ് ഉത്തരപർവ്വത മേഖല നമ്മൾ എങ്ങനെയാണ് ഡിവൈഡ് ചെയ്തിട്ടുണ്ടായിരുന്നത്? ഹിമാചൽ സിവാലിക് എന്ന് പറഞ്ഞിട്ടല്ലേ? അതേ സെയിം തന്നെയാണ് ഇവിടെ വരുന്നത്. പക്ഷേ നമുക്ക് ഹിമാദ്രിയെ അറിയപ്പെടുന്ന വേറൊരു പേരെന്താണ്? ഗ്രേറ്റർ ഹിമാലയം എന്നാണ് അല്ലേ? ഗ്രേറ്റർ ഹിമാലയം എന്നാണ് അറിയപ്പെടുന്നത്. ഓക്കെ, അപ്പോൾ ഗ്രേറ്റർ ഹിമാലയം അല്ലെങ്കിൽ ഹിമാദ്രി. ഓക്കെ, അത് ഏതൊക്കെ വരുന്നുണ്ട്? ഗ്രേറ്റർ ഹിമാലയത്തിൽ ഗ്രേറ്റ് ഹിമാലയവും ട്രാൻസ് ഹിമാലയവും വരുന്നുണ്ട്. അതും കൂടെ പഠിച്ചു കേട്ടോ. ഗ്രേറ്റർ ഹിമാലയത്തിൽ ഗ്രേറ്റ് ഹിമാലയവും ട്രാൻസ് ഹിമാലയവും വരുന്നുണ്ട്. ട്രാൻസ് ഹിമാലയം വരുമ്പോൾ ഏതൊക്കെയാണ് വരിക? കാരക്കോറം, ലഡാക്ക്, സസ്കർ എന്നിവയാണ് എന്ത് വരുന്നത്? ട്രാൻസ് ഹിമാലയത്തിൽ വരുന്നത് അല്ലേ? അപ്പോൾ ഗ്രേറ്റർ ഹിമാലയം എന്ന് വെച്ചാൽ ഹിമാദ്രിയാണ്. എല്ലാന്നുണ്ടെങ്കിൽ പഠിച്ചു വെച്ചിരിക്കുക. ഗ്രേറ്റ് ഹിമാലയവും ട്രാൻസ് ഹിമാലയവും കൂടി ചേർന്നതാണ് ഈ ഗ്രേറ്റർ ഹിമാലയം എന്ന് പറയുന്നത്. ഓക്കെ, ഇനി ലെസ്സർ ഹിമാലയം എന്ന് വെച്ചാൽ മധ്യ ഹിമാലയം എന്നും പറയാം. അല്ലാന്നുണ്ടെങ്കിൽ എന്ത് പറയാം? ഹിമാചൽ എന്നും പറയാം അല്ലേ? ഹിമാചൽ സിവാലിക് അല്ലേ? ഹിമാദ്രി എന്ന് വെച്ചാൽ എന്താ? ഗ്രേറ്റർ ഹിമാലയമാണ്. ഹിമാചൽ എന്ന് വെച്ചാൽ എന്താണ്? ലെസ്സർ ഹിമാലയമാണ്. അപ്പം നമുക്ക് ഇതും പഠിച്ചു വെച്ചിരിക്കാം. എന്താണ്? ഹിമാചൽ അല്ലേ? ഹിമാചലിനെ നമുക്ക് എന്തെന്ന് പറയാം? ലെസർ ഹിമാലയം എന്നും മധ്യ ഹിമാലയം എന്നും പറയാം. ഓക്കെ, ഇനി ഔട്ടർ ഹിമാലയം എന്ന് പറയുന്നതാണ് സിവാലിക്. അപ്പോൾ ഹിമാചൽ സിവാലിക് അല്ലെങ്കിൽ എന്താണ്? ഗ്രേറ്റർ ഹിമാലയം, പിന്നെ ലെസർ ഹിമാലയം, ഔട്ടർ ഹിമാലയം എന്നിങ്ങനെ നമുക്ക് ഹിമാലയത്തെ 3ആയിട്ട് ഡിവൈഡ് ചെയ്യാനായിട്ട് സാധിക്കും അല്ലേ? ഇവിടെ നമുക്ക് നോക്കിയ ഒരു പിക്ചർ കാണുന്നുണ്ടല്ലോ അല്ലേ? ഈ പിക്ചർ കാണുന്നുണ്ടെന്ന് വിചാരിക്കുന്നു. ഇതിൽ നമുക്ക് ഈ എ എന്ന് അടയാളപ്പെടുത്തിയിരിക്കുന്നുണ്ടല്ലോ. ഈ എ അതായത് പുറത്ത് കാണപ്പെടുന്നതാണ് എന്തെന്ന് പറയുന്നത്? ഗ്രേറ്റർ ഹിമാലയം അല്ലെങ്കിൽ ഹിമാദ്രി എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ ഇതാണ് എന്ത്? ഗ്രേറ്റർ ഹിമാലയം അല്ലെങ്കിൽ ഹിമാദ്രി എന്ന് പറയുന്നത് ഇതാണ്. എ എന്ന് അടയാളപ്പെടുത്തിയിരിക്കുന്നതാണ്. ഇതാണ് ഹിമാദ്രി എന്ന് പറയുന്നത്. ഇനി മധ്യ ഹിമാലയം എന്ന് വെച്ചാൽ എന്താണ്? മധ്യ ഹിമാലയം എന്ന് വെച്ചാൽ ഈ നടുക്ക് കാണപ്പെടുന്നത് അല്ലേ? മധ്യ ഹിമാലയം അല്ലെങ്കിൽ എന്താണ്? ഹിമാചൽ അല്ലെങ്കിൽ എന്താണ്? ലെസർ ഹിമാലയം എന്നറിയപ്പെടുന്നതാണ് ഈ ബി ആയിട്ട് അടയാളപ്പെടുത്തിയിരിക്കുന്ന ഹിമാചൽ. അല്ലാന്നുണ്ടെങ്കിൽ അവിടെ നമ്മൾ പഠിച്ചത് എന്താണ്? ലെസർ ഹിമാലയം അല്ലെ? ലെസർ ഹിമാലയം. ഓക്കെ, ഇനി നെക്സ്റ്റ് സി എന്ന് അടയാളപ്പെടുത്തിയിരിക്കുന്നത് ഏറ്റവും താഴെയായിട്ട് കാണപ്പെടുന്നുണ്ടല്ലോ, അതാണ് സിവാലിക് എന്നല്ലാന്നുണ്ടെങ്കിൽ നമ്മൾ എന്താ പഠിച്ചത്? എന്താണ്? ഔട്ടർ ഹിമാലയം. അപ്പോൾ ഗ്രേറ്റർ ഹിമാലയം അല്ലെങ്കിൽ ഹിമാദ്രി അല്ലെങ്കിൽ ഗ്രേറ്റ് ഹിമാലയം ട്രാൻസ് ഹിമാലയം കൂടി ചേർന്നതാണ് ഗ്രേറ്റർ ഹിമാലയം. പിന്നെ എന്താണ്? ലെസർ ഹിമാലയം, മധ്യ ഹിമാലയം, ഹിമാചൽ, ഔട്ടർ ഹിമാലയം സിവാലിക് എന്നിങ്ങനെ 3ആയിട്ട് ഡിവൈഡ് ചെയ്യാനായിട്ട് സാധിക്കും. ഇനി എന്താണ് ഹിമാലയത്തിൻ്റെ പ്രാധാന്യം? എന്ന് പറയുന്നതാണ് ഇന്ത്യൻ ഉപഭൂഖണ്ഡത്തിനും മധ്യ കിഴക്കനേഷ്യൻ രാജ്യങ്ങൾക്കുമിടയിൽ ഹിമാലയം ശക്തമായ നീണ്ട മതിൽ പോലെ നിലകൊള്ളുന്നു. എന്താണ് പറയുന്നത്? ഇന്ത്യൻ ഉപഭൂഖണ്ഡത്തിനും മധ്യ കിഴക്കനേഷ്യൻ രാജ്യങ്ങൾക്കുമിടയിൽ ഹിമാലയം ശക്തമായ നീണ്ട മതിൽ പോലെ നിലകൊള്ളുന്നുണ്ട്. കാലാവസ്ഥാപരവും നീരൊഴുക്കുപരവും സാംസ്കാരികവുമായ അതിർത്തി കൂടിയാണ് ഹിമാലയം. ഒരു അതിർത്തി കൂടിയാണ് ഹിമാലയം. ഹിമാലയത്തിൽ തന്നെ വലിയ തോതിൽ പ്രാദേശിക വ്യത്യാസങ്ങളുമുണ്ട്.
ഓക്കെ, അപ്പോൾ ഹിമാലയത്തിൻ്റെ പ്രാധാന്യം എന്താണ്? ഇന്ത്യൻ ഉപഭൂഖണ്ഡത്തിനും മധ്യ കിഴക്കൻ ഏഷ്യൻ രാജ്യങ്ങൾക്കുമിടയിൽ ഹിമാലയം ശക്തമായിട്ടുള്ള നീണ്ട മതിൽ പോലെ നിലകൊള്ളുന്നുണ്ട്. അതുപോലെ കാലാവസ്ഥാപരവും നീരൊഴുക്കുപരവും സാംസ്കാരികവുമായിട്ടുള്ള ഒരു അതിർത്തി കൂടിയാണ് ഹിമാലയം. ഹിമാലയത്തിൽ തന്നെ വലിയ തോതിൽ പ്രാദേശിക വ്യത്യാസങ്ങളുമുണ്ട്. ഇനി ഭൂപ്രകൃതി, പർവ്വതങ്ങളുടെ ക്രമീകരണം, ഭൂരൂപങ്ങൾ എന്നിവയുടെ വ്യത്യാസങ്ങളുടെ അടിസ്ഥാനത്തിൽ ഹിമാലയത്തെ താഴെ പറയുന്ന 5 ഉപവിഭാഗങ്ങളായി തരംതിരിക്കാം. ഏതൊക്കെയാണ്? കാശ്മീർ ഹിമാലയം അല്ലെങ്കിൽ വടക്ക് പടിഞ്ഞാറൻ ഹിമാലയം, പിന്നെ ഹിമാചൽ ഉത്തരാഖണ്ഡ് ഹിമാലയം, ഡാർജിലിംഗ് സിക്കിം ഹിമാലയം, അരുണാചൽ ഹിമാലയം, കിഴക്കൻ കുന്നുകളും പർവ്വതങ്ങളും. എത്ര എണ്ണായിട്ട് ഡിവൈഡ് ചെയ്തു? 5 എണ്ണായിട്ട് ഡിവൈഡ് ചെയ്തു അല്ലേ? ഏതൊക്കെയാണ്? കാശ്മീർ ഹിമാലയം അല്ലെങ്കിൽ വടക്ക് പടിഞ്ഞാറൻ ഹിമാലയം. ഇവിടെ നോക്കി നമുക്ക് പിക്ചറിൽ കാണാനായിട്ട് സാധിക്കുന്നുണ്ടെന്ന് വിചാരിക്കുന്നു. ഇത് നോക്കി, ഈ ഒരു ഭാഗമുണ്ടല്ലോ, ഇതാണ് കാശ്മീർ ഹിമാലയം അല്ലെങ്കിൽ എന്താണ് വടക്ക് പടിഞ്ഞാറൻ ഹിമാലയം എന്ന് പറയുന്നത്. അതിന് തൊട്ട് താഴെയായിട്ട് ഈ ഒരു സൈഡിലായിട്ട് എന്തുണ്ട്? ഹിമാചൽ ഉത്തരാഖണ്ഡ് ഹിമാലയം ഉണ്ട് അല്ലേ? ഹിമാചൽ ഉത്തരാഖണ്ഡ് ഹിമാലയം ഉണ്ട്. പിന്നെ നമുക്കറിയാം ബാക്കി വരുന്നത് മറ്റു അതിർത്തി രാജ്യങ്ങളാണ്. പിന്നെ നോക്കി, ഡാർജിലിംഗ് സിക്കിം ഹിമാലയം, ഈ ഒരു ഭാഗത്താണ് സിക്കിം കാണപ്പെടുന്നത് അല്ലേ? അപ്പോൾ ഡാർജിലിംഗ് സിക്കിം ഹിമാലയം. അതിനുശേഷം നോക്കി, അരുണാചൽ പ്രദേശിൻ്റെ ഭാഗമായിട്ടാണ് അരുണാചൽ ഹിമാലയ വരുന്നത്. അതിനുശേഷം നോക്കി, ഇതാണ് കിഴക്കൻ കുന്നുകളും പർവ്വതങ്ങളും വരുന്നുണ്ട് അല്ലേ? കിഴക്കൻ കുന്നുകളും പർവ്വതങ്ങളും വരുന്നുണ്ട്. ഓക്കെ, അപ്പം എത്രയാണായിട്ട് ഡിവൈഡ് ചെയ്തു മനസ്സിലായല്ലോ? കാശ്മീർ ഹിമാലയം അല്ലെങ്കിൽ വടക്ക് പടിഞ്ഞാറൻ ഹിമാലയം, ഹിമാചൽ ഉത്തരാഖണ്ഡ് ഹിമാലയം, ഡാർജിലിംഗ് സിക്കിം ഹിമാലയം, അരുണാചൽ ഹിമാലയം, കിഴക്കൻ കുന്നുകളും പർവ്വതങ്ങളും. ക്ലിയർ ആണെന്ന് വിചാരിക്കുന്നു. ഇനി ഇതിൽ കാശ്മീർ ഹിമാലയം അല്ലെങ്കിൽ വടക്ക് പടിഞ്ഞാറൻ ഹിമാലയം എന്ന് പറയുമ്പോൾ നമ്മൾ പറഞ്ഞു ഈ ഒരു ഭാഗത്ത് കാശ്മീരിൻ്റെ ഭാഗത്താണ് കാണപ്പെടുന്നത് അല്ലേ? കാശ്മീരിൻ്റെ ഭാഗത്തായിട്ടാണ് ഇവിടെ കാണപ്പെടുന്നത്. ഇതാണ് കാശ്മീർ അല്ലേ? കാശ്മീരിൻ്റെ ഭാഗത്തായിട്ടാണ് ഈ കാശ്മീർ ഹിമാലയം അല്ലെങ്കിൽ എന്ത് കാണപ്പെടുന്നത്? വടക്കും പടിഞ്ഞാറൻ ഹിമാലയം കാണപ്പെടുന്നത് അല്ലേ? ഇവിടെ നോക്കുകയാണെങ്കിൽ ഗ്രേറ്റ് ഹിമാലയം കാണുന്നുണ്ടോ? ഇവിടെ ഗ്രേറ്റ് ഹിമാലയം അല്ലേ? ഗ്രേറ്റ് ഹിമാലയം എന്ന് അടയാളപ്പെടുത്തിയിട്ടുണ്ട് അല്ലേ? ഗ്രേറ്റ് ഹിമാലയത്തിൽ ഏതൊക്കെ വരുന്നു എന്ന് പറഞ്ഞു? ട്രാൻസ് ഹിമാലയം വരുന്നുണ്ടല്ലോ. അതായത് കാരക്കോറവും ലഡാക്കും സസ്കറും ഗ്രേറ്റ് ഹിമാലയത്തിൽ വരുന്നുണ്ടെന്ന് മനസ്സിലായി. അതിന് താഴെയായിട്ട് തൊട്ട് താഴെയായിട്ട് പിർ പാഞ്ചലും അടയാളപ്പെടുത്തിയിട്ടുണ്ട്. അതും കൂടി ഒന്ന് ശ്രദ്ധിച്ച് വെച്ചോ നോക്കൂ കേട്ടോ. കാശ്മീർ എന്ന് പറയുമ്പോൾ, കാശ്മീർ ഹിമാലയം എന്ന് പറയുമ്പോൾ ആ ഒരു ഭാഗം നോക്കുകയാണെന്നുണ്ടെങ്കിൽ ട്രാൻസ് ഹിമാലയം എന്ന് പറയുന്നത് നമ്മുടെ മനസ്സിലേക്ക് വരണം. കാരണം എന്താണ്? ഗ്രേറ്റ് ഹിമാലയ ഉണ്ട് അല്ലേ? ഈ ഗ്രേറ്റ് ഹിമാലയ, അതായത് ഗ്രേറ്റ് ഹിമാലയ എന്ന് പറയുമ്പോൾ ഇതൊക്കെ വരുന്നത് ട്രാൻസ് ഹിമാലയം എന്ന് പറയുമ്പോൾ ഇതൊക്കെയാണ് വരുന്നത്. ഗ്രേറ്റ് ഹിമാലയത്തിൽ ട്രാൻസ് ഹിമാലയം വരുന്നുണ്ടെന്ന് പറഞ്ഞു അല്ലേ? ഈ ട്രാൻസ് ഹിമാലയത്തിൽ ഇതൊക്കെ വരുന്നത് കാരക്കോറം, ലഡാക്ക്, സസ്കർ എന്നിവയാണ്. ഓക്കെ, അപ്പോൾ അതും വരുന്നുണ്ട്. അതിന് തൊട്ട് താഴെയായിട്ട് പിർപ്പാഞ്ചൽ പർവ്വതനിരയും കൂടെ ഇവിടെ അടയാളപ്പെടുത്തിയിട്ടുണ്ട്. അതൊന്ന് ശ്രദ്ധിച്ച് നോക്കാം. ഓക്കെ, നമുക്ക് എന്താണ് കാശ്മീർ ഹിമാലയത്തിലേക്ക് കിടക്കാം. കാരക്കോറം, ലഡാക്ക്, സസ്കർ, പിർ പാഞ്ചൽ എന്നീ പർവ്വതനിരകൾ ഇതിൽ ഉൾപ്പെടുന്നു. ക്ലിയർ ആയല്ലോ എന്തുകൊണ്ടാണ് പിർ പാഞ്ചൽ പറഞ്ഞതെന്നുള്ളത്? അപ്പോൾ കാശ്മീർ ഹിമാലയം എന്ന് പറയുമ്പോൾ നമ്മൾ പറഞ്ഞു ട്രാൻസ് ഹിമാലയം വരുന്നുണ്ട്, അതായത് ഗ്രേറ്റ് ഹിമാലയം വരുന്നുണ്ട്. അപ്പോൾ ഈ ട്രാൻസ് ഹിമാലയത്തിൽ വരുന്നതാണ് ഹിമാദ്രി, ഹിമാചൽ, സിവാലിക്. അപ്പോൾ ഹിമാദ്രിയും ഹിമാചലും സിവാലിക്കും എവിടെ വരുന്നുണ്ട്? ഈ കാശ്മീർ ഹിമാലയത്തിൽ വരുന്നുണ്ട്. പിന്നെ ലോക പ്രശസ്തമായ കാശ്മീർ താഴ്വരയും ദാൽ തടാകവും ഇവിടെ സ്ഥിതി ചെയ്യുന്നുണ്ട്. ഓക്കെ, കാശ്മീർ താഴ്വര നമുക്ക് കാശ്മീർ ഹിമാലയം തന്നെ പറയുമ്പോൾ മനസ്സിലായിരിക്കും അല്ലേ? കാശ്മീർ താഴ്വരയും ദാൽ തടാകവും സ്ഥിതി ചെയ്യുന്നുണ്ട്. ദക്ഷിണേന്ത്യയിലെ പ്രധാനപ്പെട്ട ഹിമാനികളായ സിയാച്ചിൻ, ബോൽതാരോ എന്നിവ ഇവിടെ കാണപ്പെടുന്നു. എന്താണ്? ദക്ഷിണേന്ത്യയിലെ പ്രധാനപ്പെട്ട ഹിമാനികളായിട്ടുള്ള സിയാച്ചിൻ, ബോൽതാരോ എന്നിവ അവിടെ സ്ഥിതി ചെയ്യുന്നു. അതുപോലെ തന്നെ നമുക്കറിയാം അല്ലേ, കുങ്കുമപ്പൂ കൃഷിക്ക് അനുയോജ്യമായിട്ടുള്ള മണ്ണ് ഏതാണ്? കരേവ മണ്ണാണ് അല്ലേ? കരേവ മണ്ണ് കാണപ്പെടുന്ന എവിടെയാണ്? കാശ്മീർ താഴ്വരയിലാണ്. അപ്പോൾ എന്തൊക്കെയാണ് കാശ്മീർ ഹിമാലയത്തെക്കുറിച്ച് നമ്മൾ പഠിച്ചത്? കാരക്കോറം, ലഡാക്ക്, സസ്കർ, തുർപ്പാഞ്ചൽ എന്നിവ കാണപ്പെടുന്നുണ്ട്. കാശ്മീർ താഴ്വര, ദാൽ തടാകം കാണപ്പെടുന്നുണ്ട്. പിന്നെന്താണ്? ഹിമാലയങ്ങളായിട്ടുള്ള സിയാച്ചിനും ബോൽതാരയും ഇവിടെ കാണപ്പെടുന്നുണ്ട്. കരേവ മണ്ണിനും കാണപ്പെടുന്നുണ്ട്. അപ്പോൾ എന്താണ് കരേവ എന്ന് പറയുന്നത്? ഹിമാനി നിക്ഷേപണ ഭൂരൂപമായ മൊറൈനുകളോടൊപ്പമുള്ള ഹിമാനി കളിമണ്ണും മറ്റ് വസ്തുക്കളും ചേർന്ന് രൂപപ്പെടുന്ന കനമേറിയ മണ്ണ് നിക്ഷേപമാണ് കരേവ എന്ന് പറയുന്നത്. എന്താണ് കരേവ എന്ന് വെച്ചാൽ? ഹിമാനി നിക്ഷേപണ ഭൂരൂപമായ മൊറൈനുകളോടൊപ്പമുള്ള ഹിമാനി കളിമണ്ണും മറ്റ് വസ്തുക്കളും ചേർന്ന് രൂപപ്പെടുന്ന കനമേറിയ മണ്ണ് നിക്ഷേപമാണ് കരേവ. കുങ്കുമപ്പൂവ് കൃഷിക്ക് അനുയോജ്യമാണ് കരേവ മണ്ണ്. എന്താണ്? കുങ്കുമപ്പൂവ് കൃഷിക്ക് അനുയോജ്യമാണ് കരേവ മണ്ണ്.
അപ്പം ഹിമാനി നിക്ഷേപണ ഭൂരൂപമായ മൊറൈനുകളോടൊപ്പമുള്ള ഹിമാനി കളിമണ്ണും മറ്റു വസ്തുക്കളും ചേർന്ന് രൂപപ്പെടുന്ന കനമേറിയ മണ്ണ് നിക്ഷേപമാണ് കരേവ മണ്ണ്. ഇത് കുങ്കുമപ്പൂ കൃഷിക്ക് അനുയോജ്യമാണ്. ഈ പ്രദേശത്തെ പ്രധാന ചുരങ്ങൾ ഏതൊക്കെയാണ്? സോജില, ബനിഹാൾ, ഫോട്ടുല, കാർദുംഗ്ല എന്നിവ ഈ പ്രദേശത്തെ പ്രധാന ചുരങ്ങളാണ്. ഏതൊക്കെയാണ്? സോജില, ബനിഹാൾ, ഫോട്ടുല, കാർദുംഗ്ല എന്നിവയാണ് പ്രധാനപ്പെട്ട ചുരങ്ങൾ. ഇന്ത്യയിലെ ഏറ്റവും ഉയരം കൂടിയ കൊടുമുടിയായ മൗണ്ട് K2 സ്ഥിതി ചെയ്യുന്നത് കാരക്കോറാം നിരയിലാണ്. നമ്മൾ പഠിച്ചിട്ടുള്ളതാണ് അല്ലേ? കാരക്കോറാം നിരയിലാണ് മൗണ്ട് K2 സ്ഥിതി ചെയ്യുന്നത്. എപ്പോഴും ചോദിക്കുന്ന ക്വസ്റ്റ്യൻ ആണോ? PYQ ആണ്. ഇനി ശുദ്ധജല തടാകങ്ങൾ ഏതൊക്കെയാണ്? ദാലും വൂളാറുമാണ് ശുദ്ധജല തടാകങ്ങൾ. ഏതാണ്? ദാലും വൂളാറുമാണ് ശുദ്ധജല തടാകങ്ങൾ. ഇനി ലവണജല തടാകങ്ങൾ ഏതാണ്? പാങ്കോങ്സോ, സോമൊരീരി എന്നിവ എന്താണ്? ലവണജല തടാകങ്ങളാണ്. അപ്പോൾ ശുദ്ധജല തടാകങ്ങളാണ് ദാലും വൂളാറും, ലവണജല തടാകങ്ങളാണ് പാങ്കോങ്സായും സോമൊരീരിയും. സിന്ധു നദിയും അതിൻ്റെ പോഷക നദികളായ ചെനാബ്, ജലം എന്നിവയുമാണ് കാശ്മീർ ഹിമാലയത്തിലെ പ്രധാനപ്പെട്ട നദികൾ. അപ്പോൾ നമ്മൾ കഴിഞ്ഞ അടുത്ത ചാപ്റ്റർ ഇതായിരുന്നു, നീരൊഴുക്ക് വ്യൂഹം എന്ന് പറയുന്ന ഒരു ചാപ്റ്റർ ആയിരുന്നു അല്ലേ? അതിൻ്റെ ക്ലാസ് നമ്മൾ ചെയ്തിട്ടുണ്ടായിരുന്നു, റിവിഷൻ ക്ലാസ്സും തന്നിട്ടുണ്ട് കേട്ടോ. അതിൽ നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് സിന്ധുവിൻ്റെ പോഷക നദികളെ കുറിച്ച് പറയുന്നുണ്ട്. അപ്പോൾ സിന്ധു നദിയും അതിൻ്റെ പോഷക നദികളായിട്ടുള്ള ചെനാബും ജലം ചെനാബുമാണ് ഈ കാശ്മീർ ഹിമാലയത്തിൽ കാണപ്പെടുന്ന പ്രധാനപ്പെട്ട നദികൾ. ദൃശ്യ മനോഹാരിതയാലും പ്രകൃതി സുന്ദരമായ ഭൂപ്രകൃതിയാലും അനുഗ്രഹീതമാണ്. പ്രധാന തീർത്ഥാടന കേന്ദ്രങ്ങൾ ഏതൊക്കെയാണ്? വൈഷ്ണവോ ദേവി, അമർനാഥ് ഗുഹ, ചാരാർ ഇ ഷെരീഫ്. പ്രധാനപ്പെട്ട തീർത്ഥാടന കേന്ദ്രങ്ങൾ ഏതൊക്കെയാണ്? വൈഷ്ണവോ ദേവി, അമർനാഥ് ഗുഹ, ചാരാർ ഇ ഷെരീഫ്. ഇനി ശ്രീനഗർ നഗരം ജലം നദിയുടെ തീരത്താണ് സ്ഥിതി ചെയ്യുന്നത്. നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു അല്ലേ? ശ്രീനഗർ നഗരം. ഓക്കെ, ശ്രീനഗറിലൂടെ ഒഴുകുന്ന നദി ഏതാണെന്ന് ചോദിക്കുകയാണെങ്കിൽ ഏതാണ്? ജലമാണ്. ഈ പ്രദേശത്തിൻ്റെ ഏറ്റവും തെക്ക് ഭാഗത്ത് ഡൂണുകൾ എന്നറിയപ്പെടുന്ന ദൈർഘ്യമേറിയ താഴ്വരകൾ കാണപ്പെടുന്നു. ഈ പ്രദേശത്തിൻ്റെ തെക്ക് ഭാഗത്തായിട്ട് ഡൂണുകൾ കാണപ്പെടുന്നുണ്ട്. ഡൂൺ എന്ന് വെച്ചാൽ എന്താർത്ഥം? താഴ്വര എന്നാണ് അല്ലേ? അതിന് എക്സാമ്പിളാണ് ജമ്മു ഡൂണും അതുപോലെ തന്നെ പത്താൻകോട്ട് ഡൂണും. അപ്പോൾ എന്തൊക്കെയാണ് നമ്മളിവിടെ പറഞ്ഞത് കാശ്മീർ ഹിമാലയത്തെ കുറിച്ചിട്ട്? കാരക്കോറം, ലഡാക്ക്, സസ്കർ, പിർപ്പാഞ്ചൽ എന്നീ പർവ്വതനിരകൾ കാണപ്പെടുന്നുണ്ട്. ലോക പ്രശസ്തമായ കാശ്മീർ താഴ്വരയും ദാൽ തടാകവും കൂടെ കാണപ്പെടുന്നുണ്ട്. പ്രധാനപ്പെട്ട ഹിമാനികളായിട്ടുള്ള സിയാച്ചിൻ, ബോൽത്താര കാണപ്പെടുന്നു. കരേവ മണ്ണിനം കാണപ്പെടുന്നു. കുങ്കുമപ്പൂ കൃഷിക്ക് അനുയോജ്യമായിട്ടുള്ള മണ്ണിനമാണത്. പ്രധാനപ്പെട്ട ചുരങ്ങളാണ് സോജില, ബനിഹാൾ, ഫോട്ടുല, കാർദുംഗ്ല എന്നിവ. ഇന്ത്യയിലെ ഏറ്റവും ഉയരം കൂടിയ കൊടുമുടിയായ മൗണ്ട് K2 കാണപ്പെടുന്നത് എവിടെയാണ്? കാരക്കോറാമിലാണ്. ശുദ്ധജല തടാകങ്ങളാണ് ദാലും വൂളാറും. അതുപോലെ തന്നെ ലവണം ജല തടാകങ്ങളാണ് പാങ്കോങ്സോ, സോമരീരി. അതുപോലെ തന്നെ സിന്ധു നദിയും അതിൻ്റെ പോഷക നദികളായിട്ടുള്ള ജലവും ചെനാബും ഈ കാശ്മീർ താഴ്വരയിലാണ് കാണപ്പെടുന്നത്. ഈ ജലം എന്ന് പറയുന്നതിലെ ജലം നദി എന്ന് പറയുന്നത് എവിടെയാണ്? നമ്മുടെ ശ്രീനഗറിലൂടെ ഒഴുകുന്ന നദി കൂടിയാണ് ജലം എന്ന് പറയുന്നത്. പിന്നെ പ്രധാനപ്പെട്ട തീർത്ഥാടന കേന്ദ്രങ്ങൾ ഏതൊക്കെയാണ്? വൈഷ്ണവ ദേവി, അമർനാഥ് ഗുഹ, ചാരാർ ഇ ഷെരീഫാണ്. ഇനി ശ്രീനഗർ നഗരം നമ്മൾ പറഞ്ഞു. ഇനി ഈ പ്രദേശത്തിൻ്റെ ഏറ്റവും തെക്ക് ഭാഗത്ത് ഡൂണുകൾ കാണപ്പെടുന്നുണ്ട്. അതിന് എക്സാമ്പിളാണ് എന്നൊക്കെ പറയുന്നത് ജമ്മു ഡൂണും പത്താൻകോട്ട് ഡൂണും. ക്ലിയർ ആണല്ലോ? ഇനി നെക്സ്റ്റ് ഹിമാചൽ, ഉത്തരാഖണ്ഡ്, ഹിമാലയം. ഉത്തരാഖണ്ഡ് ഹിമാലയത്തിൽ എന്താ പറയുന്നത്? പടിഞ്ഞാറ് രവി നദിക്കും കിഴക്ക് കാളി നദിക്കും ഇടയിലാണ് ഹിമാചൽ, ഉത്തരാഖണ്ഡ്, ഹിമാലയം സ്ഥിതി ചെയ്യുന്നത്. ഈ രവി എന്ന് പറയുന്നത് ഏതിൻ്റെ പോഷക നദിയാണ്? ഏതിൻ്റെയാണ്? സിന്ധു നദിയുടെയാണ് അല്ലേ? ഏതൊക്കെയാണ്? ജലം, ചിനാബ്, രവി, ബിയാസ്, സത്ലജ് എന്നിവയൊക്കെ എന്താണ്? സിന്ധു നദിയുടെ പോഷക നദികളാണ്. അപ്പോൾ സിന്ധു നദിയുടെ പോഷക നദികളിൽ രണ്ടെണ്ണം, അതായത് ജലവും ചിനാബും നമ്മൾ പറഞ്ഞു കാശ്മീർ താഴ്വരയിലാണ്. രവി കാണപ്പെടുന്നത് എവിടെയാണ്? ഹിമാചൽ, ഉത്തരാഖണ്ഡ്, ഹിമാലയത്തിലാണ്. അപ്പോൾ പടിഞ്ഞാറ് രവി നദിക്കും കിഴക്ക് കാളി നദിക്കും ഇടയിലായിട്ടാണ് ഹിമാചൽ, ഉത്തരാഖണ്ഡ്, ഹിമാലയം കാണപ്പെടുന്നത്. സിന്ധു, ഗംഗ എന്നീ രണ്ട് നദീവ്യൂഹങ്ങളാണ് ഈ പ്രദേശത്തെ പ്രധാന നീരൊഴുക്കുകൾ. ഏതൊക്കെയാണ്? സിന്ധു ഉണ്ട്, അതുപോലെ തന്നെ ഗംഗയും ഉണ്ട്. ഓക്കെ, ഹിമാലയത്തിന് ഏറ്റവും വടക്ക് ഭാഗം ലഡാക്ക് ശീത മരുഭൂമിയുടെ തുടർച്ചയാണ്. നമ്മൾ ഹിമാചൽ, ഉത്തരാഖണ്ഡ്, ഹിമാലയം ഇവിടെ കണ്ടല്ലോ അല്ലേ? നോക്കി ഈ ഭാഗത്തെ കുറിച്ചിട്ടാണ് ഇപ്പോൾ നമ്മൾ പറയുന്നത് കേട്ടോ. ഹിമാചൽ, ഇവിടെയാണ് ഹിമാചൽ എന്ന് വരുന്നത് അല്ലേ? ഹിമാചൽ നമുക്കറിയാം, നമ്മുടെ സംസ്ഥാനം നോക്കുകയാണെങ്കിൽ ഹിമാചൽ കാണാൻ വേണ്ടി പറ്റും, ഉത്തരാഖണ്ഡും കാണാൻ പറ്റും അല്ലേ? ഈ രണ്ട് സംസ്ഥാനങ്ങളെന്ന് മനസ്സിൽ വെച്ചാൽ മതി. അതുപോലെ തന്നെ ഇതിന് തൊട്ടടുത്തായിട്ട് എന്ത് വരുന്നുണ്ട്? കാശ്മീറും വരുന്നുണ്ടെന്ന് മനസ്സിലാക്കി വെച്ചിരിക്കാം. ഓക്കെ, അപ്പം സിന്ധു, ഗംഗ എന്നീ രണ്ട് നദീവ്യൂഹങ്ങൾ ഇവിടെ കാണപ്പെടുന്നു എന്ന് പറഞ്ഞു. ഹിമാലയത്തിൻ്റെ ഏറ്റവും വടക്ക് ഭാഗം ലഡാക്ക് ശീത മരുഭൂമിയുടെ തുടർച്ചയാണ്.
ഓക്കെ, ഹിമാചൽ ഹിമാലയ എന്ന് പറയുന്നത് ഇതാണ്. ഇതിൻ്റെ വടക്ക് ഭാഗം എന്ന് പറയുമ്പോൾ ഏതാ വരുന്നത്? ഏത് വടക്ക് ഭാഗം എന്ന് പറയുന്നത് കാശ്മീരല്ലേ വരുന്നത്. അപ്പോൾ എന്തായാലും ഇത് ഈ ലഡാക്കിൻ്റെ ഭാഗമാണെന്ന് നമുക്ക് മനസ്സിലാക്കാം അല്ലേ. അപ്പോൾ അത് വടക്ക് ഭാഗം എന്ന് പറയുന്നത് ലഡാക്ക് ശീത മരുഭൂമിയുടെ തുടർച്ചയാണ്. ഇനി വടക്ക് നിന്ന് തെക്കോട്ട് ഗ്രേറ്റ് ഹിമാലയ നിര, ലെസർ ഹിമാലയ നിര, സിവാലിക് നിര എന്നിങ്ങനെയുള്ള ഹിമാലയത്തിൻ്റെ 3 പ്രധാന പർവ്വതനിരകൾ ഈ വിഭാഗത്തിൽ വ്യക്തമായിട്ട് കാണപ്പെടുന്നു. ഓക്കെ, അതായത് നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഗ്രേറ്റ് ഹിമാലയ നിര എന്ന് വെച്ചാൽ ഏതാണ്? ഹിമാദ്രിയാണ്. ലെസർ ഹിമാലയ നിര എന്ന് വെച്ചാൽ ഏതായിരുന്നു? ഹിമാചലായിരുന്നു. സിവാലിക് നിര എന്ന് പറഞ്ഞു അല്ലേ. ഹിമാചൽ, സിവാലിക്. ഓക്കെ, ഗ്രേറ്റർ ഹിമാലയം, ഇന്നർ ഹിമാലയം, ലെസർ ഹിമാലയം, ഇന്നർ ഹിമാലയം, ഔട്ടർ ഹിമാലയ അല്ലേ, ഗ്രേറ്റ് ഹിമാലയ നിര, അതുപോലെ തന്നെ ലെസർ ഹിമാലയ നിര, ഔട്ടർ ഹിമാലയ നിര അല്ലേ. ഈ 3 കാണാൻ വ്യക്തമായിട്ട് നമുക്ക് എവിടെ കാണാനായിട്ട് സാധിക്കുന്നു എന്ന് പറയുന്നു? ഹിമാചൽ, ഉത്തരാഖണ്ഡ്, ഹിമാലയത്തിൽ. നോക്കിയൊക്കെ കറക്റ്റായിട്ട് ഇവിടെ നമുക്ക് 3 പർവ്വതനിരകൾ ഇവിടെ കാണാനായിട്ട് സാധിക്കുന്നുണ്ടല്ലോ. ഇതാണ് ഏതെന്ന് പറയുന്നത്? ഹിമാചൽ, സിവാലിക് അല്ലെങ്കിൽ ട്രാൻസ് ഹിമാലയം എന്ന് പറയുന്നത് അല്ലേ. അപ്പോൾ ട്രാൻസ് ഹിമാലയം വ്യക്തമായിട്ട് നമുക്ക് ഹിമാചൽ, ഉത്തരാഖണ്ഡ്, ഹിമാലയത്തിൽ കാണാനായിട്ട് സാധിക്കുന്നുണ്ട്. ഇനി പ്രധാന സുഖവാസ കേന്ദ്രങ്ങൾ ഒന്ന് ആലോചിച്ച് നോക്കിയൊക്കെ. ഹിമാചലും ഉത്തരാഖണ്ഡാണ് വരുന്നത്. അപ്പോൾ ഹിമാചലും ഉത്തരാഖണ്ഡിലും നമ്മൾ പഠിച്ചു വെച്ചിട്ടുള്ള പ്രധാനപ്പെട്ട സുഖവാസ കേന്ദ്രങ്ങൾ ഏതൊക്കെയാണ്? ധർമ്മശാല, മുസ്സൂറി, ഷിംല, കൗസാൻ എന്നിവയാണ് അല്ലേ പ്രധാനപ്പെട്ട സുഖവാസ കേന്ദ്രങ്ങൾ. ഏതൊക്കെയാണ്? ധർമ്മശാല, മുസ്സൂറി, അതുപോലെ തന്നെ ഷിംല, കൗസാൻ എന്നിവയാണ്. ഈ പ്രദേശത്തിൻ്റെ 2 ഭൂപ്രകൃതി സവിശേഷതകളാണ് സിവാലിക്കും ഡൂൺ സ്ഥലങ്ങളും. എന്താണ് ഈ പ്രദേശത്തെ 2 ഭൂപ്രകൃതി സവിശേഷതകൾ ഏതൊക്കെയാണ്? സിവാലിക്കും ഡൂൺ സ്ഥലങ്ങളും. ഓക്കെ, അപ്പോൾ ഡൂൺ നമ്മൾ പറഞ്ഞ ഡൂൺ എവിടെ കാണപ്പെടുന്നുണ്ട്? കാശ്മീരും കാണപ്പെടുന്നുണ്ടെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതുപോലെ തന്നെ ഇവിടെ സിവാലിക്ക് കാണപ്പെടുന്നുണ്ട്. ഹിമാചൽ സിവാലിക് ആണല്ലേ, ഇപ്പോൾ സിവാലിക്കും ഇവിടെ കാണപ്പെടുന്നുണ്ട്. ഇനി ഡെറാഡൂണിനടുത്ത് സിവാവല എന്ന സ്ഥലത്തും പരിസര പ്രദേശങ്ങളിലും കാണപ്പെടുന്ന ഭൗമസ്ഥലങ്ങളിൽ നിന്നുമാണ് സിവാലിക് എന്ന പദം രൂപപ്പെട്ടത്. അപ്പോൾ ഈ സിവാലിക് എന്ന് പറയുന്ന പദം രൂപപ്പെടാൻ കാരണമായത് ഡെറാഡൂണിനടുത്ത് സിവാവല എന്ന് പറയുന്ന ഒരു സ്ഥലമുണ്ട്. അതുപോലെ തന്നെ പരിസര പ്രദേശങ്ങളിലൊക്കെ എന്താണ് ഒരു ഭൗമസ്ഥലമുണ്ട് അല്ലേ. അപ്പോൾ ഇതിൽ നിന്നൊക്കെയാണ് ഈ സിവാലിക് എന്ന് പറയുന്ന ഒരു പേര് വരാനായിട്ട് കാരണം. ഇനി പ്രധാനപ്പെട്ട ഡൂണുകൾ ഏതാണ്? ഡെറാഡൂൺ എന്ന് പറയുന്നത് ഏറ്റവും വലുതാണ് അല്ലേ. ഡെറാഡൂൺ ആണ് ഏറ്റവും വലിയ ഡൂണില്ലേ. അപ്പോൾ ഡെറാഡൂൺ, അതുപോലെ തന്നെ ഡെറാഡൂൺ എവിടെയാണ്? ഉത്തരാഖണ്ഡിലാണ് സ്ഥിതി ചെയ്യുന്നത്. അപ്പോൾ നമ്മൾ ഉത്തരാഖണ്ഡും ഹിമാചലാണല്ലോ പറയുന്നത് അല്ലേ. അപ്പോൾ നമുക്ക് പെട്ടെന്ന് കണക്ട് ചെയ്യാനായിട്ട് സാധിക്കും. ഇനി ഹരിക്കെ ഡൂൺ, കോട്ട ഡൂൺ എന്നിവയും പ്രധാനപ്പെട്ട ഡൂണുകളാണ്. ഏതൊക്കെയാണ്? ഡെറാഡൂൺ, ഹരിക്കെ ഡൂൺ, കോട്ടാഡൂണ്. താഴ്വാരങ്ങളിൽ മിക്കവാറും ബോട്ടിയ ഗോത്രവർഗ്ഗക്കാരാണ് അധിവസിക്കുന്നത്. ഏതാരാണ്? ബോട്ടിയ. ഓക്കെ, ഹിമാചൽ, ഉത്തരാഖണ്ഡ്, ഹിമാലയത്തിലാണ് ഏത് ഗോത്രവർഗ്ഗക്കാർ വരുന്നത്? ബോട്ടിയ ഗോത്രവർഗ്ഗക്കാർ വരുന്നത് ഹിമാചൽ, ഉത്തരാഖണ്ഡ്, ഹിമാലയത്തിലാണ്. ഇവർ വേനൽ മാസങ്ങളിൽ ബഗ്യാലുകളിലേക്കും ശൈത്യകാലത്ത് തിരികെ താഴ്വരയിലേക്കും ദേശാടനം നടത്തുന്നു. ഓക്കെ, അപ്പോൾ എന്താ അവിടെ പറയുന്നത്? ഇവർ വേനൽ മാസങ്ങളിലാണെന്നുണ്ടെങ്കിൽ ബഗ്യാൽ വെച്ചാൽ പുൽമേടാണ്. ഓക്കെ, അപ്പോൾ അതായത് ഈ ശൈത്യകാലത്ത് നമുക്ക് എന്താണ് വേനൽക്കാലത്ത് ഈ ചെടികളുള്ള സ്ഥലത്തൊക്കെ പോയിട്ട് ഈ ഇവർക്ക് എന്തായിരിക്കും മറ്റേ മൃഗപരിപാലനമൊക്കെ ഉണ്ടായിരിക്കും. അതായത് ആടുകളൊക്കെ ഉണ്ടായിരിക്കും. അപ്പോൾ അവർക്ക് തീറ്റ കൊടുക്കണം അല്ലേ. അപ്പോൾ അതിനൊക്കെ വേണ്ടിയിട്ട് ഇവർ ബഗ്യാലുകളിലേക്ക് പോകുന്നുണ്ട്. അത് പുൽമേടുകളാണ്. അപ്പോൾ അതിനുശേഷം അവർ തിരികെ എവിടേക്ക് വരുന്നുണ്ട്? താഴ്വരയിലേക്ക് വരും. ശൈത്യകാലത്താകുമ്പോൾ തിരികെ താഴ്വരയിലേക്ക് വരും. അവിടെ നിന്നാണ് ശൈത്യകാലത്ത് എന്ന് പറയുമ്പോൾ എന്തായാലും പുറത്തേക്ക് ഇറങ്ങാൻ പറ്റാത്തൊരവസ്ഥയാണല്ലോ. അത് കാരണം തന്നെ ശൈത്യകാലത്ത് നല്ല തണുപ്പല്ലേ, നന്നായി മഞ്ഞ് മൂടി കിടക്കുന്ന ഒരു സ്ഥലമാണ്. അതിനാൽ തന്നെ ശൈത്യകാലത്ത് തിരികെ താഴ്വരയിലേക്ക് ഇവർ വരും. ശൈത്യകാലത്ത് ഈ ബുഗ്യാൽ മരങ്ങളൊക്കെ മഞ്ഞ് മൂടി കിടക്കുകയാണ് ചെയ്യുക. അതിനാൽ തന്നെ വേനൽക്കാലത്താണ് ഇവർ എങ്ങോട്ട് വരുന്നത്? ബുഗ്യാൽ പുൽമേടുകളിലേക്ക് വരുന്നത്. ഓക്കെ, ഇനി എന്താണ്? പ്രസിദ്ധമായ പൂക്കളുടെ താഴ്വര എവിടെയാണ് സ്ഥിതി ചെയ്യുന്നത്? പൂക്കളുടെ താഴ്വര കാണപ്പെടുന്നത് എവിടെ തന്നെയാണ്? ഉത്തരാഖണ്ഡിലാണ് അല്ലേ, അല്ലെങ്കിൽ ഹിമാചൽ, ഉത്തരാഖണ്ഡ്, ഹിമാലയത്തിലാണ്. ഇനി തീർത്ഥാടന കേന്ദ്രങ്ങൾ ഏതൊക്കെയാണ്? ഗംഗോത്രി, യമുനോത്രി, കേദാർനാഥ്, ബദ്രീനാഥ്, ഹേമകുണ്ട് സാഹിബ്. നമുക്കറിയാം ഉത്തരാഖണ്ഡിൽ കാണപ്പെടുന്ന പ്രധാനപ്പെട്ട തീർത്ഥാടന കേന്ദ്രങ്ങൾ തന്നെയാണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത്. ഗംഗോത്രി, യമുനോത്രി, കേദാർനാഥ്, ബദ്രീനാഥ്, ഹേമകുണ്ട് സാഹിബ്. ഈ പ്രദേശം പ്രസിദ്ധമായ പഞ്ചപ്രയാഗങ്ങളുടെ പേരിലും അറിയപ്പെടുന്നു. നോക്കി, ഈ ഒരു ക്വസ്റ്റ്യൻ ആണല്ലേ നമുക്ക് 10th പ്രിലിംസ് എക്സാമിന് ചോദിച്ചിട്ടുണ്ടായിരുന്നത്. അപ്പം ഈ പ്രദേശം പ്രസിദ്ധമായ പഞ്ചപ്രയാഗങ്ങളുടെ പേരിൽ അറിയപ്പെടുന്നു. ഏത് പ്രദേശത്തെയാണ്? ഹിമാചൽ, ഉത്തരാഖണ്ഡ്, ഹിമാലയത്തെയാണ്. അപ്പോൾ എന്തൊക്കെയാണ് ഹിമാചൽ, ഉത്തരാഖണ്ഡ്, ഹിമാലയത്തെ കുറിച്ച് പറഞ്ഞത്? സ്പീഡിൽ പറഞ്ഞു നോക്കിയേ. പടിഞ്ഞാറ് രവി നദിക്കും കാളി നദിക്കും ഇടയിലാണ് സ്ഥിതി ചെയ്യുന്നത്. അതുപോലെ തന്നെ സിന്ധു, ഗംഗയാണ് പ്രധാനപ്പെട്ട നദികൾ. പിന്നെ വടക്ക് ഭാഗം നോക്കുകയാണെങ്കിൽ ലഡാക്ക് ശീത മരുഭൂമിയുടെ തുടർച്ചയായിട്ടാണ് കാണപ്പെടുന്നത്. പിന്നെ ഇവിടെ നോക്കുകയാണെങ്കിൽ ഹിമാചൽ, സിവാലിക് എന്നിവ കറക്റ്റ് കാണാനായിട്ട് സാധിക്കും. പിന്നെ എന്തൊക്കെയാണ് പ്രധാനപ്പെട്ട സുഖവാസ കേന്ദ്രങ്ങൾ? ഏതൊക്കെയാണ്?
ധർമ്മശാല, മുസ്സോറി, ഷിംല, കൗസാൽ എന്നിവയാണ് 2 ഭൂപ്രകൃതി വിഭാഗങ്ങൾ. നമ്മൾ പറഞ്ഞു സിവാലിക്കും ഡൂണുകളും പറഞ്ഞു. ഏറ്റവും വലിയ ഡൂണായിട്ടുള്ള ഡെറാഡൂണും കോട്ടാഡൂണും ഹരിക്കെ ഡൂണും ഇവിടെ കാണപ്പെടുന്നുണ്ട്. അതുപോലെ തന്നെ ബോട്ടിയ ഗോത്രവർഗ്ഗക്കാരാണ് ഇവിടെ ഉള്ളത്. ഇവർ ബുഗ്യാൽ പുൽമേടുകളിലേക്ക് വേനൽക്കാലത്ത് പോയിട്ട് തിരിച്ച് ശൈത്യകാലത്തേക്ക് സ്വന്തം വീടുകളിലേക്ക് എത്തുന്നുണ്ട് അല്ലേ. പിന്നെ എന്തൊക്കെയാണ് ബോട്ടിയ ഗോത്രവർഗ്ഗക്കാരെന്ന് പറഞ്ഞു. അതുപോലെ തന്നെ പൂക്കളുടെ താഴ്വര എന്നറിയപ്പെടുന്നത് അല്ലേ. പൂക്കളുടെ താഴ്വര എവിടെയാണ് സ്ഥിതി ചെയ്യുന്നത്. അതുപോലെ തന്നെ തീർത്ഥാടന കേന്ദ്രങ്ങളായിട്ടുള്ള ഗംഗോത്രി, യമുനോത്രി, കേദാർനാഥ്, ബദ്രീനാഥ്, അതുപോലെ ഹേമകുണ്ട് സാഹിബും ഇവിടെ സ്ഥിതി ചെയ്യുന്നു. അതുപോലെ തന്നെ ഇവിടെ എന്താണ് പഞ്ചപ്രയാഗങ്ങൾ എന്ന് വെച്ചാൽ നദികളുടെ സംഗമ സ്ഥാനമാണ് അല്ലേ. കർണപ്രയാഗ്, വിഷ്ണു പ്രയാഗ് എന്ന് പറയുന്ന 5 നദികളുണ്ട് അല്ലേ. ഇവയെല്ലാം കൂടിച്ചേർന്ന ഒരു ഭാഗം കൂടിയാണ് ഹിമാചൽ, ഉത്തരാഖണ്ഡ്, ഹിമാലയം. ഓക്കെ, ക്ലിയർ ആണല്ലോ. ഇനി മൂന്നാമത്തെയാണ് ഡാർജിലിംഗ്, സിക്കിം, ഹിമാലയം. അപ്പോൾ ഏത് ഭാഗത്തായിട്ടായിരിക്കും നമ്മൾ നേരത്തെ കണ്ടല്ലോ അല്ലേ. സിക്കിം, ഹിമാലയം കണ്ടല്ലോ അല്ലേ. എവിടെയാണ് കണ്ടത് നോക്കി നോക്കിയേ. ഇതാണ് നമ്മുടെ സിക്കിം എവിടെയാണ് വരുന്നത് അല്ലേ. അപ്പോൾ സിക്കിം, ഹിമാലയം വരുന്നത് ഈ രണ്ട് വരയ്ക്ക് ഇടയിലായിട്ടാണ് ഡാർജിലിംഗ്, സിക്കിം, ഹിമാലയം കാണപ്പെടുന്നത്. ഓക്കെ, പടിഞ്ഞാറ് നേപ്പാൾ ഹിമാലയവും കിഴക്ക് ഭൂട്ടാൻ ഹിമാലയവും അതിരിടുന്നുണ്ട്. അതായത് ആ ഒരു പിക്ചർ കാണുമ്പോൾ തന്നെ നമുക്ക് നോക്കാം. അതായത് ഇവിടെ ആയിട്ടാണ് നമുക്ക് എന്ത് കാണപ്പെടാൻ, നേപ്പാൾ കാണപ്പെടാം അല്ലേ. ഇവിടെ നേപ്പാളും ഉണ്ടായിരിക്കും. അതുപോലെ തന്നെ ഈ ഒരു സൈഡിലായിട്ട് എന്തുണ്ടായിരിക്കും, ഭൂട്ടാനും ഉണ്ടായിരിക്കും അല്ലേ. അതാണ് പറയുന്നത് നേപ്പാളും ഭൂട്ടാൻ ഹിമാലയവുമായിട്ട് അതിരി പങ്കിടുന്നുണ്ടെന്ന് കേട്ടോ. പടിഞ്ഞാറ് നേപ്പാൾ ഹിമാലയവും കിഴക്ക് ഭൂട്ടാൻ ഹിമാലയവുമായിട്ട് അതിരിടുന്നുണ്ട്. ഇനി ദ്രുതഗതിയിൽ ഒഴുകുന്ന നദികളാൽ അറിയപ്പെടുന്നു. അതായത് നമുക്കറിയാം സിക്കിമിൻ്റെ ജീവരേഖ എന്നറിയപ്പെടുന്ന ഇതാണ് തീസ്ത നദിയാണ് അല്ലേ. അപ്പോൾ ഈ തീസ്ത നദി തന്നെയാണ് എന്താണ് ഏറ്റവും സ്പീഡ് കൂടിയിട്ടുള്ള നദിയിൽ ഏറ്റവും വേഗത ഏറിയ നദി ചോദിക്കുകയാണെങ്കിൽ ഇത് തന്നെയാണ് തീസ്ത നദിയാണ്. അപ്പോൾ ദ്രുതഗതിയിൽ ഒഴുകുന്ന നദികളാൽ അറിയപ്പെടുന്നുണ്ട് ഡാർജിലിംഗ്, സിക്കിം, ഹിമാലയം. ഇന്ത്യയിലെ രണ്ടാമത്തെ ഉയരം കൂടിയ കൊടുമുടി ഏതാണ്, കാഞ്ചൻജംഗയാണല്ലോ. കാഞ്ചൻജംഗ എവിടെയാണ് സ്ഥിതി ചെയ്യുന്നത്, സിക്കിമിലാണല്ലോ. അപ്പോൾ കാഞ്ചൻജംഗ സിക്കിമിലാണെന്ന് ണ്ടെങ്കിൽ ഡാർജിലിംഗ്, സിക്കിം, ഹിമാലയത്തിലാണ് ഈ കാഞ്ചൻജംഗ കാണപ്പെടുന്നത്. ഈ പ്രദേശത്തിന്റെ ഉയർന്ന ഭാഗങ്ങളിൽ ലാപ്ച ഗോത്രവർഗ്ഗക്കാരാണ് അധിവസിക്കുന്നത്. ഈ പ്രദേശത്തിന്റെ ഭൂമിശാസ്ത്രപരമായിട്ടുള്ള അനുകൂല സാഹചര്യങ്ങൾ കണക്കിലെടുത്ത് ബ്രിട്ടീഷുകാർ തേയിലത്തോട്ടങ്ങൾ സ്ഥാപിച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ ഇവിടെ ദുവാർ സ്ഥലങ്ങൾ കാണപ്പെടുന്നു. എന്താണ് ദുവാർ സ്ഥലങ്ങൾ എന്ന് വെച്ചാൽ എക്കൽ പ്രളയ സമതലത്തെയാണ് ദുവാർ സ്ഥലങ്ങൾ എന്ന് പറയുന്നത്. എക്കൽ പ്രളയ സമതലത്തെയാണ് ദുവാർ സ്ഥലങ്ങൾ എന്ന് പറയപ്പെടുന്നത്. അപ്പോൾ ഡാർജിലിംഗ്, സിക്കിം, ഹിമാലയം എന്താണ് വിസ്തൃതി കുറവാണെന്ന് പറഞ്ഞു. അതുപോലെ തന്നെ നമ്മൾ ആ ഒരു പിക്ചറിലെല്ലാം കണ്ടതല്ലേ ഭയങ്കര വിസ്തൃതി കുറവാണ്. അതുപോലെ തന്നെ പടിഞ്ഞാറ് നേപ്പാൾ ഹിമാലയമുണ്ട്, കിഴക്ക് ഭൂട്ടാൻ ഹിമാലയമുണ്ട്. അതുപോലെ തന്നെ അതായത് നല്ല സ്പീഡിൽ ഒഴുകുന്ന നദികളുണ്ട് അല്ലേ. അതായത് തീസ്തയാണെന്ന് എക്സാമ്പിൾ വരുന്നത്. അതുപോലെ തന്നെ ഏറ്റവും ഇന്ത്യയിലെ രണ്ടാമത്തെ ഉയരം കൂടിയ കൊടുമുടിയായിട്ടുള്ള കാഞ്ചൻജംഗ സ്ഥിതി ചെയ്യുന്നത് എവിടെയാണ്, സിക്കിമിലാണ്. അപ്പോൾ അതിനാൽ തന്നെ ഈ ഡാർജിലിംഗ്, സിക്കിം, ഹിമാലയത്തിലാണ് കാണപ്പെടുന്നത്. ഇവിടെ ലാപ്ച ഗോത്രവർഗ്ഗക്കാരുണ്ട്. അതുപോലെ തന്നെ തേയിലത്തോട്ടങ്ങളൊക്കെ ബ്രിട്ടീഷുകാർ സ്ഥാപിച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ എന്താണ് ദുവാർ സ്ഥലങ്ങൾ, അതായത് എക്കൽ പ്രളയ സമതലം കാണപ്പെടുന്നുണ്ട്. നെക്സ്റ്റ് അരുണാചൽ ഹിമാലയം, നാലാമത്തെയാണ് അരുണാചൽ ഹിമാലയം ഓർമ്മയുണ്ടല്ലോ പിക്ചർ കണ്ടോ. ഈ 4 അടയാളപ്പെടുത്തിയിട്ടുള്ളതാണ് അരുണാചൽ ഹിമാലയം കേട്ടോ. അരുണാചൽ ഹിമാലയം ഈ ഒരു ഭാഗത്തായിട്ടാണ് അരുണാചൽ ഹിമാലയം കാണപ്പെടുന്നത്. ഭൂട്ടാൻ ഹിമാലയത്തിൻ്റെ കിഴക്ക് മുതൽ കിഴക്ക് ദിഫു ചുരം വരെ വ്യാപിച്ചു കിടക്കുന്നു. ഭൂട്ടാൻ ഹിമാലയം അതിൻ്റെ കിഴക്ക് ഭാഗത്തായിട്ടാണ് ഭൂട്ടാൻ ഹിമാലയം വരുന്നത് അല്ലേ. അപ്പോൾ ഭൂട്ടാൻ ഹിമാലയത്തിൻ്റെ കിഴക്ക് മുതൽ കിഴക്ക് ദിഫു ചുരം വരെ വ്യാപിച്ചു കിടക്കുന്നു. പ്രധാനപ്പെട്ട കൊടുമുടികൾ ഏതൊക്കെയാണ്, കങ്തു, നം, ചബർവ എന്നിവയാണ്. കങ്തു, നം, ചബർവയാണ് ഇവിടുത്തെ പ്രധാനപ്പെട്ട കൊടുമുടികൾ. നദികൾ കമിങ്, സുബൻസിരി, ദിഹാങ്, ദിബാങ്, ലൂഹിത് എന്നിവയാണ്. അരുണാചൽ ഹിമാലയത്തിലെ പ്രധാനപ്പെട്ട നദികൾ ഏതൊക്കെയാണ്, കമിങ്, സുബൻസിരി, ദിഹാങ്, ദിബാങ്, ലൂഹിത് എന്നിവയാണ്. ഇനി പ്രധാനപ്പെട്ട ഗോത്രവർഗ്ഗങ്ങൾ, അരുണാചൽ ഹിമാലയത്തിലാണ് കൂടുതലായിട്ട് ഗോത്രവർഗ്ഗങ്ങൾ കാണപ്പെടുന്നത്. മോംബ, ദഫ്ല, അബോർ, മിഷ്മി, നിഷി, നാഗന്മാർ എന്നിവയാണ് പ്രധാനപ്പെട്ട ഗോത്രവർഗ്ഗങ്ങൾ. മോൻബ, ദഫ്ല, അബോർ, മിഷ്മി, നിഷി, നാഗന്മാർ എന്നിവയാണ് അരുണാചൽ ഹിമാലയത്തിലെ പ്രധാനപ്പെട്ട ഗോത്രവർഗ്ഗങ്ങൾ. ഇനി മിക്ക ഗോത്ര സമൂഹങ്ങളും ജോമിങ് കൃഷിരീതി പിന്തുടരുന്നുണ്ട്. ജോമിങ് കൃഷിരീതി എന്ന് വെച്ചാൽ വെട്ടിച്ചൂട്ട് കൃഷി അല്ലെങ്കിൽ സ്ഥാനാന്തര കൂട്ടുകൃഷിയാണ് ജോമിങ് കൃഷി എന്ന് പറയുന്നത്. അപ്പോൾ ജോമിങ് കൃഷി നമുക്കറിയാം ആസാം മേഖലയിലൊക്കെയാണ് കൂടുതലായിട്ട് ജൂമിങ് ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ ഭൂട്ടാൻ ഹിമാലയത്തിൻ്റെ കിഴക്ക് മുതൽ കിഴക്ക് ദിഫു ചുരം വരെയാണ് ഇത് വ്യാപിച്ചു കിടക്കുന്നത്. പ്രധാനപ്പെട്ട കൊടുമുടികൾ ഏതൊക്കെയാണ്, കങ്തു, നം, ചബർവ എന്നിവയാണ്. നദികൾ ചോദിക്കുകയാണെങ്കിൽ കമങ്, സുബൻസിരി, ദിഹാങ്, ദിബാങ്, ലൂഹിതാണ്. ഇനി പ്രധാനപ്പെട്ട ഗോത്രവർഗ്ഗങ്ങൾ മോംബ, ദഫ്ല, അബൂർ, മിഷ്മി, നിഷി, നാഗന്മാർ. പിന്നെ ജൂമിങ് കൃഷിരീതിയാണ് ഈ മിക്ക ഗോത്ര സമൂഹങ്ങളും പിന്തുടരുന്നത്. നെക്സ്റ്റ് നോക്കുകയാണെന്നുണ്ടെങ്കിൽ കിഴക്കൻ കുന്നുകളും പർവ്വതങ്ങളാണ്. ഈ 5 അടയാളപ്പെടുത്തിയിട്ടുള്ളതാണ് കിഴക്കൻ കുന്നുകളും പർവ്വതങ്ങളും. ക്ലിയർ ആണല്ലോ അല്ലേ. ഈ ഒരു ഭാഗത്തുള്ള സംസ്ഥാനങ്ങളൊക്കെ ഒന്ന് ആലോചിച്ച് വെച്ചിരിക്കുക.
വടക്ക് നിന്നും തെക്ക് ദിശയിലേക്കാണ് ഇവ വിന്യസിക്കപ്പെട്ടിരിക്കുന്നത്. നമ്മൾ കണ്ടില്ലേ, ഒരു സൈഡിലായിട്ടാണ് കാണപ്പെടുന്നത് അല്ലേ. ഇപ്പോൾ വടക്ക് നിന്നും തെക്കോട്ടാണ് കാണപ്പെടുന്നത്. ഇവ വിവിധ പ്രാദേശിക പേരുകളിൽ അറിയപ്പെടുന്നുണ്ട്. അതായത് നമുക്കറിയാം, ആ ഒരു ഭാഗത്ത് നോക്കുകയാണെന്നുണ്ടെങ്കിൽ മേഘാലയ വരുന്നുണ്ട്, അതുപോലെ തന്നെ നാഗാലാൻഡ് വരുന്നുണ്ട്, മണിപ്പൂർ വരുന്നുണ്ട് അല്ലേ. അപ്പോൾ നമുക്ക് ഇവയെല്ലാം കൂടിയിട്ട് ആ പേരുകളെല്ലാം കൂടി ചേർത്തിട്ടുള്ള പേരായിരിക്കും ഈ കിഴക്കൻ കുന്നുകൾ അറിയപ്പെടുന്നുണ്ടായിരിക്കും. അതായത് വടക്ക് പട്കായ്ബം കുന്നുകൾ, നാഗാ കുന്നുകൾ, മണിപ്പൂർ കുന്നുകൾ എന്നും തെക്ക് മിസോ അല്ലെങ്കിൽ ലൂഷായ് കുന്നുകൾ എന്ന് അറിയപ്പെടുന്നുണ്ട്. ഒന്ന് ജസ്റ്റ് ആലോചിച്ച് വെച്ചിരുന്നാൽ മതി. ആ ഒരു ഭാഗത്താണ് മിസോറാം കാണപ്പെടുന്നത്, മണിപ്പൂർ, നാഗാലാൻഡ് ഒക്കെ കാണപ്പെടുന്നത് അല്ലേ. അപ്പോൾ ജസ്റ്റ് ഒന്ന് അതുമായിട്ട് കണക്ട് ചെയ്തിട്ടുള്ള ഏതെങ്കിലും ഒരു പേരുകളായിരിക്കുമല്ലോ. അപ്പോൾ വടക്ക് പട്കായ്ബം, നാഗാ കുന്നുകൾ, മണിപ്പൂർ കുന്നുകൾ എന്നും തെക്ക് മിസോ അല്ലെങ്കിൽ ലൂഷായ് കുന്നുകൾ എന്ന പേരിലും ഇത് അറിയപ്പെടുന്നുണ്ട്. ഇനി മണിപ്പൂരിലെയും മിസോറാമിലെയും പ്രധാനപ്പെട്ട നദിയാണ് ബരക്ക് നദി. പ്രധാനപ്പെട്ട നദിയാണ് അല്ലേ. മണിപ്പൂരിലെയും മിസോറാമിലെയും പ്രധാനപ്പെട്ട നദി ഏതാണ്? ബരക്ക് നദിയാണ്. എല്ലാ ഭാഗവും മലകളാൽ ചുറ്റപ്പെട്ട വിശാലമായ ലോക്തക് തടാകം ഇവിടെ കാണപ്പെടുന്നു. എന്താണ്? എല്ലാ ഭാഗവും മലകളാൽ ചുറ്റപ്പെട്ട വിശാലമായ ലോക്തക് തടാകം ഇവിടെ കാണപ്പെടുന്നു. ലോക്തക് തടാകമാണ് എന്താ എല്ലാ വർഷവും ചോദിക്കാറുണ്ട് കേട്ടോ. എല്ലാ വർഷവും മലകളാൽ ചുറ്റപ്പെട്ട തടാകം ഏതാണ്? ലോക്തക് തടാകമാണ്. ഇനി മിസോറാമിനെ മൊളാസിസ് തടം എന്നറിയപ്പെടുന്നുണ്ട്. ഈ ഒരു ക്വസ്റ്റ്യൻ കണ്ടോ? ഈ ഒരു ക്വസ്റ്റ്യൻ കണ്ടിട്ടുണ്ടായിരുന്നോ? സ്റ്റേജ് 1 എക്സാം എഴുതിയൊരു കണ്ടിട്ടുണ്ടായിരിക്കും അല്ലേ. മിസോറാം മൊളാസിസ് തടം എന്നറിയപ്പെടുന്നത് ഇതാണ്. മിസോറാം സംസ്ഥാനമാണ്. മൃദുവായതും ദൃഢീകരിക്കാത്തതുമായിട്ടുള്ള നിക്ഷേപങ്ങളാൽ രൂപപ്പെട്ടതാണ് ഈ മൊളാസിസ് തടം എന്ന് പറയുന്നത്. ക്ലിയർ ആണല്ലോ. അപ്പോൾ എന്താ നമ്മളിവിടെ പറഞ്ഞത്? കിഴക്കൻ കുന്നുകളും പർവ്വതങ്ങളും വടക്ക് നിന്ന് തെക്ക് ദിശയിലേക്കാണ്. അതുപോലെ തന്നെ വിവിധ പ്രാദേശിക പേരുകളിൽ അറിയപ്പെടുന്നുണ്ട്. വടക്ക് പട്കായ്ബം, നാഗാ കുന്നുകൾ, മണിപ്പൂർ കുന്നുകൾ എന്നും അതുപോലെ തന്നെ തെക്ക് മിസോ അല്ലെങ്കിൽ ലൂഷായ് കുന്നുകൾ എന്ന പേരിൽ അറിയപ്പെടുന്നുണ്ട്. മണിപ്പൂരിലെയും മിസോറാമിലെയും പ്രധാനപ്പെട്ട നദി ഏതാണ്? ബരക്ക് നദിയാണ്. എല്ലാ ഭാഗവും മലകളാൽ ചുറ്റപ്പെട്ട വിശാലമായ ലോക്തക് തടാകം ഇവിടെ കാണപ്പെടുന്നു. മിസോറാം മൊളാസിസ് തടം എന്ന് അറിയപ്പെടുന്നു. ഓക്കെ, ക്ലിയർ ആണല്ലോ. അപ്പോൾ ഇത്രയുമാണ് നമുക്ക് പ്രധാനമായിട്ടും പഠിച്ചു വെച്ചിരിക്കേണ്ട വടക്ക് കാശ്മീർ ഹിമാലയം അല്ലെങ്കിൽ വടക്ക് പടിഞ്ഞാറൻ ഹിമാലയം വരുന്നത്. ഓക്കെ, ഇനി ഇത് വീണ്ടും ഞാൻ റിപ്പീറ്റ് ചെയ്യുന്നില്ല കേട്ടോ. കാശ്മീർ ഹിമാലയം നമ്മൾ പഠിച്ചതാണ്. എന്താണ്? കരക്കുറം, ലഡാക്ക്, സസ്കർ വഴി കാണപ്പെടുന്നുണ്ട്. ഹിമാചൽ, ഉത്തരാഖണ്ഡ് ഹിമാലയം എന്ന് പറയുമ്പോൾ രവി നദിക്കും കാളി നദിക്കും ഇടയിലായിട്ടാണ്. ഡാർജിലിംഗ്, സിക്കിം ഹിമാലയം എന്താണ്? പടിഞ്ഞാറ് നേപ്പാൾ ഹിമാലയവും കിഴക്ക് ഭൂട്ടാൻ ഹിമാലയവും ഒക്കെ ഉണ്ട്. അരുണാചൽ ഹിമാലയം ആണെങ്കിലോ ഭൂട്ടാൻ ഹിമാലയത്തിന് കിഴക്ക് മുതലാണ് കാണപ്പെടുന്നത്. കിഴക്കൻ കുന്നുകളും പർവ്വതങ്ങളും എന്ന് വെച്ചാൽ ഒരു ഭാഗം നാഗാ കുന്നുകളും പട്കായ്ബം കുന്നുകളൊക്കെ അവിടെ കാണപ്പെടുന്നുണ്ട്. ഓക്കെ, ഇനി നെക്സ്റ്റ് വരുന്നത് വടക്കൻ സമതലങ്ങളാണ്. അല്ലെങ്കിൽ എന്താണ് നമ്മൾ പഠിച്ചിട്ടുള്ളത്? ഉത്തര മഹാസമതലങ്ങൾ എന്ന് പഠിച്ചിട്ടുണ്ടായിരിക്കും അല്ലേ. സിന്ധു, ഗംഗ, ബ്രഹ്മപുത്ര എന്നീ നദികൾ വഹിച്ചു കൊണ്ടുവരുന്ന അവസാദങ്ങൾ നിക്ഷേപിക്കപ്പെട്ട് രൂപം കൊണ്ടവയാണ് വടക്കൻ സമതലങ്ങൾ. അപ്പോൾ വടക്കൻ സമതലങ്ങൾ എന്ന് വെച്ചാൽ എന്താണ്? സിന്ധു, ഗംഗ, ബ്രഹ്മപുത്ര. നമുക്കറിയാം സിന്ധു, ഗംഗ, ബ്രഹ്മപുത്ര നദികൾ അറിയാലോ. ഈ നദികളെല്ലാം വഹിച്ചു കൊണ്ടുവരുന്ന എക്കൽ നിക്ഷേപങ്ങൾ രൂപപ്പെട്ടിട്ടാണ് എന്ത് രൂപപ്പെട്ടിട്ടുള്ളത്? വടക്കൻ സമതലങ്ങൾ രൂപപ്പെട്ടിട്ടുള്ളത് അല്ലേ. അപ്പോൾ അവിടെ എന്താണ്? എക്കൽ നിക്ഷേപം അല്ലെ, എക്കൽ മണ്ണ് അവിടെ കൂടുതലായിട്ട് കാണപ്പെടുന്നു എന്ന് ജസ്റ്റ് ഒന്ന് ആലോചിച്ച് വെച്ചിരിക്കാം. ഇനി കിഴക്ക് നിന്നും പടിഞ്ഞാറ് വരെ ഏകദേശം 3200 കിലോമീറ്റർ വരെ വ്യാപിച്ചു കിടക്കുന്നു. ഈ ഭാഗമാണ് ഉത്തര മഹാസമുദ്രം എന്ന് പറയുന്നത് കേട്ടോ. അപ്പോൾ ഈ ഒരു ഭാഗത്തെ കുറിച്ച് പറയുകയാണെന്നുണ്ടെങ്കിൽ കിഴക്ക് നിന്ന് പടിഞ്ഞാറ് വരെ ഏകദേശം 3200 കിലോമീറ്റർ വരെയാണ് നീളം വരുന്നത്. ശരാശരി വീതി നോക്കുകയാണെങ്കിലോ 150 മുതൽ 300 കിലോമീറ്റർ വരെയാണ്. അപ്പോൾ വടക്കൻ സമതലങ്ങളെ കുറിച്ച് പറയുകയാണെന്നുണ്ടെങ്കിൽ കിഴക്ക് നിന്ന് പടിഞ്ഞാറോട്ട് നോക്കുകയാണെന്നുണ്ടെങ്കിൽ 3200 കിലോമീറ്റർ വരെയാണ് വ്യാപിച്ചു കിടക്കുന്ന. വീതിയാണെങ്കിൽ 150 മുതൽ 300 കിലോമീറ്റർ വരെയാണ്. എക്കൽ നിക്ഷേപത്തിൻ്റെ പരമാവധി കനം 1000 മുതൽ 2000 മീറ്റർ വരെയാണ്. എക്കൽ നിക്ഷേപം ഇവിടെ ഉണ്ടെന്ന് നന്നായി പറഞ്ഞു അല്ലേ. അപ്പോൾ അതിൽ 1000 മുതൽ 2000 മീറ്റർ വരെയാണ് കനം വരുന്നത്. ഇനി വടക്കൻ സമുദ്രങ്ങളെ നമുക്ക് 3ആയിട്ട് ഡിവൈഡ് ചെയ്യാം. ബാബർ, തറായ്, എക്കൽ സമുദ്രങ്ങൾ എന്ന്. ഓക്കെ, അപ്പോൾ ഇവിടെ എന്താ പഠിച്ചത്? വടക്കൻ സമുദ്രങ്ങൾ എന്ന് വെച്ചാൽ സിന്ധു, ഗംഗ, ബ്രഹ്മപുത്ര നദികൾ വഹിച്ചു കൊണ്ടുവരുന്ന ഈ എക്കൽ നിക്ഷേപം അല്ലേ. എക്കൽ നിക്ഷേപിച്ച് രൂപം കൊണ്ടിട്ടുള്ളവയാണ് ഈ സമതലങ്ങൾ. അതുപോലെ തന്നെ കിഴക്ക് നിന്ന് പടിഞ്ഞാറോട്ട് നോക്കുകയാണെങ്കിൽ 3200 കിലോമീറ്റർ ആണ്. വീതി നോക്കുകയാണെങ്കിൽ 150 മുതൽ 300 കിലോമീറ്റർ വരെയാണ്. ഇനി എക്കൽ നിക്ഷേപത്തിന് കനം ചോദിക്കുകയാണെങ്കിൽ 1000 മുതൽ 2000 മീറ്റർ വരെയാണ്. വടക്കൻ സമതലത്തിൽ നമുക്ക് 3 പ്രധാന മേഖലകളായിട്ട് തരംതിരിക്കാനായിട്ട് പറ്റും. ബാബർ, തറായ്, എക്കൽ സമതലങ്ങളെന്ന്. അതിലെ എക്കൽ സമതലങ്ങളിൽ വരുന്നവയാണ് കാദറും ബംഗാറും. അപ്പോൾ ഇത് നമുക്ക് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഇതാണ് സിവാലിക് എന്നുണ്ടെങ്കിൽ നോക്കി, ഇത് നമ്മൾ സിവാലിക് എന്ന് വിചാരിക്കും. ഈ സിവാലിക്കിന് തൊട്ട് താഴെയായിട്ടാണ് എന്ത് കാണപ്പെടാം? ബാബർ കാണപ്പെടാം. ഈ ബാബറിൽ എന്തുണ്ടായിരിക്കും? കുറേ കല്ലുകളും അതുപോലെ തന്നെ പാറകളൊക്കെ ഉണ്ടായിരിക്കും. അതിനാൽ തന്നെ അവിടെ നമുക്ക് നദി കാണാനായിട്ട് പറ്റില്ല. കാരണം ഈ നദി ഇതിൻ്റെ അടിയിലായിട്ട് പോയിട്ടുണ്ടാകും അല്ലേ. കല്ലുകളും പാറകളൊക്കെ നദികൾ കൊണ്ട്, അതായത് ഈ സിന്ധു, ഗംഗ, ബ്രഹ്മപുത്ര നദികളൊക്കെ ഇങ്ങനെ നദികളിങ്ങനെ ഒഴുകുമ്പോൾ എന്ത് സംഭവിക്കുകയാണ്? ഈ പാറകളുമേലൊക്കെ എന്താണ്? അപരദനം സംഭവിക്കുകയാണ്. അപരദനം സംഭവിച്ചാൽ പൊട്ടി ഇങ്ങനെ വരാണല്ലേ. അപ്പോൾ അങ്ങനെ കുറേ ഇങ്ങനെ അപരദനം സംഭവിക്കും. എന്ത് സംഭവിക്കും? ഈ കല്ലുകളും പാറകളും ഒക്കെ
ഇങ്ങനെ ഉരുണ്ട് വീഴും. ഓക്കെ, അപ്പോൾ അങ്ങനെ ഉരുണ്ട് വീണിട്ട് ഈ ഒരു ഭാഗത്തെയാണ് ബാബർ എന്ന് പറയുന്നത്. ഓക്കെ, ഇതാണ് ബാബർ എന്ന് പറയുന്നത്. അതിന് തൊട്ട് താഴെയായിട്ട് നോക്കുകയാണെങ്കിൽ ഇവിടെ ടെറായി കാണപ്പെടാം. ഈ ടെറായി എന്ന് വെച്ചാൽ അവിടെ എന്താണ് കൂടുതലും ഈ പുല്ലുകളാണ് ഉണ്ടാവുക. ഓക്കെ, ഈ പുല്ലുകളും അതുപോലെ തന്നെ ചതുപ്പ് നിലങ്ങളൊക്കെയാണ് ഇവിടെ കാണപ്പെടാം. അപ്പോൾ അവിടെ എന്തുണ്ടായിരിക്കും, വെള്ളം വീണ്ടും വരാണ് അല്ലേ. ഇവിടെ നമുക്ക് നദി കാണാൻ പറ്റില്ല. അപ്പോൾ നദികൾ അപ്രത്യക്ഷമായിട്ടുള്ള സ്ഥലം ചോദിക്കുകയാണെങ്കിൽ ബാബറാണ്. എന്നാൽ ടെറായി എന്ന് പറയുമ്പോൾ എന്താണ്, ടെറായി എന്ന് പറയുമ്പോൾ ആ ഒരു ഭാഗത്ത് എന്തുണ്ടായിരിക്കും, ഈ വെള്ളം ഉണ്ടായിരിക്കില്ലേ, വെള്ളക്കെട്ടുകളൊക്കെ കാണപ്പെടുന്ന സ്ഥലമാണ്. അതിനുശേഷം വരുന്നതാണ് അങ്ങനെ നദിയൊക്കെ ഒഴുകി ഇവിടെ വെള്ളം ഉണ്ടെന്ന് പറഞ്ഞു. ഈ അതിനുശേഷം താഴെ കാണപ്പെടുന്നതാണ് കാദറും ബംഗാറും, അതായത് മണ്ണ്. ഓക്കെ, ഈ കാദറും ബംഗാറും എന്ന് വെച്ചാൽ കാദർ എന്ന് വെച്ചാൽ പുതിയ മണ്ണും ബംഗാർ എന്ന് വെച്ചാൽ പഴയ മണ്ണുമാണ്. ഓക്കെ, അപ്പോൾ അതാണ് ഇവിടെ പറയുന്നത്. നോക്കാം. അപ്പോൾ എന്താണ് ബാബർ എന്ന് വെച്ചാൽ സിവാലിക് മലയടി വാരത്തിന് സമാന്തരമായി ചെരിവ് അവസാനിക്കുന്നിടത്ത് നിന്നും ആരംഭിക്കുന്നു. സിവാലിക്കിന് താഴെയായിട്ടാണ് ഈ ബാബർ ആരംഭിക്കുന്നത് അല്ലേ. സിവാലിക് എന്ന് വെച്ചാൽ നമ്മൾ പറഞ്ഞു ഈ ഒരു ഭാഗത്തായിട്ടാണ് സിവാലിക് കാണപ്പെടുന്നത് അല്ലേ. സിവാലിക് കാണപ്പെടുന്ന ഈ ഒരു ഭാഗത്തായിട്ടാണ്, അതിന് താഴെയായിട്ടാണ് എക്കൽ സമതലങ്ങൾ കാണപ്പെടുന്നത്. ഓക്കെ, അപ്പോൾ ചെരിവ് അവസാനിക്കുന്നിടത്തിൽ സിവാലിക്കിൻ്റെ താഴെയായിട്ടാണ് എന്ത് കാണപ്പെടുന്നത്, ഈ ബാബർ കാണപ്പെടുന്നത്. 8 മുതൽ 10 കിലോമീറ്റർ വരെ വിസ്തൃതിയുള്ള ഇടുങ്ങിയ ഭൂഭാഗമാണ്. ഇനി പർവ്വതത്തിൽ നിന്നും വരുന്ന നദികൾ ഭാരമേറിയ ഉരുളൻ പാറകളും കല്ലുകളും ബാബറിൽ നിക്ഷേപിക്കുന്നു. നമ്മൾ പറഞ്ഞു അല്ലേ, പർവ്വതത്തിൽ നിന്ന് വരുന്ന നദികൾ ഭാരമേറിയിട്ടുള്ള ഉരുളൻ പാറകളും കല്ലുകളും ഇവിടെ നിക്ഷേപിക്കുന്നു. അതിനാൽ തന്നെ ഈ മേഖലയിൽ നദികൾ അപ്രത്യക്ഷമാകുന്നു. അപ്പോൾ എന്താണ് ബാബർ എന്ന് വെച്ചാൽ സിവാലിക്കിന് താഴെയായിട്ടാണ് കാണപ്പെടുന്നത്. 8 മുതൽ 10 കിലോമീറ്റർ വരെ വിസ്തൃതിയുള്ള ഭൂഭാഗമാണ്. പർവ്വതത്തിൽ നിന്ന് വരുന്ന നദികൾ ഭാരമേറിയ ഉരുളൻ പാറകളും കല്ലുകളും ബാബറിൽ നിക്ഷേപിക്കുന്നുണ്ട്. ഈ മേഖലയിൽ നദികൾ അപ്രത്യക്ഷമാകുന്നു. നെക്സ്റ്റ് ടെറായി നോക്കുകയാണെങ്കിൽ നമ്മൾ ടെറായി അല്ലെങ്കിൽ എന്താ ടെറായി എന്നാണ് പറയുക അല്ലേ. ടെറായി എന്ന് ചോദിക്കുകയാണെന്നുണ്ടെങ്കിൽ ബാബറിന് തെക്കായിട്ടാണ് ഈ ഒരു മേഖല സ്ഥിതി ചെയ്യുന്നത്. ബാബറിന് തെക്കായിട്ടാണ് ടെറായി കാണപ്പെടുന്നത്. അതും 10 മുതൽ 20 കിലോമീറ്റർ വരെയാണ് വീതി വരുന്നത്. നേരത്തെ നമ്മൾ പറഞ്ഞത് 8 മുതൽ 10 കിലോമീറ്റർ വരെയാണ് ബാബർ പറഞ്ഞത്. ടെറായി എന്ന് വെച്ചാൽ അതിൻ്റെ കണ്ടിന്യൂഷൻ അല്ലേ, 10 മുതൽ 20 കിലോമീറ്റർ വരെയാണ് വീതി വരുന്നത്. മിക്ക അരുവികളും നദികളും കൃത്യമായ ചാലുകളില്ലാതെ ഈ മേഖലയിൽ പുനർജനിക്കുന്നു. നദികളൊക്കെ പുനർജനിക്കുന്നുണ്ട്. അതുകൊണ്ട് തറായ് എന്നറിയപ്പെടുന്ന വെള്ളക്കെട്ടുള്ള ചതുപ്പ് നിലങ്ങൾ ഇവിടെ രൂപം കൊള്ളുന്നു. ഇവിടെ എന്താണ്, വെള്ളക്കെട്ടുള്ള ചതുപ്പ് നിലങ്ങൾ കാണപ്പെടുന്നു. ഇവിടെ നദികൾ വീണ്ടും കാണപ്പെടാൻ പുനർജനിക്കുകയാണ് ചെയ്യുന്നത്. ഈ പ്രദേശത്തെ സമ്പുഷ്ടമായ നൈസർഗിക സസ്യജാലങ്ങളും ധാരാളം വന്യജീവി വർഗ്ഗങ്ങളുമുണ്ട്. നമ്മൾ പറഞ്ഞു ഇവിടെ എന്താ കുറച്ച് പുല്ലുകളൊക്കെ ഉണ്ടായിരിക്കും. അതുപോലെ തന്നെ കുറച്ചല്ല, സമ്പുഷ്ടമായ നൈസർഗിക സസ്യജാലങ്ങളും അതുപോലെ തന്നെ ധാരാളം വന്യജീവി വർഗ്ഗങ്ങളുണ്ട്. കാരണം എന്താണ്, അവിടെ നദികൾ വീണ്ടും കാണപ്പെടാനല്ലേ ചെയ്യുന്നത്. അപ്പോൾ വെള്ളം ഉണ്ട് അല്ലേ. അപ്പോൾ എന്താ പറയുന്നത്, ടെറായി എന്ന് വെച്ചാൽ ബാബറിന് തെക്ക് ഭാഗത്തായിട്ടാണ്. 10 മുതൽ 20 കിലോമീറ്റർ വരെയാണ് വീതി വരുന്നത്. മിക്ക അരുവികളും ഇവിടെ അപ്രത്യക്ഷമായിട്ടുണ്ടായിരുന്നത് പ്രത്യക്ഷമാകുന്നുണ്ട്. പിന്നെന്താണ്, ടെറായി എന്നറിയപ്പെടുന്ന ഈ വെള്ളക്കെട്ടുള്ള ചതുപ്പ് നിലങ്ങൾ ഇവിടെ കാണപ്പെടുന്നുണ്ട്. പിന്നെ സമ്പുഷ്ടമായിട്ടുള്ള നൈസർഗിക സസ്യജാലങ്ങളും ധാരാളം വന്യജീവി വർഗ്ഗങ്ങളുമുണ്ട്. ഇനി നമ്മൾ പറഞ്ഞു ഈ ബാബറിനും ടെറായിയുടെ തെക്ക് ഭാഗത്തായിട്ടില്ലേ, ടെറായിയുടെ തെക്ക് ഭാഗത്തായിട്ടാണ് എന്ത് കാണപ്പെടുന്നത്, എക്കൽ സമതലങ്ങൾ കാണപ്പെടുന്നത്. അപ്പോൾ ടെറായി മേഖലയ്ക്ക് തെക്ക് ഭാഗത്ത് എക്കൽ നിക്ഷേപങ്ങളാൽ രൂപപ്പെട്ട സമതലങ്ങളാണ് എക്കൽ സമതലങ്ങൾ. ഇവിടെ പഴയ എക്കൽ നിക്ഷേപങ്ങളെ ബങ്കർ എന്നും പുതിയ എക്കൽ നിക്ഷേപങ്ങളെ കാദർ എന്നുമാണ് പറയുന്നത്. പഴയ എക്കൽ നിക്ഷേപങ്ങളെ ബങ്കർ എന്ന് പറയുന്നു. അതുപോലെ തന്നെ പുതിയ എക്കൽ നിക്ഷേപങ്ങൾ എന്ന് പറയുന്നു കാദർ എന്നും പറയുന്നു. ഇനി ഗംഗ ബ്രഹ്മപുത്ര നദികളുടെ അഴിമുഖത്ത് രൂപപ്പെട്ടിട്ടുള്ള ലോകത്തിലെ ഏറ്റവും വലിയ ഡെൽറ്റയാണ് സുന്ദർബൻ ഡെൽറ്റ. എപ്പോഴും ചോദിക്കുന്ന ക്വസ്റ്റ്യൻ ആണ്. ലോകത്തിലെ ഏറ്റവും വലിയ ഡെൽറ്റ ഏതാണ്, സുന്ദർബൻ ഡെൽറ്റയാണ്. എവിടെയാണ് കാണപ്പെടുന്നത്, പശ്ചിമ ബംഗാളിലാണ് അല്ലേ. അപ്പോൾ ഗംഗ ബ്രഹ്മപുത്ര നദികളുടെ അഴിമുഖത്ത് രൂപപ്പെട്ടിട്ടുള്ള ലോകത്തിലെ ഏറ്റവും വലിയ ഡെൽറ്റ ഏതാണ്, സുന്ദർബൻ ഡെൽറ്റയാണ്. ബ്രഹ്മപുത്ര നദി ധൂബ്രിയിൽ അതായത് അരുണാചൽ പ്രദേശിൽ വെച്ച് ഏകദേശം 90 ഡിഗ്രി തിരിഞ്ഞ് വടക്ക് കിഴക്ക് നിന്നും തെക്ക് പടിഞ്ഞാറോട്ട് ദിശയിലേക്ക് ഒഴുകുന്നു. എന്താ പറയുന്നത്, ബ്രഹ്മപുത്ര നദി ധുബ്രിയിൽ അതായത് അരുണാചൽ പ്രദേശിൽ വെച്ചിട്ട് ഏകദേശം 90 ഡിഗ്രി തെക്കോട്ട് തിരിഞ്ഞിട്ട് വടക്ക് കിഴക്ക് നിന്ന് തെക്ക് പടിഞ്ഞാറ് ദിശയിലേക്ക് ഒഴുകുന്നുണ്ട്. ഓക്കെ, ക്ലിയർ ആണല്ലോ. അപ്പോൾ ഇവിടെ നിന്ന് നമ്മൾ പറഞ്ഞത് ക്ലിയർ ആണെന്ന് വിചാരിക്കുന്നു. വടക്കൻ സമതലങ്ങൾ എന്ന് വെച്ചാൽ സിന്ധു, ഗംഗ, ബ്രഹ്മപുത്ര എന്നീ നദികൾ വഹിച്ചുകൊണ്ട് വരുന്ന എക്കൽ നിക്ഷേപങ്ങളൊക്കെ രൂപപ്പെട്ടിട്ടാണ് ഈ ഒരു സമതലങ്ങൾ രൂപപ്പെട്ടിട്ടുള്ളത് അല്ലേ. 3200 കിലോമീറ്റർ ആണ്. കിഴക്കുന്ന പടിഞ്ഞാറോട്ട് നോക്കുകയാണെങ്കിൽ ഇനി വീതി നോക്കുകയാണെന്നുണ്ടെങ്കിൽ 150 മുതൽ 300 വരെയാണ്. ഏക്കൽ സമതലത്തിൻ്റെ കനം ചോദിക്കുകയാണെങ്കിൽ 1000 മുതൽ 2000 മീറ്റർ വരെയാണ്. പിന്നെ 3ആയിട്ട് തരംതിരിച്ചു, ബാബർ, ടെറായി, എക്കൽ സമതലങ്ങൾ എന്ന് പറഞ്ഞിട്ട്. ബാബർ എന്ന് പറയുമ്പോൾ അവിടെ എന്താണ്, കുറേ കല്ലുകളും പാറകളൊക്കെയാണ് കാണപ്പെടുക. അവിടെ നദികളൊന്നുമില്ല. എന്നാൽ ടെറായി എന്ന് പറയുന്ന ഭാഗത്ത് കുറേ സസ്യങ്ങളും അതുപോലെ തന്നെ ജീവിവർഗ്ഗങ്ങളും കാണപ്പെടുന്നുണ്ട്. കാരണം എന്താണ്, അവിടെ എന്താണ്, നദികൾ പ്രത്യക്ഷമാകുന്നുണ്ടല്ലേ. അതിനുശേഷമാണ് എക്കൽ സമതലങ്ങൾ വരുന്നത്. പഴയ എക്കൽ സമതലങ്ങളിൽ നിന്ന് വിളിക്കുന്നുണ്ട് ബങ്കർ എന്നും. അതുപോലെ തന്നെ പുതിയ എക്കൽ സമതലങ്ങളെ
കാത് എന്നും വിളിക്കുന്നുണ്ട്. ക്ലിയർ ആണെന്ന് വിചാരിക്കുന്നു. ഇനി നെക്സ്റ്റ് പിന്നെ ഏറ്റവും വലിയ ഡെൽറ്റ ആയിട്ടുള്ള സുന്ദർബൻ ഡെൽറ്റ ഇവിടെ കാണപ്പെടുന്നുണ്ട് എന്നും പറഞ്ഞു അല്ലേ. നെക്സ്റ്റ് ഉപദ്വീപീയ പീഠഭൂമിയാണ്. ഉപദ്വീപീയ പീഠഭൂമി നദീസമതലങ്ങളിൽ നിന്നും 150 മീറ്റർ മുതൽ 600-900 മീറ്റർ വരെ ഉയരത്തിൽ ക്രമരഹിതമായി ത്രികോണാകൃതിയിൽ സ്ഥിതി ചെയ്യുന്ന ഭൂവിഭാഗമാണ് ഉപദ്വീപീയ പീഠഭൂമി. അപ്പോൾ എന്താണ് ഉപദ്വീപീയ പീഠഭൂമി? നദീസമതലങ്ങളിൽ നിന്നും 150 മീറ്റർ മുതൽ 600-900 മീറ്റർ വരെ ഉയരത്തിൽ 150 മീറ്റർ ക്രമരഹിതമായി ത്രികോണാകൃതിയിൽ സ്ഥിതി ചെയ്യുന്ന ഭൂവിഭാഗമാണ് ഉപദ്വീപീയ പീഠഭൂമി. അതായത് നമുക്ക് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഈ ഒരു ഭാഗം ഉണ്ടല്ലോ, ഈ ഒരു ഭാഗമാണ് ഉപദ്വീപീയ പീഠഭൂമി എന്ന് പറയുന്നത്. ഉപദ്വീപീയ പീഠഭൂമി ഏകദേശം ത്രികോണാകൃതിയാണ് വരുന്നത് അല്ലേ. ഇവിടെ നമ്മൾ പറഞ്ഞു ഉത്തര പർവ്വത മേഖല ഉണ്ടെന്ന് പറഞ്ഞു, അതിന് താഴെയായിട്ട് ഉത്തര മഹാസമതലം ഉണ്ടെന്ന് പറഞ്ഞു, അതിന് താഴെയായിട്ടാണ് ഉപദ്വീപീയ പീഠഭൂമി വരുന്നത്. ഇനി എന്താ പറയുന്നത്, ഇന്ത്യയിലെ ഏറ്റവും പഴക്കമേറിയതും സ്ഥായിയായതുമായ ഭൂവിഭാഗമാണ്. അതായത് ഏറ്റവും പഴക്കമുള്ള ഭൂവിഭാഗം ചോദിക്കുകയാണെങ്കിൽ ഇതാണ് ഉപദ്വീപീയ പീഠഭൂമിയാണ്. പ്രധാനമായും ലാവ തണുത്തുറഞ്ഞ് രൂപപ്പെട്ട ഭൂവിഭാഗമാണ് ഉപദ്വീപീയ പീഠഭൂമി. ലാവ തണുത്തുറഞ്ഞ് രൂപപ്പെട്ട ഭൂവിഭാഗമാണ് ഉപദ്വീപീയ പീഠഭൂമി. പീഠഭൂമിയുടെ പൊതുവായ ചെരിവ് പടിഞ്ഞാറ് നിന്നും കിഴക്കോട്ടാണ്. പീഠഭൂമിയുടെ ചെരിവ് എങ്ങോട്ടാണ്? പടിഞ്ഞാറ് നിന്നും കിഴക്കോട്ടാണ്. ഇനി പ്രധാന മണ്ണിനം ഇവിടെ കാണപ്പെടുന്ന പ്രധാനപ്പെട്ട മണ്ണിനം ഏതാണ്? കറുത്ത മണ്ണാണ് അല്ലേ, കറുത്ത മണ്ണാണ്. ഇനി കാണപ്പെടുന്ന പ്രധാന ഭൂരൂപങ്ങൾ ചോദിക്കുകയാണെങ്കിൽ ടോറുകളും ഗണ്ഡപർവ്വതങ്ങളും താഴ്വരങ്ങളും അതുപോലെ തന്നെ ചെങ്കുത്ത് പ്രദേശങ്ങളും നിരയായ മൊട്ടക്കുന്നുകൾ അതുപോലെ തന്നെ കോട്ട്സൈറ്റ് ഡൈക്കുകൾ എന്നിവയൊക്കെ ഇവിടെ കാണപ്പെടുന്നുണ്ട്. അപ്പോൾ ഭൂരൂപങ്ങൾ പലതെല്ലാം കാണപ്പെടുന്നുണ്ട് അല്ലേ. ടോറുകൾ, ഗണ്ഡപർവ്വതങ്ങൾ, ഭ്രംശ താഴ്വരകൾ, പിന്നെന്താണ് ചെങ്കുത്ത് പ്രദേശങ്ങൾ, നിരയായ മൊട്ടക്കുന്നുകൾ, കോട്ട്സൈറ്റ് ഡൈക്കുകൾ എന്നിവയൊക്കെ കാണപ്പെടുന്നുണ്ട്. ഇനി ഉപദ്വീപീയ പീഠഭൂമിയുടെ അതിർത്തികൾ വരുന്നത് എങ്ങനെയാണ് നോക്കിയോക്കെ. വടക്ക് പടിഞ്ഞാറ് നോക്കുകയാണെന്നുണ്ടെങ്കിൽ വടക്ക് പടിഞ്ഞാറ് എന്ന് പറയുമ്പോൾ ഏത് ഭാഗം വരാം? ഈ ഒരു ഭാഗത്താണ് വരിക അല്ലേ. ഈ ഒരു ഭാഗത്ത് ഡൽഹി മലനിരകൾ കാണപ്പെടുന്നുണ്ട്. ഇവിടെ കാണിച്ചിട്ടുണ്ടോ? പിക്ചറിലില്ല അല്ലേ. ഡൽഹി മലനിരകൾ ഈ ഒരു ഭാഗത്തായിട്ട് കാണപ്പെടുന്നുണ്ട്. ഇനി കിഴക്ക് നോക്കുകയാണെങ്കിൽ രാജ്മഹൽ കുന്നുകൾ, ഇവിടെയായിട്ട് രാജ്മഹൽ കുന്നുകൾ കാണപ്പെടുന്നുണ്ട്. തെക്ക് നോക്കുകയാണെങ്കിൽ ഏലമലകൾ നമുക്കറിയാം കേരളത്തിലാണല്ലേ, ഏലമലകൾ കാണപ്പെടുന്നുണ്ട്. ഇനി പടിഞ്ഞാറ് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഗിർ മലനിരയാണ് കാണപ്പെടുന്നത്. ഇതാണ് ഗിർ മലനിരയാണ് കാണപ്പെടുന്നത്. അപ്പോൾ ഉപദ്വീപീയ പീഠഭൂമിയുടെ അതിർത്തികൾ നോക്കുകയാണെങ്കിൽ വടക്ക് പടിഞ്ഞാറ് ഡൽഹി മലനിരകൾ, കിഴക്ക് രാജ്മഹൽ കുന്നുകൾ, തെക്ക് ഏലമലകൾ, പടിഞ്ഞാറ് ഗിർ മലനിര. ഇനി ഭൂപ്രകൃതി വൈവിധ്യങ്ങളെ അടിസ്ഥാനമാക്കി നമുക്ക് ഉപദ്വീപീയ പീഠഭൂമിയെ 3 ഭാഗങ്ങളായിട്ട് തിരിക്കാനായിട്ട് പറ്റും. ഉപദ്വീപീയ പീഠഭൂമികളെ നമുക്ക് 3 ആയിട്ട് തിരിക്കാനായിട്ട് പറ്റും. എങ്ങനെയാണ്? ഡെക്കാൻ പീഠഭൂമി എന്നാണ് ഡെക്കാൻ പീഠഭൂമി എന്ന് തിരിക്കാം. അതുപോലെ തന്നെ മധ്യ ഉന്നത തടം, അതുപോലെ തന്നെ വടക്ക് കിഴക്കൻ പീഠഭൂമി. ഇതൊക്കെയാണ് ഡെക്കാൻ പീഠഭൂമി, മധ്യ ഉന്നത തടം, വടക്ക് കിഴക്കൻ പീഠഭൂമി. അപ്പോൾ ഉപദ്വീപീയ പീഠഭൂമിയെ നമുക്ക് 3 ആയിട്ട് തരംതിരിക്കാം. ഡെക്കാൻ പീഠഭൂമി, മധ്യ ഉന്നത തടം, വടക്ക് കിഴക്കൻ പീഠഭൂമി. ഇതിൽ ഡെക്കാൻ പീഠഭൂമി എന്താണെന്ന് വെച്ചാൽ അതിന് മുമ്പ് നമുക്ക് ഒന്നുകൂടി എന്താണ് ഈ ഉപദ്വീപീയ പീഠഭൂമി പറയാം അല്ലേ. നദീസമതലങ്ങളിൽ നിന്ന് 150 മീറ്റർ നീങ്ങിയിട്ട് 600-900 മീറ്റർ വരെ ഉയരത്തിലാണ് ഈ ഒരു ഉപദ്വീപീയ പീഠഭൂമി കാണപ്പെടുന്നത്. ത്രികോണാകൃതിയിലാണ്, ലാവ തണുത്തുറഞ്ഞ് രൂപപ്പെട്ടിട്ടുള്ളതാണ്. ഏറ്റവും പഴക്കമേറിയ ഭൂവിഭാഗമാണ്. ചെരിവ് നോക്കുകയാണെങ്കിൽ പടിഞ്ഞാറ് നിന്ന് കിഴക്കോട്ടാണ്. കറുത്ത മണ്ണാണ് അവിടെ കാണപ്പെടുന്നത്. പ്രധാനപ്പെട്ട ഭൂരൂപങ്ങളൊക്കെ കാണപ്പെടുന്നുണ്ട്. അതിർത്തികൾ നോക്കുകയാണെങ്കിൽ വടക്ക് പടിഞ്ഞാറ് ഡൽഹി മലനിരകളും, കിഴക്ക് രാജ്മഹൽ കുന്നുകളും, തെക്ക് ഏലമലകളും, പടിഞ്ഞാറ് ഗിർ മലനിരയുമാണ്. ഇനി നമുക്ക് ഉപദ്വീപീയ പീഠഭൂമിയെ 3 ആയിട്ട് ഡിവൈഡ് ചെയ്യാമെന്ന് പറഞ്ഞു. ഡെക്കാൻ പീഠഭൂമി, മധ്യ ഉന്നത തടം, വടക്ക് കിഴക്കൻ പീഠഭൂമി. ഇതിൽ ഡെക്കാൻ പീഠഭൂമി എന്ന് വെച്ചാൽ ഡെക്കാൻ പീഠഭൂമിയുടെ പടിഞ്ഞാറ് പശ്ചിമഘട്ടവും കിഴക്ക് പൂർവ്വഘട്ടവുമാണ്. നോക്കിയോക്കെ, ഡെക്കാൻ പീഠഭൂമിയുടെ പടിഞ്ഞാറ് നോക്കുകയാണെങ്കിൽ ഇതാണ് പടിഞ്ഞാറ്. ഡെക്കാൻ പീഠഭൂമിയുടെ പടിഞ്ഞാറ് നോക്കുകയാണെങ്കിൽ ഇതാണ് പശ്ചിമഘട്ടമാണ്. പശ്ചിമഘട്ടമാണ്. പിന്നെ കിഴക്ക് നോക്കുകയാണെങ്കിൽ പൂർവ്വഘട്ടമാണ്. ഇവിടെ നോക്കുകയാണെങ്കിൽ നോക്കിയോക്കെ പൂർവ്വഘട്ടമാണ് കാണുന്നില്ലേ, പൂർവ്വഘട്ടമാണ്. ഇനി വടക്ക് സൽപുര മൈക്കൽ നിരകളാണ്. വടക്ക് നോക്കുകയാണെന്നുണ്ടെങ്കിൽ സൽപുര മൈക്കൽ നിരകളാണ്. ഇവിടെയായിട്ട് സൽപുര മൈക്കൽ നിരകൾ കാണപ്പെടുന്നുണ്ട്. നോക്കിയോക്കെ, ഇവിടെ നമുക്ക് കാണിച്ചിട്ടുണ്ട് അല്ലേ സൽപുര. നോക്കി ഇവിടെ എഴുതിയിട്ടുണ്ട് അല്ലേ, സൽപുര മൈക്കല നിരകളാണ് ഇവിടെ കാണപ്പെടുന്നത്. ഇനി മഹാദേവ കുന്നുകളും കാണപ്പെടുന്നുണ്ട്. സൽപുര മഹാദേവ കുന്നുകളും. പിന്നീട് ഡെക്കാൻ
വടക്ക് പറഞ്ഞു, വടക്ക് സൽപുര മൈക്കൽ നിരകളും മഹാദേവ കുന്നുകളും കാണപ്പെടുന്നുണ്ട്. ഓക്കെ, അപ്പോൾ ഡെക്കാൻ പീഠഭൂമിയുടെ നോക്കുകയാണെങ്കിൽ പടിഞ്ഞാറ് എന്താണ് പശ്ചിമഘട്ടമാണ്. ഡെക്കാൻ പീഠഭൂമിയുടെ പടിഞ്ഞാറ് പശ്ചിമഘട്ടവും, കിഴക്ക് നോക്കുകയാണെങ്കിൽ പൂർവ്വഘട്ടവും, വടക്ക് എന്താണ് സൽപുര മൈക്കൽ നിരകളും മഹാദേവ കുന്നുകളുമാണ്. ഓക്കെ, ഇനി ആനമല കുന്നുകളിലാണ് ഉപദ്വീപീയ പീഠഭൂമിയിൽ ഏറ്റവും ഉയരം കൂടിയ കൊടുമുടിയായിട്ടുള്ള ആനമുടി കാണപ്പെടുന്നത്. അപ്പോൾ ആനമുടിയാണ് ഏറ്റവും ഉയരത്തിലുള്ള ഉപദ്വീപീയ പീഠഭൂമിയിൽ ഏറ്റവും ഉയരം കൂടിയ കൊടുമുടി ചോദിക്കുകയാണെങ്കിൽ ഏതാണ്? ആനമുടിയാണ്. ഈ ആനമുടി കാണപ്പെടുന്ന എവിടെയാണ്? ആനമല കുന്നുകളിലാണ്. ഇനി 2695 മീറ്ററാണ് ആനമുടിയുടെ ഉയരം വരുന്നത്. നീലഗിരി കുന്നുകളിലാണ് ഉപദ്വീപീയ പീഠഭൂമിയിലെ ഏറ്റവും ഉയരം കൂടിയ രണ്ടാമത്തെ കൊടുമുടിയായ ദൊഡാബേട്ട സ്ഥിതി ചെയ്യുന്നത്. അതായത് ഉപദ്വീപീയ പീഠഭൂമിയിലാണ് ഏറ്റവും ഉയരം കൂടിയ കൊടുമുടിയുള്ളതും ഏറ്റവും ഉയരം കൂടിയ രണ്ടാമത്തെ കൊടുമുടിയുള്ളത്. ഉപദ്വീപീയ പീഠഭൂമിയിൽ ഏറ്റവും ഉയരം കൂടിയ കൊടുമുടി ചോദിക്കുകയാണെങ്കിൽ ഏതാണ്? ആനമുടിയാണ്. രണ്ടാമത്തെ ഉയരം കൂടിയ കൊടുമുടി ചോദിക്കുകയാണെങ്കിൽ ഏതാണ്? ദൊഡാബേട്ടയാണ്. 2637 മീറ്ററാണ്. ക്ലിയർ ആണല്ലോ. അപ്പോൾ ഡെക്കാൻ പീഠഭൂമിയുടെ പടിഞ്ഞാറ് നോക്കുകയാണെങ്കിൽ പശ്ചിമഘട്ടമാണ്, കിഴക്ക് പൂർവ്വഘട്ടമാണ്, പിന്നീട് വടക്ക് സൽപുര മൈക്കൽ നിരകളും മഹാദേവ കുന്നുകളൊക്കെ കാണപ്പെടുന്നുണ്ട്. ആനമല കുന്നുകളിലാണ് ഉപദ്വീപീയ പീഠഭൂമിയിലെ ഏറ്റവും ഉയരം കൂടിയ കൊടുമുടിയായിട്ടുള്ള ആനമുടി 2695 മീറ്റർ അല്ലേ സ്ഥിതി ചെയ്യുന്നത്. അതുപോലെ തന്നെ നീലഗിരി കുന്നുകളിലാണ് ഉപദ്വീപീയ പീഠഭൂമിയിൽ ഏറ്റവും ഉയരം കൂടിയ രണ്ടാമത്തെ കൊടുമുടിയായിട്ടുള്ള ദൊഡാബേട്ട കാണപ്പെടുന്നത്. ദൊഡാബേട്ട എന്ന് പറയുന്നത് 2637 മീറ്ററാണ്. ഇനി പശ്ചിമഘട്ടവും പൂർവ്വഘട്ടവും തമ്മിൽ നമുക്ക് താരതമ്യം ചെയ്ത് നോക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് കഴിഞ്ഞ SCERT ടെക്സ്റ്റ് ബുക്കിൽ കാണുന്നതിനായിട്ട് സാധിക്കും ഈ ഒരു ടേബിളിൽ. ശരാശരി ഉയരം 1500 മീറ്ററാണ്. പശ്ചിമഘട്ടത്തിൻ്റെ ശരാശരി ഉയരം 1500 മീറ്ററാണ്. 1500 മീറ്ററാണ്. താരതമ്യേന ഉയരക്കൂടുതലും തുടർച്ചയുള്ളതുമായിട്ടുള്ള മലനിരകളാണ് പശ്ചിമഘട്ടം അല്ലേ. ഏറ്റവും ഉയരം കൂടിയ മലനിരകളാണ്. അതുപോലെ തന്നെ തുടർച്ചയായിട്ടുള്ള മലനിരകളായിരിക്കണം പശ്ചിമഘട്ടം. മിക്ക ഉപദ്വീപീയ നദികളും പശ്ചിമഘട്ടത്തിൽ നിന്നാണ് ഉത്ഭവിക്കുന്നത്. വിവിധ പ്രദേശങ്ങളിൽ വ്യത്യസ്ത പേരുകളിൽ പശ്ചിമഘട്ടം അറിയപ്പെടുന്നുണ്ട്. മഹാരാഷ്ട്രയിലാണെങ്കിൽ എന്താണ്? സഹ്യാദ്രി എന്നും, കർണാടകയിലും തമിഴ്നാട്ടിലും നീലഗിരി കുന്നുകൾ എന്നറിയപ്പെടുന്നു. കേരളത്തിലാണെങ്കിലോ ആനമല കുന്നുകളെന്നും ഏലമല കുന്നുകളെന്നും അറിയപ്പെടുന്നു. അപ്പോൾ എന്താ പറഞ്ഞത്? പശ്ചിമഘട്ടത്തിൻ്റെ ശരാശരി ഉയരം എത്രയാണ്? 1500 മീറ്ററാണ്. അതുപോലെ തന്നെ ഉയരം കൂടുതലും തുടർച്ചയുള്ളതുമായിട്ടുള്ള മലനിരകളാണ്. മിക്ക ഉപദ്വീപീയ നദികളും പശ്ചിമഘട്ടത്തിൽ നിന്നാണ് ഉത്ഭവിക്കുന്നത്. വിവിധ പ്രദേശങ്ങളിൽ വ്യത്യസ്ത പേരുകളിൽ അറിയപ്പെടുന്നുണ്ട്. മഹാരാഷ്ട്രയിൽ പശ്ചിമഘട്ടത്തിൽ അറിയപ്പെടുന്നത് സഹ്യാദ്രി എന്നാണ്. കർണാടകയിലും തമിഴ്നാട്ടിലും നീലഗിരി കുന്നുകൾ എന്നറിയപ്പെടുന്നു. കേരളത്തിൽ ഏലമല കുന്നുകളെന്നും ആനമല കുന്നുകളെന്നും അറിയപ്പെടുന്നു. ഇനി പൂർവ്വഘട്ടം. തുടർച്ച നഷ്ടപ്പെട്ട ഉയരം കുറഞ്ഞ കുന്നുകളാണ് പൂർവ്വഘട്ടത്തിൽ ഉൾപ്പെടുന്നത്. പശ്ചിമഘട്ടത്തെ വെച്ച് നോക്കുകയാണെന്നുണ്ടെങ്കിൽ എന്താണ്? തുടർച്ച നഷ്ടപ്പെട്ടിട്ടുള്ളതാണ്, അതുപോലെ തന്നെ ഉയരം കുറവാണ്. അതുപോലെ മഹാനദി, ഗോദാവരി, കൃഷ്ണ, കാവേരി തുടങ്ങിയ നദികളാൽ വലിയ തോതിൽ അപരദനത്തിന് വിധേയമായി കൊണ്ടിരിക്കുന്നു. അതായത് പൂർവ്വഘട്ടം എപ്പോഴും എന്താണ്? വലിയ തോതിൽ അപരദനം നടക്കുന്നുണ്ട് അല്ലേ. അപരദനം നടക്കുന്നതെന്ന് വെച്ചാൽ എന്താണ്? ഈ നദികളൊക്കെ ഇങ്ങനെ വന്നിങ്ങനെ വിട്ട് സംഭവിക്കും, അവിടെ പൊടിഞ്ഞു പോവില്ലേ, അതാണ് അപരദനം എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ മഹാനദി എന്നതിന് ടെക്നിക്കൽ ടേംസ് ഇതൊന്നുമില്ല കേട്ടോ, ഞാൻ ജസ്റ്റ് നമുക്ക് പറഞ്ഞ് മനസ്സിലാവാൻ വേണ്ടി പറഞ്ഞു എന്ന് മാത്രം. ഓക്കെ, മഹാനദി, ഗോദാവരി, കൃഷ്ണ, കാവേരി തുടങ്ങിയ നദികളാൽ വലിയ തോതിൽ അപരദനത്തിന് വിധേയമായിക്കൊണ്ടിരിക്കുന്നു. ഇനി പൂർവ്വഘട്ടത്തിലെ ഏറ്റവും ഉയരം കൂടിയ കൊടുമുടിയായിട്ടുള്ള ജിന്ദാഗാഡ് അവിടെ കാണപ്പെടുന്നു. അവ പഠിച്ചു വെച്ചിരിക്കുക. പൂർവ്വഘട്ടത്തിലെ ഏറ്റവും ഉയരം കൂടിയ കൊടുമുടി ചോദിക്കുകയാണെങ്കിൽ ഏതാണ്? ജിന്ദാഗാഡയാണ്. ജിന്ദാഗാഡ് 1690 മീറ്ററാണ്. അത് കാണപ്പെടുന്ന എവിടെയാണ്? പൂർവ്വഘട്ടത്തിലാണ്. ഇനി ജാവ്ഡി കുന്നുകൾ, പാൽക്കൊണ്ട നിര, നല്ലമല കുന്നുകൾ, മഹേന്ദ്രഗിരി കുന്നുകൾ തുടങ്ങിയ മലനിരകൾ പൂർവ്വഘട്ടത്തിൽ ഉൾപ്പെടുന്നു. ജാവ്ഡി കുന്നുകൾ, പാൽക്കൊണ്ട നിര, നല്ലമല കുന്നുകൾ, മഹേന്ദ്രഗിരി കുന്നുകൾ തുടങ്ങിയ മലനിരകൾ പൂർവ്വഘട്ടത്തിൽ ഉൾപ്പെടുന്നുണ്ട്. അപ്പോൾ പൂർവ്വഘട്ടത്തെക്കുറിച്ച് പറയുകയാണെന്നുണ്ടെങ്കിൽ എന്താണ്? ഉയരം കുറവാണ്, തുടർച്ച നഷ്ടപ്പെട്ടിട്ടുള്ള കുന്നുകളാണ്. അതുപോലെ തന്നെ മഹാനദി, ഗോദാവരി, കൃഷ്ണ, കാവേരി തുടങ്ങിയ നദികളാൽ അപരദനത്തിന് വിധേയമായിക്കൊണ്ടിരിക്കുന്നുണ്ട്. പൂർവ്വഘട്ടത്തിലെ ഏറ്റവും ഉയരം കൂടിയ കൊടുമുടിയാണ് ജിന്ദാഗാഡ്. പിന്നെ ജാവ്ഡി കുന്നുകളും മാൽക്കൊണ്ട നിരയും നല്ലമല കുന്നുകൾ, മഹേന്ദ്രഗിരി കുന്നുകളും ഒക്കെ ഇവിടെ കാണപ്പെടുന്നു. ഓക്കെ, അപ്പോൾ എന്തൊക്കെയാണ് പറഞ്ഞത്? പശ്ചിമഘട്ടം, പൂർവ്വഘട്ടം. പശ്ചിമഘട്ടം എന്നാണ് ശരാശരി ഉയരം 1500 മീറ്റർ ആണ്. പൂർവ്വഘട്ടമാണെന്നുണ്ടെങ്കിൽ ഉയരം കുറവാണെന്ന് പറഞ്ഞു. അതുപോലെ തന്നെ എന്താണ്? തുടർച്ച നഷ്ടപ്പെട്ടിട്ടുള്ള നദികളാണെന്ന് പറഞ്ഞു, കുന്നുകളാണെന്ന് പറഞ്ഞു. അതുപോലെ തന്നെ പശ്ചിമഘട്ടത്തിന് ഉയരം കൂടുതലാണെന്ന് പറഞ്ഞു. അതുപോലെ തന്നെ തുടർച്ചയുള്ളതുമായിട്ടുള്ള മലനിരകളാണ്. പിന്നെ ഉപദ്വീപ് നദികൾ കൂടുതലും ഉത്ഭവിക്കുന്ന പശ്ചിമഘട്ടത്തിൽ നിന്നാണ്. പൂർവ്വഘട്ടത്തിൽ നോക്കുകയാണെങ്കിൽ മഹാനദി, ഗോദാവരി, കൃഷ്ണ എന്നിവയുടെ ഫലമായിട്ട് അത് അപരദനത്തിന് വിധേയമായിക്കൊണ്ടിരിക്കുന്നുണ്ട്. പശ്ചിമഘട്ടത്തിലെ വിവിധ പ്രദേശങ്ങളിൽ വ്യത്യസ്ത പേരുകൾ അറിയപ്പെടുന്നുണ്ട്. മഹാരാഷ്ട്രയിൽ സഹ്യാദ്രി എന്നും, കർണാടകത്തിലും തമിഴ്നാട്ടിലും നീലഗിരി എന്നും, കേരളത്തിലെ ആനമല, ഏലമല എന്നൊക്കെ അറിയപ്പെടുന്നുണ്ട്. ഇനി പൂർവ്വഘട്ടത്തിൽ നോക്കുകയാണെങ്കിൽ പൂർവ്വഘട്ടത്തിലെ ഏറ്റവും ഉയരം കൂടിയ കൊടുമുടി ഏതാണ്? ജിന്ദാഗാഡയാണ്. അതുപോലെ തന്നെ ജാവ്ഡി കുന്നുകൾ, പാൽക്കൊണ്ട നിര, നല്ലമല കുന്നുകൾ, മഹേന്ദ്രഗിരി കുന്നുകളൊക്കെ അവിടെ കാണപ്പെടുന്നുണ്ട്, പൂർവ്വഘട്ടത്തിൽ കാണപ്പെടുന്നുണ്ട്. ഇനി പശ്ചിമഘട്ടവും പൂർവ്വഘട്ടവും സംഗമിക്കുന്ന എവിടെയാണ്? നീലഗിരി കുന്നുകളിലാണ് അല്ലേ. പശ്ചിമഘട്ടവും പൂർവ്വഘട്ടവും സംഗമിക്കുന്ന എവിടെയാണ്? നീലഗിരി കുന്നുകളിലാണ്. ഇമ്പോർട്ടൻ്റ് ആണ്, പഠിച്ചു വെച്ചിരിക്കുക. നെക്സ്റ്റ് നമ്മൾ പറഞ്ഞു
ഉപദ്വീപീയ പീഠഭൂമി മൂന്നായിട്ട് ഡിവൈഡ് ചെയ്യാമെന്ന്. അതിൽ രണ്ടാമത്തെയാണ് മധ്യ ഉന്നത തടം. മധ്യ ഉന്നത തടം ഡെക്കാൻ പീഠഭൂമിയുടെ വടക്കൻ അതിർത്തിയാണിത്. മധ്യ ഉന്നത തടം എന്ന് വെച്ചാൽ ഡെക്കാൻ പീഠഭൂമിയുടെ വടക്കൻ അതിർത്തിയാണ് മധ്യ ഉന്നത തടം എന്ന് പറയുന്നത്. അവശിഷ്ട പർവ്വതങ്ങൾക്ക് ഉത്തമ ഉദാഹരണമാണ് മധ്യ ഉന്നത തടം. അവശിഷ്ട പർവ്വതങ്ങൾക്ക് അവശിഷ്ട പർവ്വതങ്ങൾക്ക് ഉദാഹരണം ചോദിക്കുകയാണെങ്കിൽ ഏതാണ് ഈ മധ്യ ഉന്നത തടം നമുക്ക് പറയാം. പടിഞ്ഞാറ് ആരവല്ലി പർവ്വതവും തെക്ക് സൽപുര പർവ്വതവുമാണ് മധ്യ ഉന്നത തടത്തിലെ അതിർത്തി. പടിഞ്ഞാറ് ആരവല്ലി പർവ്വതം നമ്മൾ പറഞ്ഞു ഡെക്കാൻ പീഠഭൂമിയുടെ മുകളിലായിട്ടാണ് കാണപ്പെടുന്നത് അല്ലേ. ഡെക്കാൻ പീഠഭൂമിയുടെ മുകളിലായിട്ടാണ് എന്ത് കാണപ്പെടുന്നത്? ഈ മധ്യ ഉന്നത തടം കാണപ്പെടുന്നത്. മധ്യ ഉന്നത തടം കാണപ്പെടുന്നത്. ഈ മധ്യ ഉന്നത തടത്തിൻ്റെ പടിഞ്ഞാറ് നോക്കുകയാണെങ്കിൽ ഏതാന്ന് പറഞ്ഞു? പടിഞ്ഞാറ് നോക്കുകയാണെങ്കിൽ ഇതാണ് ആരവല്ലിയാണ്. പടിഞ്ഞാറ് നോക്കുകയാണെങ്കിൽ ആരവല്ലിയും തെക്ക് നോക്കുകയാണെങ്കിൽ സൽപുരയുമാണ്. ഓക്കെ, പടിഞ്ഞാറ് നോക്കുകയാണെങ്കിൽ ആരവല്ലിയും തെക്ക് നോക്കുകയാണെങ്കിൽ ഇതാണ് സൽപുരയുമാണ്. ഓക്കെ, ഇനി ശരാശരി ഉയരം നോക്കുകയാണെന്നുണ്ടെങ്കിൽ 700 മുതൽ 1000 മീറ്ററാണ്. യമുന നദിയുടെ പോഷക നദികളിൽ കൂടുതലും വിദ്യാ കൈമൂർ പർവ്വതനിരകളിൽ നിന്നുമാണ് ഉത്ഭവിക്കുന്നത്. യമുന നദിയുടെ പോഷക നദികളൊക്കെ നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് കഴിഞ്ഞ ചാപ്റ്റർ ഏതാണ് നമ്മുടെ നീരൊഴുക്ക് എന്നൊരു ചാപ്റ്റർ എടുത്തിട്ടുണ്ടായിരുന്നല്ലോ അല്ലേ, അതിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതായത് അടുത്ത ചാപ്റ്റർ ആണ് ശരിക്കും പറഞ്ഞാൽ 3ാമത്തെ ചാപ്റ്റർ ആണ് വരുന്നത്. പക്ഷെ നമ്മൾ ഇത് റിവിഷൻ ക്ലാസ് ആയി കാരണം നമ്മൾ ആ ഒരു കറക്റ്റ് ആ ചാപ്റ്റർ വൈസ് ആയിട്ട് ക്ലാസ് എടുത്തതാണ്. അപ്പോൾ യമുന നദിയുടെ പോഷക നദികളിൽ കൂടുതലും വിദ്യാ കൈമൂർ പർവ്വതനിരകളിൽ നിന്നാണ് ഉത്ഭവിക്കുന്നത്. അപ്പോൾ മധ്യ ഉന്നതനം എന്താണ് ഡെക്കാൻ പീഠഭൂമിയുടെ വടക്ക് ഭാഗത്തായിട്ടാണ് കാണപ്പെടുന്നത്. ഇനി എന്താണ് അവശിഷ്ട പർവ്വതങ്ങൾക്ക് ഉദാഹരണമാണ് പടിഞ്ഞാറ് ആരവല്ലി പർവ്വതമുണ്ട്, തെക്ക് സൽപുര പർവ്വതമുണ്ട്. ശരാശരി ഉയരം 700 മുതൽ 1000 മീറ്റർ വരെയാണ്. യമുന നദിയുടെ പോഷക നദികൾ കൂടുതലും കാണപ്പെടുന്ന എവിടെയാണ്? മധ്യ ഉന്നത തടത്തിലാണ്. ഓക്കെ, ക്ലിയർ ആണല്ലോ അല്ലേ. നെക്സ്റ്റ് വടക്ക് കിഴക്കൻ പീഠഭൂമി. വടക്ക് കിഴക്കൻ പീഠഭൂമി ഉപദ്വീപീയ പീഠഭൂമിയുടെ തുടർച്ച തന്നെയാണ്. ഇവിടെയാണ് മേഘാലയ പീഠഭൂമിയും അതുപോലെ തന്നെ കർബി ആംഗ്ലോങ് പീഠഭൂമിയും കാണപ്പെടുന്നത്. മേഘാലയ പീഠഭൂമിയും കർബി ആംഗ്ലോങ് പീഠഭൂമിയും വടക്ക് കിഴക്കൻ പീഠഭൂമി ഭാഗങ്ങളിൽ കാണപ്പെടുന്നു. നമ്മൾ നേരത്തെ ഈ ഒരു സെയിം തന്നെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. എവിടെയായിരുന്നു? ഓക്കെ, ഉപദ്വീപീയ ഖണ്ഡത്തിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു അല്ലേ. വടക്ക് കിഴക്ക് മേഘാലയ പീഠഭൂമിയും കർബി ആംഗ്ലോങ് പീഠഭൂമിയും എവിടെ കാണപ്പെടുന്നുവെന്ന് ഉപദ്വീപീയ ഖണ്ഡത്തിൽ കാണപ്പെടുന്നു എന്ന് പറഞ്ഞല്ലോ. അപ്പോൾ വടക്ക് കിഴക്കൻ പീഠഭൂമിയിലെ മേഘാലയ പീഠഭൂമിയും കർബി ആംഗ്ലോങ് പീഠഭൂമിയും വരുന്നുണ്ട്. മേഘാലയ പീഠഭൂമിയെ നമുക്ക് 3 വിഭാഗങ്ങളായിട്ട് തരംതിരിക്കാനായിട്ട് പറ്റും. എങ്ങനെയാണ്? ഇപ്പോൾ പ്രാദേശിക ഗോത്ര വിഭാഗങ്ങളുടെ പേരിലാണ് അറിയപ്പെടുന്നത്. അപ്പോൾ മേഘാലയ പീഠഭൂമിയെ നമുക്ക് 3ആയിട്ട് ഡിവൈഡ് ചെയ്യാം. അതായത് മേഘാലയയിൽ കാണപ്പെടുന്ന പ്രധാനപ്പെട്ട കുന്നുകളാണ് ഗാസി, ഗാരോ, ജേന്തിയ കുന്നുകൾ അല്ലേ. അപ്പോൾ ഇങ്ങനെ നമുക്ക് എന്താ ചെയ്യാം? മേഘാലയ പീഠഭൂമിയെ 3ആയിട്ട് ഡിവൈഡ് ചെയ്യാം. ഗാസി കുന്നുകളെന്നും ഗാരോ കുന്നുകളെന്നും ജേന്തിയ കുന്നുകളെന്നും. ഇവ പ്രാദേശിക ഗോത്ര വിഭാഗങ്ങൾ, അതായത് ഗാസി, ഗാരോ, ജയന്തി എന്ന് പറയുന്നത് ഗോത്ര വിഭാഗങ്ങളുടെ പേരാണ്. അപ്പോൾ പ്രാദേശിക ഗോത്ര വിഭാഗങ്ങളുടെ പേരിലാണ് ഈ എന്നറിയപ്പെടുന്നത് ഈ മേഘാലയ പീഠഭൂമി അറിയപ്പെടുന്നത്. ഇനി തെക്ക് പടിഞ്ഞാറൻ മൺസൂണിൽ നിന്നും മേഘാലയ പീഠഭൂമിയിൽ ഉയർന്ന അളവിൽ മഴ ലഭിക്കുന്നുണ്ട്. അപ്പോൾ മേഘാലയ പീഠഭൂമിയിൽ തെക്ക് പടിഞ്ഞാറൻ മൺസൂണിൽ നിന്നും നന്നായിട്ട് മഴ ലഭിക്കുന്നുണ്ട്. ലോകത്തിലെ ഏറ്റവും കൂടുതൽ മഴ ലഭിക്കുന്ന പ്രദേശങ്ങളായ ചിറാപുഞ്ചി, മൗസിൻറാം എന്നിവ ഈ മേഖലയിലാണ് സ്ഥിതി ചെയ്യുന്നത്. നമുക്കറിയാം മേഘാലയയിലാണ് വരുന്നത്. അപ്പോൾ ചിറാപുഞ്ചിയും മൗസിൻറാമാണ് ഏറ്റവും കൂടുതൽ മഴ ലഭിക്കുന്നത് എവിടെയാണ്? നമ്മുടെ വടക്ക് കിഴക്കൻ പീഠഭൂമിയിലാണ്. അപ്പോൾ ഇത് ക്ലിയർ ആയല്ലോ അല്ലേ. ഉപദ്വീപീയ പീഠഭൂമി പഠിച്ചു നമ്മൾ. ഉപദ്വീപീയ പീഠഭൂമി എന്ന് വെച്ചാൽ എന്താണെന്ന് പറഞ്ഞു? ക്രമരഹിതമായിട്ടുള്ള ത്രികോണാകൃതിയിൽ കാണപ്പെടുന്ന ഭാഗമാണ് ഉപദ്വീപീയ പീഠഭൂമി. അതുപോലെ തന്നെ ഏറ്റവും പഴക്കമേറിയ അതാണ്. അതുപോലെ തന്നെ ലാവ തണുതുറന്ന് രൂപപ്പെട്ടിട്ടുള്ളതാണ്. പടിഞ്ഞാറ് നിന്ന് കിഴക്കോട്ടാണ് ചെരിവ് വരുന്നത്. പ്രധാനപ്പെട്ട മണ്ണിനം ഇതാണ്, കറുത്ത മണ്ണാണ്. പിന്നെന്തൊക്കെയാണ് പറഞ്ഞത്? വടക്ക് പടിഞ്ഞാറ് ഡൽഹി മലനിരകളും കിഴക്ക് രാജ്മഹൽ കുന്നുകളും തെക്ക് ഏലമലകളും പടിഞ്ഞാറ് ഗിർ മലനിരയും കാണപ്പെടുന്നു. 3 വിഭാഗങ്ങളായിട്ട് നമ്മൾ ഡിവൈഡ് ചെയ്തു. ഡെക്കാൻ പീഠഭൂമി എന്നും മധ്യ ഉന്നത തടമെന്നും വടക്ക് കിഴക്കൻ പീഠഭൂമി എന്നും. ഡെക്കാൻ പീഠഭൂമി ത്രികോണാകൃതിയിലാണ് അല്ലേ. ഡെക്കാൻ പീഠഭൂമി പടിഞ്ഞാറ് പശ്ചിമഘട്ടവും കിഴക്കുന്നാണ് പൂർവ്വഘട്ടവുമാണ്. വടക്ക് സൽപുര മേഖൽ നിരകളും കാണപ്പെടുന്നുണ്ട്. പിന്നെ ആനമല കുന്നുകളാണ് ഇന്ത്യയിലെ ഉപദ്വീപീയ പീഠഭൂമിയിൽ ഏറ്റവും ഉയരം കൂടിയ കൊടുമുടി എന്ന് പറയുന്നത്. രണ്ടാമത്തെ ഉയരം കൂടിയ കൊടുമുടിയായിട്ടുള്ള ദൊഡാബാട്ടോടെ കാണപ്പെടുന്നുണ്ട്. പിന്നെ പശ്ചിമഘട്ടവും പൂർവ്വഘട്ടവും തമ്മിലുള്ള ഡിഫറൻസ് നമ്മൾ പറഞ്ഞു. പിന്നെ മധ്യ ഉന്നതതടം അല്ലേ. മധ്യ ഉന്നതതടം എന്ന് വെച്ചാൽ എന്തായിരുന്നു? അവശിഷ്ട പർവ്വതങ്ങൾക്ക് ഉദാഹരണം ചോദിക്കുകയാണെങ്കിൽ മധ്യ ഉന്നതതടം നമുക്ക് പറയാം. മധ്യ ഉന്നതതടം ഡെക്കാൻ പീഠഭൂമിയുടെ ഇടതുഭാഗത്തായിട്ടാണ്, വടക്ക് ഭാഗത്തായിട്ടാണ് കാണപ്പെടുന്നത്. പടിഞ്ഞാറ് ആരവല്ലി പർവ്വതവും പിന്നെ തെക്ക് സൽപുര പർവ്വതവുമാണ് കാണപ്പെടുന്നത്. ഉയരം നോക്കുകയാണെങ്കിൽ 700 മുതൽ 1000 മീറ്റർ വരെയാണ്. യമുന നദിയുടെ പോഷക നദികളിൽ കൂടുതലും ഉത്ഭവിക്കുന്ന ഈ ഒരു വിദ്യാസൽപുര, അതായത് വിദ്യാ കൈമൂർ പർവ്വതനിരകളിൽ നിന്നാണ്. ഇനി വടക്ക് കിഴക്കൻ പീഠഭൂമിയിൽ നമ്മൾ പറഞ്ഞത് വടക്ക് ഭാഗത്തിലെ വടക്ക് കിഴക്ക് ഭാഗത്ത് കാണപ്പെടുന്ന കർബി ആംഗ്ലോങ് പീഠഭൂമി, മേഘാലയ പീഠഭൂമിയെ കുറിച്ച് പറഞ്ഞു. മേഘാലയ പീഠഭൂമി നമുക്ക് വീണ്ടും ഡിവൈഡ് ചെയ്യാമെന്നൊക്കെയാണ്. ഗാസി, ഗാരോ, ജേന്തിയ കുന്നുകളെന്ന് ഡിവൈഡ് ചെയ്യാമെന്ന് പറഞ്ഞു. ഓക്കെ, ക്ലിയർ ആണല്ലോ അല്ലേ. ഇനി നമുക്ക് നെക്സ്റ്റ് ഇന്ത്യൻ മരുഭൂമി നോക്കാം. ആരവല്ലി കുന്നുകളുടെ വടക്ക് പടിഞ്ഞാറായിട്ടാണ് ഇന്ത്യൻ മരുഭൂമി സ്ഥിതി ചെയ്യുന്നത് അല്ലേ. ആരവല്ലി കുന്ന് എന്ന് പറയുമ്പോൾ ഈ ഒരു ഭാഗത്താണ്
ആരവല്ലി കുന്ന് കാണപ്പെടുന്നത് അല്ലേ. ഈ ആരവല്ലി കുന്നുകളുടെ വടക്ക് പടിഞ്ഞാറായിട്ടാണ് എന്ത് കാണപ്പെടുന്നത്, ഇന്ത്യൻ മരുഭൂമി കാണപ്പെടുന്നത്. ഇതിനെയാണ് നമ്മൾ ഇന്ന് വിളിക്കുന്നത് താർ മരുഭൂമി എന്ന് വിളിക്കുന്നത്. ഇന്ത്യയിൽ എന്താണ് താർ മരുഭൂമി എന്ന് വിളിക്കുന്നത്, ഇതിനെയാണ് ഇന്ത്യൻ മരുഭൂമി. അപ്പോൾ ഇന്ത്യൻ മരുഭൂമി താർ മരുഭൂമി എന്നറിയപ്പെടുന്നുണ്ട്. നീളമേറിയ മണൽക്കൂനുകളും ബർക്കനുകളും അടങ്ങിയ നിമ്നുന്നത ഭൂപ്രദേശമാണ് ഇന്ത്യൻ മരുഭൂമി. എന്താണ് ബർക്കൻ എന്ന് വെച്ചാൽ ചന്ദ്രകലയുടെ ആകൃതിയുള്ള മണൽക്കൂനുകളെയാണ് ബർക്കനുകൾ എന്ന് പറയുന്നത്. ഇനി വാർഷിക വർഷപാതം 150 മില്ലിമീറ്ററിലും താഴെയാണ്. വരണ്ട കാലാവസ്ഥയും സസ്യജാലങ്ങൾ വിരളവുമായതിനാൽ ഈ പ്രദേശം മരുസ്ഥലി എന്നറിയപ്പെടുന്നു. അപ്പോൾ ഇന്ത്യൻ മരുഭൂമിയെക്കുറിച്ച് പറയുകയാണെന്നുണ്ടെങ്കിൽ വരണ്ട കാലാവസ്ഥയാണ്, അതുപോലെ തന്നെ സസ്യജാലങ്ങൾ വിരളവുമാണ്, അതിനാൽ തന്നെ ഇതിനെ മരുസ്ഥലി എന്നും അറിയപ്പെടുന്നുണ്ട്. ഇനി പ്രദേശത്തിൻ്റെ കിടപ്പിൻ്റെ അടിസ്ഥാനത്തിൽ മരുഭൂമിയെ രണ്ടായി തരംതിരിക്കാം. എങ്ങനെയാണ്? സിന്ധ് പ്രദേശത്തേക്കുള്ള ചെരിവുള്ള വടക്കൻ ഭാഗവും റേൻ ഓഫ് കച്ച് ഭാഗത്തേക്ക് ചെരിവുള്ള തെക്കൻ ഭാഗവും. അപ്പോൾ ഇന്ത്യൻ മരുഭൂമി ആരവല്ലി കുന്നുകളുടെ വടക്ക് പടിഞ്ഞാറായിട്ടാണ് കാണപ്പെടുന്നത്. താർ മരുഭൂമി എന്ന് വിളിക്കുന്നുണ്ട്. നീളമേറിയ മണൽക്കൂനകളും ബർക്കനുകളും കാണപ്പെടുന്നുണ്ട്. ബർക്കൻ എന്ന് വെച്ചാൽ എന്താണ്? ചന്ദ്രകലയുടെ ആകൃതിയുള്ള മണൽക്കൂനയാണ് ബർക്കനുകൾ എന്ന് പറയുന്നത്. ഇനി വാർഷിക വർഷപാതം 150 മില്ലിമീറ്ററിലും താഴെയാണ്. വരണ്ട കാലാവസ്ഥയും സസ്യജാലങ്ങൾ വിരളവുമായതിനാൽ ഈ പ്രദേശത്തിന് എന്ന് പറയാം മരുസ്ഥലി എന്ന് പറയാം അല്ലേ. പ്രദേശത്തിൻ്റെ കിടപ്പിൻ്റെ അടിസ്ഥാനത്തിൽ മരുഭൂമിയെ രണ്ടായിട്ട് തരംതിരിച്ചു. എന്തൊക്കെയാണ്? സിന്ധ് പ്രദേശത്തേക്ക് ചെരിവുള്ള വടക്കൻ ഭാഗവും റേൻ ഓഫ് കച്ച് ഭാഗത്തേക്ക് ചെരിവുള്ള തെക്കൻ ഭാഗവും. മിക്ക നദികളും മഴക്കാലത്ത് മാത്രം കാണപ്പെടുന്നവയാണ്. പ്രധാനപ്പെട്ട നദി ഏതാണ്? ലൂണി നദിയാണ്. ഇന്ത്യൻ മരുഭൂമിയിൽ കൂടി ഒഴുകുന്ന ഒരേയൊരു നദിയാണ് ലൂണി നദി. പ്രധാനപ്പെട്ട ഉപ്പ് തടാകം ചോദിക്കുകയാണെങ്കിൽ ഏതാണ്? സാമ്പാറാണ്. ഇന്ത്യൻ മരുഭൂമിയിലെ പ്രധാനപ്പെട്ട ഉപ്പ് തടാകം ചോദിക്കുകയാണെങ്കിൽ ഏതാണ്? സാമ്പാറാണ് അല്ലേ. ഓക്കെ, നെക്സ്റ്റ് തീരസമുദ്രങ്ങൾ. സ്ഥാനത്തിൻ്റെയും സജീവമായ ഭൂരൂപീകരണ പ്രക്രിയകളുടെയും അടിസ്ഥാനത്തിൽ തീരസമുദ്രങ്ങളെ നമുക്ക് രണ്ടായിട്ട് തരംതിരിക്കാനായിട്ട് പറ്റും. പശ്ചിമ തീരസമുദ്രങ്ങളെന്നും പൂർവ്വ തീരസമുദ്രങ്ങളെന്നും. പശ്ചിമ തീരസമുദ്രങ്ങളെന്നും പൂർവ്വ തീരസമുദ്രങ്ങളെന്നും നമുക്ക് ഈ തീരപ്രദേശത്തെ രണ്ടായിട്ട് ഡിവൈഡ് ചെയ്യാം. പശ്ചിമ തീരസമുദ്രങ്ങൾ എന്ന് വെച്ചാൽ നോക്കി ഇതാണ് നമ്മുടെ പിക്ചർ. ഓക്കെ, ഇവിടെ നോക്കുകയാണെന്നുണ്ടെങ്കിൽ പശ്ചിമ തീരസമുദ്രം എന്ന് പറയുന്നത് നോക്കി വീതി കുറവാണ് അല്ലേ കാണപ്പെടുന്നത്. പൂർവ്വ തീരസമതലമാണെങ്കിൽ എന്താണ്? വീതി കൂടുതലായിട്ട് കാണപ്പെടുന്നുണ്ട് അല്ലേ. ഓക്കെ, അത്രയും നോക്കി വയ്ക്കാം. ഇനി പശ്ചിമ തീരസമതലങ്ങൾ വടക്ക് ഗുജറാത്ത് തീരം മുതൽ തെക്ക് കേരള തീരം വരെ വ്യാപിച്ചു കിടക്കുന്നു. നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഇതാണ് നമ്മുടെ ഗുജറാത്ത് എന്ന് പറയുന്നത്. ഈ ഗുജറാത്ത് മുതൽ കേരളം വരെ വ്യാപിച്ചു കിടക്കുന്നതാണ് പടിഞ്ഞാറൻ തീരസമുദ്രം. ഇനി പശ്ചിമ തീരത്തിൻ്റെ മധ്യഭാഗം താരതമ്യേന ഇടുങ്ങിയതും തെക്കും വടക്ക് ഭാഗങ്ങൾ വിസ്തൃതി ഏറെ നിൽക്കുകയും ചെയ്യുന്നു. വടക്ക് ഭാഗം നോക്കുകയാണെന്നുണ്ടെങ്കിൽ മധ്യഭാഗം നോക്കുകയാണെങ്കിൽ എന്താണ്? വീതി കുറവാണ്. എന്നാൽ വടക്ക് ഭാഗത്തും തെക്ക് ഭാഗത്തും എന്താണ്? വീതി കൂടുതലായിട്ട് നമുക്ക് കാണാനായിട്ട് സാധിക്കില്ലേ. ഇനി പറയുന്നത് എന്താണ്? താഴ്ന്നു പോയ തീരസമുദ്രത്തിന് ഉദാഹരണമാണ് ഈ പടിഞ്ഞാറൻ തീരസമുദ്രം. താഴ്ന്നു പോയ തീരസമുദ്രത്തിന് ഉദാഹരണമാണ്. പ്രകൃതിദത്ത തുറമുഖങ്ങളും ഹാർബറുകളും വികസിപ്പിക്കുന്നതിന് അനുയോജ്യമാണ് പടിഞ്ഞാറൻ തീരസമുദ്രം. പ്രധാനപ്പെട്ട തുറമുഖങ്ങൾ ഏതൊക്കെയാണ്? കാണ്ടില, മസഗോൺ, അതുപോലെ ജേലൻ തുറമുഖം, ജവഹർലാൽ നെഹ്റു തുറമുഖം അല്ലേ. ജവഹർലാൽ നെഹ്റുവിൻ്റെ പേരിലുള്ളൊരു തുറമുഖമുണ്ട്. അതുപോലെ തന്നെ എന്താണ്? നവശേവ തുറമുഖം, പിന്നെ മർമഗോവ, മാംഗ്ലൂർ, കൊച്ചിൻ തുറമുഖമൊക്കെ പ്രധാനപ്പെട്ട തുറമുഖങ്ങളാണ്. കാണ്ടില, മസഗോൺ, ജേലൻ തുറമുഖം, നവശേവ, മർമഗോവ, മാംഗ്ലൂർ, കൊച്ചി. ഇനി പശ്ചിമ തീരം താഴെ പറയുന്ന ഉപവിഭാഗങ്ങളായിട്ട് തരംതിരിച്ചിരിക്കണം. കച്ച് കത്തിയാവാർ തീരം ഗുജറാത്ത്, കൊങ്കൺ തീരം മഹാരാഷ്ട്ര, ഗോവൻ തീരം. കച്ച് കത്തിയാവാർ തീരം കാണപ്പെടുന്ന നമ്മൾ പറഞ്ഞു ഗുജറാത്ത് മുതൽ കേരളം വരെയാണ് നീണ്ടു കിടക്കുന്നതിന് അല്ലേ. അപ്പോൾ കച്ച് കത്തിയാവാർ തീരം ഗുജറാത്തിലാണെന്ന് പറഞ്ഞു അല്ലേ. അതുപോലെ തന്നെ കൊങ്കൺ തീരം എവിടെയാണ്? മഹാരാഷ്ട്രയിലാണ്. ഗോവൻ തീരം. ഓക്കെ, ഇനി മലബാർ തീരം കർണാടക കേരളത്തിലാണ് വ്യാപിച്ചു കിടക്കുന്നത് മലബാർ തീരം. ഇനി പശ്ചിമ തീരത്ത് നദികൾ ഡെൽറ്റകൾ സൃഷ്ടിക്കുന്നില്ല. ഡെൽറ്റകൾ ഇവിടെ കാണുന്നില്ല. നെഹ്റു ട്രോഫി വള്ളംകളി പുന്നമട കായലിൽ വെച്ച് നടത്തപ്പെടുന്നു. അപ്പോൾ ഇവിടെ എന്താ പറഞ്ഞത്? പശ്ചിമ തീര സമതലങ്ങൾ എന്ന് വെച്ചാൽ വടക്ക് ഗുജറാത്ത് തീരം മുതൽ തെക്ക് കേരള തീരം വരെ വ്യാപിച്ചു കിടക്കുന്നു. പശ്ചിമ തീരത്തിൻ്റെ മധ്യഭാഗം താരതമ്യേന ഇടുങ്ങിയതും എന്നാൽ തെക്കും വടക്ക് ഭാഗങ്ങൾ വിസ്തൃതി ഏറെ നിൽക്കുകയും ചെയ്യുന്നവയാണ്. താഴ്ന്നു പോയ തീരസമുദ്രത്തിന് ഉദാഹരണമാണ് ഇതെന്ന് പറയുന്നത് പടിഞ്ഞാറൻ തീരസമുദ്രം എന്ന് പറയുന്നത്. പ്രകൃതിദത്ത തുറമുഖങ്ങളും ഹാർബറുകളും വികസിപ്പിക്കുന്നതിന് അനുയോജ്യമാണ്
പിന്നെ പ്രധാനപ്പെട്ട തുറമുഖങ്ങൾ ഏതൊക്കെയാണെന്ന് പറഞ്ഞു. പശ്ചിമ തീരം 3 ഉപവിഭാഗങ്ങളായിട്ട് തരംതിരിച്ചിട്ടുണ്ട്. ഏതൊക്കെയാണ്? കച്ച് കത്തിയാവാർ തീരം, കൊങ്കൺ തീരം, അതുപോലെ തന്നെ കോവൻ തീരം, പിന്നെ 4മത്തെയാണ് മലബാർ തീരം അല്ലേ. ഇനി പശ്ചിമ തീരത്ത് എന്ത് സൃഷ്ടിക്കുന്നില്ല? ഡെൽറ്റകൾ സൃഷ്ടിക്കുന്നില്ല. ഇവിടെ നെഹ്റു ട്രോഫി വള്ളംകളി പുന്നമട കായൽ വെച്ച് നടത്തപ്പെടുന്നുണ്ട്. നെക്സ്റ്റ് നോക്കുകയാണെന്നുണ്ടെങ്കിൽ പൂർവ്വതീര സമതലങ്ങൾ തെക്ക് കന്യാകുമാരി മുതൽ വടക്ക് സുന്ദർബൻ ഡെൽറ്റ വരെയാണ് നീണ്ടുകിടക്കുന്നത്. അപ്പോൾ തെക്ക് കന്യാകുമാരി എന്ന് പറയുമ്പോൾ നമുക്ക് അറിയാം ഇവിടെയാണ് കന്യാകുമാരി, തമിഴ്നാട് ഭാഗത്താണ് കാണപ്പെടുന്നത് അല്ലേ. ഇവിടെ നോക്കുകയാണെങ്കിൽ പശ്ചിമ ബംഗാളുണ്ട്. ഓക്കെ, അപ്പോൾ ഈ ഒരു ഭാഗത്തായിട്ടാണ് എന്ത് കാണപ്പെടുന്നത്? ഈ പൂർവ്വതീര സമതലം കാണപ്പെടുന്നത്. ഇവിടെ നോക്കിയാൽ കിഴക്കൻ തീര സമതലത്തിൻ്റെ വീതി കൂടുതലാണല്ലോ അല്ലേ. നമ്മൾ പടിഞ്ഞാറ് വെച്ച് നോക്കുകയാണെങ്കിൽ വീതി കൂടുതലായിട്ട് കാണാനായിട്ട് സാധിക്കും. അതുപോലെ തന്നെ ആ ഒരു ഭാഗത്ത് വരുന്ന നദികളാണ് മഹാനദി, ഗോദാവരി, കൃഷ്ണ, കാവേരി എന്നിവ. പിന്നെ ഇവിടെ നോക്കുകയാണെങ്കിൽ പ്രധാനപ്പെട്ട തുറമുഖങ്ങൾ കിഴക്കൻ ഭാഗത്ത് കാണപ്പെടുന്ന ഏതൊക്കെയാണ്? കൊൽക്കത്ത തുറമുഖം, പിന്നെ ഏതൊക്കെയാണ്? ഹാൽദിയ, പാരദ്വീപ്, വിശാഖപട്ടണം, അതുപോലെ തന്നെ എണ്ണൂർ, ചെന്നൈ, തൂത്തുക്കുടി എന്നിവയൊക്കെ പ്രധാനപ്പെട്ട തുറമുഖങ്ങളാണ്. നോക്കാം. പൂർവ്വതീര സമതലങ്ങൾ തെക്ക് കന്യാകുമാരി മുതൽ വടക്ക് സുന്ദർബൻ ഡെൽറ്റ വരെ നീണ്ടു കിടക്കുന്നു. കിഴക്കൻ തീര സമതലം വീതി കൂടിയവയാണ്. ഉയർത്തപ്പെട്ട തീരത്തിന് ഉദാഹരണം. ഇനി കിഴക്കോട്ടൊഴുകി ബംഗാൾ ഉൾക്കടലിൽ പതിക്കുന്ന നദികൾ പൂർവ്വതീരത്ത് ഡെൽറ്റകൾ സൃഷ്ടിക്കുന്നു. ഡെൽറ്റകൾ ഇവിടെ സൃഷ്ടിക്കപ്പെടുന്നുണ്ട്. പടിഞ്ഞാറ് ഡെൽറ്റകൾ സൃഷ്ടിക്കപ്പെടുന്നില്ല അല്ലേ. മഹാനദി, ഗോദാവരി, കൃഷ്ണ, കാവേരി എക്സാമ്പിളാണ്. ഉയർത്തപ്പെട്ട തീരമാണ്. അതിനാൽ തന്നെ ഇവിടെ ഹാർബറുകളും തുറമുഖങ്ങളും എന്താണ്? കുറവാണ്. പ്രധാനപ്പെട്ട തുറമുഖങ്ങൾ ഏതൊക്കെയാണ്? കൊൽക്കത്ത, ഹാൽദിയ, പാരദ്വീപ്, വിശാഖപട്ടണം, എണ്ണൂർ, ചെന്നൈ, തൂത്തുക്കുടി എന്നിവയൊക്കെയാണ് പ്രധാനപ്പെട്ട തുറമുഖങ്ങൾ. ഇനി പൂർവ്വതീരം താഴെ പറയുന്ന ഉപവിഭാഗങ്ങളായിട്ട് തരംതിരിച്ചിട്ടുണ്ട്. കോറമാണ്ടൽ തീരം, നോർത്തേൺ സിർക്കാസിസ്, അതുപോലെ തന്നെ ഉൽക്കൽ തീരം. കോറമാണ്ടൽ തീരം, വടക്കൻ സിർക്കാസിസ് അല്ലെങ്കിൽ സിർക്കാർസ്, ഉൽക്കൽ തീരം എന്നിങ്ങനെയായിട്ട് ഡിവൈഡ് ചെയ്തിട്ടുണ്ട്. കോറമാണ്ടൽ തീരം തമിഴ്നാട്, ആന്ധ്രാപ്രദേശത്താണ് കാണപ്പെടുന്നത്. നോർത്തേൺ സിർക്കാർസ് ഒഡീഷയിലാണ് കാണപ്പെടുന്നത്. ഉൽക്കൽ തീരമാണെന്നുണ്ടെങ്കിൽ ഒഡീഷയുടെ വടക്ക് ഭാഗത്തായിട്ടാണ് കാണപ്പെടുന്നത്. ക്ലിയർ ആണല്ലോ. അപ്പോൾ പടിഞ്ഞാറൻ തീരസമുദ്രവും പൂർവ്വ തീരസമുദ്രവും ക്ലിയർ ആയെന്ന് വിചാരിക്കുന്നു. നെക്സ്റ്റ് ലാസ്റ്റ് വരുന്നതാണ് ദ്വീപുകൾ. ഇന്ത്യയിൽ 2 പ്രധാനപ്പെട്ട ദ്വീപ് സമൂഹങ്ങളാണുള്ളത്. ബംഗാൾ ഉൾക്കടലിലുള്ള ആൻഡമാൻ നിക്കോബർ ദ്വീപുകളും അറബിക്കടലിലുള്ള ലക്ഷദ്വീപ്, മിനിക്കോയ് ദ്വീപുകളും. ബംഗാൾ ഉൾക്കടലിലുള്ള ആൻഡമാൻ നിക്കോബർ ദ്വീപുകളും അറബിക്കടലിലുള്ള ലക്ഷദ്വീപ്, മിനിക്കോയ് ദ്വീപുകളും. ഇനി ആൻഡമാൻ നിക്കോബർ ദ്വീപുകളെ കുറിച്ച് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ബംഗാൾ ഉൾക്കടലിലാണ് കാണപ്പെടുന്നതെന്ന് പറഞ്ഞു. 572 ദ്വീപുകൾ ഉൾപ്പെടുന്നുണ്ട്. അക്ഷാംശീയ രേഖാംശീയ വ്യാപ്തി 6N മുതൽ 14 നോർത്തിൽ 6 ഡിഗ്രി നോർത്ത്, 14 ഡിഗ്രി നോർത്ത്, പിന്നെ 92 ഈസ്റ്റ്, അതുപോലെ തന്നെ 94 ഈസ്റ്റ് എങ്ങനെയാണ് വരുന്നത്. ആൻഡമാൻ നിക്കോബർ ദ്വീപുകളുടെ രേഖാംശീയ വ്യാപ്തി പഠിക്കണമെന്നൊന്നുമില്ല. 6 അത് നോർത്ത്, അതുപോലെ തന്നെ 92 94 ഈസ്റ്റ്. ഓക്കെ, തലസ്ഥാനം ഏതാണ്? പോർട്ട് ബ്ലെയർ ആണ്. ഇനി മൊത്തം ദ്വീപ സമൂഹത്തെ ആൻഡമാൻ എന്നും നിക്കോബർ എന്നും 2ആയിട്ട് തിരിച്ചിട്ടുണ്ട്. ആൻഡമാൻ നിക്കോബറിനെ ആൻഡമാൻ എന്നും നിക്കോബർ എന്നും 2ആയിട്ട് തിരിച്ചിട്ടുണ്ട്. ആൻഡമാൻ എന്ന് പറയുന്നത് വടക്ക് ഭാഗത്താണ്, നിക്കോബർ ആണെങ്കിലോ തെക്ക് ഭാഗത്താണ്. ആൻഡമാനെയും നിക്കോബറിനെയും വേർതിരിക്കുന്ന കടലാണ് 10 ഡിഗ്രി ചാനൽ. ആൻഡമാനെയും നിക്കോബറിനെയും വേർതിരിക്കുന്ന ചാനൽ ഏതാണ്? 10 ഡിഗ്രി ചാനലാണ്. ചില ദ്വീപുകൾ ഇവിടെ അഗ്നിപർവ്വത ജന്യമാണ് എങ്കിലും ഇന്ത്യയിലെ ഏക സജീവ അഗ്നിപർവ്വതമായിട്ടുള്ള ബാരൻ ദ്വീപ് നിക്കോബർ ദ്വീപുകളിൽ സ്ഥിതി ചെയ്യുന്നു. അപ്പോൾ ഇന്ത്യയിലെ ഏക സജീവ അഗ്നിപർവ്വതം ഏതാണ്? ബാരൻ ദ്വീപാണല്ലേ. ബാരൻ എന്ന് പറയുന്നത് എവിടെയാണ്? നിക്കോബർ ദ്വീപുകളിലാണ് കാണപ്പെടുന്നത്. പ്രധാനപ്പെട്ട കൊടുമുടി ചോദിക്കുകയാണെങ്കിൽ ഏതാണ്? സാഡിൽ കൊടുമുടിയാണ്. അപ്പോൾ ആൻഡമാൻ നിക്കോബർ ദ്വീപുകൾ ബംഗാൾ ഉൾക്കടലിലാണ് സ്ഥിതി ചെയ്യുന്നത്. 572 ദ്വീപുകൾ ഉൾപ്പെടുന്നുണ്ട്. തലസ്ഥാനം പോർട്ട് ബ്ലെയർ ആണ്. മൊത്തം ദ്വീപ സമൂഹത്തെ നമുക്ക് ആൻഡമാൻ നിക്കോബർ എന്നിങ്ങനെ 2ആയിട്ട് തിരിക്കാനായിട്ട് പറ്റും. ആൻഡമാനെയും നിക്കോബറിനെയും വേർതിരിക്കുന്ന കടൽ ഏതാണ്? 10 ഡിഗ്രി ചാനലാണ്. ചില ദ്വീപുകൾ അഗ്നിപർവ്വത ജന്യമാണ്. ഇന്ത്യയിലെ ഏക സജീവ അഗ്നിപർവ്വതമായിട്ടുള്ള ബാരൻ ദ്വീപ് നിക്കോബർ ദ്വീപുകളിലാണ് സ്ഥിതി ചെയ്യുന്നത്. ഈ പ്രധാനപ്പെട്ട കൊടുമുടി ഏതാണ്? സാഡിൽ കൊടുമുടിയാണ്. ഇനി ലക്ഷദ്വീപിലാണ് മിനിക്കോയ് ദ്വീപുകൾ. ലക്ഷദ്വീപ് മിനിക്കോയ് ദ്വീപുകൾ പറയുകയാണെന്നുണ്ടെങ്കിൽ അറബിക്കടലിലാണ് സ്ഥിതി ചെയ്യുന്നത്. അക്ഷാംശീയ രേഖാംശീയ വ്യാപ്തി 8 ഡിഗ്രി നോർത്ത് മുതൽ 12 ഡിഗ്രി നോർത്ത് വരെയും 71 ഡിഗ്രി ഈസ്റ്റ് മുതൽ 74 ഡിഗ്രി ഈസ്റ്റ് വരെയുമാണ്. അക്ഷാംശീയ രേഖാംശീയ വ്യാപ്തി 8 ഡിഗ്രി മുതൽ 12 ഡിഗ്രി നോർത്ത് വരെയും 71 മുതൽ 74 ഡിഗ്രി ഈസ്റ്റ് വരെയുമാണ്. മുഴുവൻ ദ്വീപ സമൂഹവും പവിഴപ്പുറ്റുകളാൽ നിർമ്മിതമാണ്. ലക്ഷദ്വീപ് ദ്വീപുകൾ പവിഴപ്പുറ്റുകളാൽ നിർമ്മിതമാണ്. ആകെ 36 ദ്വീപുകളാണുള്ളത്. തലസ്ഥാനം ഏതാണ്? കവരത്തിയാണ്. മിനിക്കോയ് ആന്ത്രോത്താണ് ഇപ്പോഴത്തെ ഏറ്റവും വലിയ ദ്വീപ് ചോദിക്കുകയാണെങ്കിൽ ഏതാണ്? ആന്ത്രോത്താണ് കേട്ടോ. ഇനി ആകെയുള്ള ദ്വീപുകൾ 11 ഡിഗ്രി ചാനൽ വേർതിരിക്കുന്നുണ്ട്. അപ്പോൾ ലക്ഷദ്വീപ് മിനിക്കോയ് ദ്വീപുകളിൽ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ആകെയുള്ള ഈ 11 ദ്വീപുകളെ ഏത് ഡിഗ്രി ചാനലാണ്? 11 ഡിഗ്രി ചാനലാണ് വേർതിരിക്കുന്നത് അല്ലേ. എന്നാൽ നമ്മൾ ആൻഡമാൻ നിക്കോബർ പറഞ്ഞപ്പോൾ 10 ഡിഗ്രി ചാനലായിരുന്നു വേർതിരിച്ചിട്ടുണ്ടായിരുന്നത്. ഇനി 11 ഡിഗ്രി ചാനലിനെ വടക്കുള്ളവയെ അമിനി ദ്വീപുകളെന്നും തെക്കുള്ളവയെ കാനന്നൂർ ദ്വീപുകളെന്നും വിളിക്കുന്നു. 11 ഡിഗ്രി ചാനലിന് വടക്കുള്ളവയെ നോക്കുകയാണെന്നുണ്ടെങ്കിൽ അമിനി ദ്വീപുകളെന്നും തെക്കുള്ളവയെ എന്ന് വിളിക്കുന്നു കാനന്നൂർ ദ്വീപുകളെന്നും പറയുന്നു. അപ്പോൾ ലക്ഷദ്വീപ് മിനിക്കോയ് ദ്വീപുകൾ അറബിക്കടലിലാണ്. പവിഴപ്പുറ്റുകളുണ്ട് അവിടെ. അതുപോലെ തന്നെ 36
ദ്വീപുകളുടെ തലസ്ഥാനം കവരത്തിയാണ്. ആന്ത്രോത്താണ് ഏറ്റവും വലിയ ദ്വീപ് എന്ന് പറയുന്നത്. ആകെയുള്ള ദ്വീപുകളിൽ 11 ഡിഗ്രി ചാനൽ വേർതിരിക്കുന്നുണ്ട്. 11 ഡിഗ്രി ചാനലിൻ്റെ വടക്കുള്ളവയെ അമേ ദ്വീപുകളെന്നും തെക്കുള്ളവയെ എന്ന് വിളിക്കുന്നു കാനനൂർ ദ്വീപുകളെന്നും വിളിക്കുന്നു. ക്ലിയർ ആണല്ലോ. അപ്പോൾ ഇത്രയാണ് ഈ ഒരു ചാപ്റ്ററിൽ വരുന്നത് കേട്ടോ. മനസ്സിലായെന്ന് വിചാരിക്കുന്നു. മനസ്സിലായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. നമുക്ക് അടുത്ത ക്ലാസ്സിൽ കാണാം കേട്ടോ.